Hi all, welcome to JEE Express Sure Short 2026. അപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പോൾ JEE Mains എക്സാമിന് ഒരു 10 ദിവസത്തിൽ താഴെ ഉള്ളൂ അല്ലേ നമ്മുടെ ഫസ്റ്റ് സെഷൻ JEE Mains എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ഏതാണ്ട് ഒരു മാസത്തിൽ കൂടുതലായിട്ട് നമ്മുടെ JEE ഷുവർ ഷോർട്ട് സീരീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും ഏതാണ്ട് അവസാനത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഞാനിത് എന്തായാലും വന്നിട്ടുള്ളത് നമ്മുടെ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും JEE മെയിൻസിൻ്റെ സിലബസിൽ മോഡേൺ ഫിസിക്സിൽ പറയുന്ന 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഡ്യുവൽ നേച്ചർ ഉണ്ട്, ആറ്റം ആൻഡ് ന്യൂക്ലിയർ ഉണ്ട്, ആൻഡ് ഡ്യുവൽ നേച്ചർ, ആറ്റം ആൻഡ് ന്യൂക്ലിയർ. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ടാണ് എന്താ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും ഒരു ചോദ്യം എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഡ്യുവൽ നേച്ചർ എന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഒന്നും ഇതിനകത്തില്ല. നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കൺസെപ്റ്റ്സ് ആൻഡ് ഇക്വേഷൻസ് ആണ് ഉണ്ടാവുക. അത് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ എന്തായാലും നമുക്കറിയാം ഒരു 4 മാർക്കിൻ്റെ ചോദ്യം ഉറപ്പായിട്ടും ഡ്യുവൽ നേച്ചർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൺസെപ്റ്റുകൾ പറയും, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും, ബാക്കി കൺസെപ്റ്റ് പറയും, ചോദ്യം ചെയ്യും, എന്നിട്ട് അവസാനം കുറച്ചധികം PYQs ഒരുമിച്ച് ചെയ്യും. സോ അങ്ങനെയാണ് ഞാനത് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സോ എനിവേ നമുക്ക് എന്തായാലും ആദ്യം ഇതിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. ഓക്കെ, നോക്കിയേ, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. അപ്പോൾ ആദ്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താണ് ഡ്യുവൽ നേച്ചർ എന്ന് വെച്ചാൽ? ഡ്യുവൽ എന്ന് വെച്ചാൽ രണ്ടെന്നാണല്ലേ. സോ ഡ്യുവൽ നേച്ചർ എന്ന് പറയുമ്പോൾ രണ്ട് സ്വഭാവം, അതായത് റേഡിയേഷൻ്റെയും മാറ്ററിൻ്റെയും, ഇപ്പോൾ നമ്മൾ വേവ് ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ മറ്റൊരു നേച്ചർ, വേവിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ. അതുപോലെ നമ്മൾ പാർട്ടിക്കിൾ ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ വേവ് നേച്ചർ അല്ലേ. അതായത് പാർട്ടിക്കിളിൻ്റെയും വേവിൻ്റെയും ഒക്കെ ഡ്യുവാലിറ്റിയെ പറ്റിയിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് എന്തെന്ന് പറയുന്നത് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് നോക്കിയേ. ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷനിൽ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്, നമ്മൾ വേവ് ഒപ്റ്റിക്സിലൊക്കെ പഠിക്കുമ്പോൾ ലൈറ്റ് വേവ് ആണ് അല്ലേ, ഹൈജൻസ് പ്രിൻസിപ്പിളൊക്കെയാണ് നമ്മൾ വേവ് ഒപ്റ്റിക്സിൽ പഠിക്കുന്നത്. പക്ഷേ അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പാർട്ടിക്കിൾ നേച്ചറിലേക്ക് വരുമ്പോൾ പാർട്ടിക്കിൾ നേച്ചർ വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുക, ഡ്യുവൽ നേച്ചറിൽ പഠിക്കുക. സോ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്, ദെൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത്. സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, അതിൻ്റെ ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പ്ലനേഷൻസ് ഒക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ആൻഡ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഇക്വേഷൻ. ദെൻ ഇത്രയാണ് നമ്മൾ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റിൽ പറയുന്നത്. ആൻഡ് അതിനുശേഷം നമ്മൾ പറയുന്നത് വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾ ആണ്. അതിലാണ് നമ്മൾ ഡി ബ്രോഗ്ലീസ് പ്രിൻസിപ്പിളും അതുപോലെ വേവ് നേച്ചർ ഓഫ് മാറ്ററും ഒക്കെ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ സിലബസ് കുറച്ചേ ഉള്ളൂ, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനകത്ത് പഠിക്കാനില്ല. പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യാനും പറ്റും, സ്കോർ ചെയ്യാനും പറ്റും. സോ അതാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമ്മുടെ തുടക്കത്തിൽ പറയുന്നത് ലൈറ്റ് ഒരു ഫാസിനേറ്റിംഗ് പ്രോപ്പർട്ടി ആയിരുന്നു മനുഷ്യന്മാർക്ക് എല്ലാ കാലത്തും. അപ്പോൾ ലൈറ്റിൻ്റെ നേച്ചർ എന്താണ്, ലൈറ്റിൻ്റെ സ്വഭാവം എന്താണെന്നൊക്കെ ആൾക്കാർ പല രീതിക്ക് ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റിനെ പറ്റിയിട്ട് ആദ്യമായിട്ടൊരു തിയറി പ്രപ്പോസ് ചെയ്യുന്നത് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൻ്റെ കോർപ്പസ്കുലാർ തിയറിയാണ്. കോർപ്പസ്കുലാർ തിയറിയിൽ ന്യൂട്ടൺ പറഞ്ഞ എന്താ, ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് ടൈനി മാസ്ലെസ് ഇലാസ്റ്റിക് പാർട്ടിക്കിൾസ് കോൾഡ് കോർപ്പസ്കിൾസ് എന്നാണ് അല്ലേ. ഇപ്പോൾ കോർപ്പസ്കിൾസ് എന്ന് പറയുന്ന ചെറിയ പാർട്ടിക്കിൾസ് ആണ് ലൈറ്റ് എന്നാണ് ആര് പറഞ്ഞത്, ന്യൂട്ടൺ പറഞ്ഞത്. അത് വെച്ചിട്ടാണ് ന്യൂട്ടൺ ആദ്യമായിട്ട് റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷേ കോർപ്പസ്കുലർ തിയറി വെച്ചിട്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ആയിരുന്നു ലൈറ്റിന് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നാണ് പിന്നീട് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ലൈറ്റ് വേവ് ആണെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രപ്പോസ് ചെയ്യുന്നത്, വേവ് തിയറി പ്രപ്പോസ് ചെയ്യുന്നത് അല്ലേ. അത് വെച്ച് നമ്മൾ വേവ് ഒപ്റ്റിക്സിൽ കുറേ കാര്യങ്ങൾ പഠിക്കും, ഇൻ്റർഫറൻസ് ഡിഫ്രാക്ഷൻ ഒക്കെ നമ്മൾ എവിടെ പഠിക്കും, വേവ് ഒപ്റ്റിക്സിൽ പഠിക്കും. ആൻഡ് അതിനുശേഷം വേവ് ആണെന്ന് പറഞ്ഞതിന് ശേഷം ആര് വന്നു, നമ്മുടെ മാക്സ്വെൽ വന്നിട്ട് പറഞ്ഞു സാധാരണ വേവ് അല്ല, ഇത് എന്ത് വേവ് ആണെന്ന്, ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെന്ന് അല്ലേ. അങ്ങനെയാണ് എന്ത് തിയറി വരുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി വരുന്നത്. അത് പ്രപ്പോസ് ചെയ്യുന്ന ആരാണ്, മാക്സ്വെൽ ആണ്. അതായത് അതിനകത്ത് എന്താണ് പീരിയോഡിക്കായിട്ട് ഓസിലേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് ആര് പറഞ്ഞു, നമ്മുടെ മാക്സ്വെൽ പറഞ്ഞു അല്ലേ. അതിനും ശേഷമാണ് എന്ത് വരുന്നത്, ഇവിടെ എല്ലാം ലൈറ്റിൻ്റെ വേവ് നേച്ചർ ഉള്ളത്. അതിനുശേഷമാണ് ആര് വരുന്നത്, മാക്സ് പ്ലാങ്ക് വരുന്നത്. മാക്സ് പ്ലാങ്ക് വന്നിട്ട് പറഞ്ഞു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എങ്ങനെയല്ല, അത് കണ്ടിന്യൂസ് അല്ല. വേവ് ആകുമ്പോൾ നമുക്കറിയാം വേവ് കണ്ടിന്യൂസ് ആയിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്തല്ല, കണ്ടിന്യൂസ് അല്ല, ബട്ട് ഇറ്റ് ഇസ് ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞു. എന്താ ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. ആൻഡ് ഇറ്റ് എക്സിസ്റ്റ് ഇൻ എലമെൻ്ററി എമൗണ്ട് എന്ന് പറഞ്ഞു അല്ലേ. സോ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇസ് ഡിസ്കണ്ടിന്യൂസ് ഓർ ഡിസ്ക്രീറ്റ് ഓർ ഇറ്റ് എക്സിസ്റ്റ് ഇൻ എലമെൻ്ററി എമൗണ്ട്സ് എന്ന് പറഞ്ഞു അല്ലേ. ആ എലമെൻ്ററി എമൗണ്ടിനെയാണ് മാക്സ് പ്ലാങ്ക് എന്ത് പേര് വിളിച്ചത്, ഫോട്ടോൺ എന്ന് വിളിച്ചത്. ക്വാണ്ട ഓർ ഫോട്ടോൺ എന്ന് വിളിച്ചു, ഫോട്ടോൺ അല്ലേ. സോ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഫോട്ടോൺസ് ആയിട്ടാണ്. അതായത് ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ ആണ് ആര്, ഫോട്ടോൺ എന്ന് പറയുന്നത്. ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ കുറച്ച് എനർജിയാണ്, ഒരു ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ കുറച്ച് എനർജിയാണ് അല്ലേ. സോ അക്കോർഡിംഗ് ടു മാക്സ് പ്ലാങ്ക് ഒരു ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ഫ്രീക്വൻസി.
എനർജി ആരെ ഡിപ്പെൻഡ് ചെയ്യും? ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? E is equal to പ്രൊപ്പോർഷണൽ ടു മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ആ കോൺസ്റ്റന്റ് ആരാണ്? അത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. E is equal to h nu, where h is the Planck's constant. അതിന്റെ വാല്യൂ ഒക്കെ നമുക്കറിയാം 6.6 into 10⁻³ ജൂൾ സെക്കൻഡ് ആണ് അല്ലേ? സോ E is equal to എന്താണ്? E is equal to h nu ആണ് അല്ലേ? ഇതുപോലെ ഇപ്പോൾ E is equal to h ആണെങ്കിൽ നമുക്കറിയാം ന്യൂ എന്ന് പറഞ്ഞാൽ c/λ. സോ E is equal to നമുക്ക് എന്തുവാണെന്ന് കിട്ടും? E is equal to hc/λ ആണെന്നും കിട്ടും. where c is the speed of electromagnetic wave and the lambda is the wavelength of light. ഇനി ഇവിടെ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് സാധാരണ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പറയുമ്പോൾ നമ്മൾ സാധാരണ വേവ് ലെങ്ത് നാനോമീറ്ററിലല്ലേ പറയുന്നത്. അപ്പോൾ വേവ് ലെങ്ത് നാനോമീറ്ററിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എനർജി ജൂളിൽ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ കൺവീനിയൻറ്റ് എന്തിൽ പറയുന്നതാണ്? ഇലക്ട്രോൺ വോൾട്ടിൽ പറയുന്നതാണ്. കാര്യം ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്ന എനർജിയൊക്കെ ഏത് റേഞ്ചിലായിരിക്കും ഉണ്ടാവുക? ഇലക്ട്രോൺ വോൾട്ടിൻ്റെ റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ നമുക്ക് എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എച്ച് സിനെ ഞാൻ യൂണിറ്റ് കൺവേർഷൻ ചെയ്യുന്നതാണ്. സോ EV is equal to എന്തായിരിക്കും? 1240/λ in നാനോമീറ്റർ ആയിരിക്കും. അതായത് നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ നാനോമീറ്ററിലുള്ള വേവ് ലെങ്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ 1240/λ in നാനോമീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എനർജി ഓഫ് ദാറ്റ് ഫോട്ടോണിൻ എന്ത് കിട്ടും? ഇലക്ട്രോൺ വോൾട്ടിൽ കിട്ടും. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ്. ഒരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂലൊക്കെ നമുക്ക് ഒരുപാട് ഗുണമുണ്ടാവുന്ന കുറേ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഇക്വേഷൻ ആണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, സോ എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട് ഇസ് ഈക്വൽ ടു 1240/λ in നാനോമീറ്റർ. ക്ലിയർ? അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ശരിക്കും ഇവിടെ എന്തായിരിക്കും? ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ് ബൈ മാക്സ് പ്ലാങ്ക് ആയിരിക്കും. അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു മാക്സ് പ്ലാങ്ക് ഫോട്ടോൺസിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്ക് ഓരോന്നെടുത്ത് നോക്കാം. ഫോട്ടോൺസ് ട്രാവൽസ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ആരുടെ പാർട്ടിക്കിളാണ്? ലൈറ്റിൻ്റെ പാർട്ടിക്കിളാണ്. അപ്പോൾ ഫോട്ടോൺസ് ഉറപ്പായിട്ട് ട്രാവൽ ചെയ്യുന്ന എന്തിൻ്റെ സ്പീഡിലായിരിക്കും? സ്പീഡ് ഓഫ് ലൈറ്റിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത് അല്ലേ? സോ അത് വാക്യൂം ആണെങ്കിൽ 3 × 10⁸ ആയിരിക്കും. ആൻഡ് മീഡിയത്തിലേക്ക് മാറും തോറും ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം അതിൻ്റെ സ്പീഡിന് എന്തോ ഉണ്ടാവും? ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, ദെൻ എനർജി ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് E is equal to എന്താണെന്ന്? E is equal to h nu ആണ്. സോ ഫ്രീക്വൻസി കൂടുന്തോറും എന്ത് കൂടും? എനർജി കൂടും. ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയാണ് ചെയ്യുക. ദേ ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ് അല്ലേ? അപ്പോൾ ഫ്രീക്വൻസി കൂടിയ എനർജി കൂടും. അതുപോലെ ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയാണ്. വേവ് ലെങ്ത് കുറയുമ്പോഴും എന്ത് കൂടും? എനർജി കൂടും. ഓക്കെ, ദെൻ ദേ ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഫോട്ടോൺസിന് ചാർജ് ഒന്നുമില്ല. അത് ഇലക്ട്രോണിനെ പോലെയോ പ്രോട്ടോണിനെ പോലെയോ ഒന്നും അല്ല. ദേ ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ അല്ലേ? ദെൻ ഓൾവേസ് ഇൻ മോഷൻ ദ റെസ്റ്റ് മാസ് ഈസ് 0. അതായത് ചിലപ്പോൾ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഫോട്ടോണിന് മാസ് ഇല്ല. ഫോട്ടോണിന് മാസ് ഇല്ല എന്നല്ല, ഫോട്ടോണിന് റെസ്റ്റ് മാസ് ഇല്ല. അതായത് ഒരിക്കലും ഫോട്ടോൺ എന്തിലിരിക്കത്തില്ല? റെസ്റ്റിലിരിക്കത്തില്ല. കാര്യം എന്താ? ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ കുറച്ച് എനർജിയാണ്. ഇത് ലൈറ്റ് അല്ലേ? ലൈറ്റ് ഒരിക്കലും എന്തിലിരിക്കത്തില്ല? റെസ്റ്റിലിരിക്കത്തില്ലല്ലോ. അപ്പോൾ ഫോട്ടോൺ എപ്പോഴും അത് ഏത് മീഡിയത്തിലാണോ ട്രാവൽ ചെയ്യുന്നത് ആ മീഡിയത്തിലെ സ്പീഡിൻ്റെ ലൈറ്റിൻ്റെ സ്പീഡിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും? ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എവിടെയെങ്കിലും ഫോട്ടോൺ റെസ്റ്റിലായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? അതിൻ്റെ എനർജി ആരും എന്ത് ചെയ്തുകൊണ്ട് പോയി എന്നാണ്? അബ്സോർബ് ചെയ്തുകൊണ്ട് പോയി എന്നാണ്. പിന്നെ ഫോട്ടോൺ ഇല്ല. ഫോട്ടോണിൽ കുറച്ച് എനർജി മാത്രമല്ലേ ഉള്ളൂ. ആ എനർജി ആരെങ്കിലും അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോൺ ഉണ്ടോ? ഇല്ല. സോ ദി റെസ്റ്റ് മാസ് ഓഫ് ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഫോട്ടോണിന് മാസ് ഇല്ല എന്നല്ല, ഫോട്ടോണിന് റെസ്റ്റിലിരിക്കാൻ പറ്റില്ല. റെസ്റ്റിലിരിക്കുമ്പോൾ അതിന് എന്തുണ്ടാവില്ല? മാസ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഫോട്ടോൺ റെസ്റ്റ് എന്നൊരു കൺസെപ്റ്റേ ഇല്ല എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, സോ റെസ്റ്റിലിരിക്കുന്ന ഫോട്ടോണിനാണ് എന്തില്ലാത്തത്? മാസ് ഇല്ലാത്തത്. അങ്ങനെയാണെങ്കിൽ മൂവിങ് ഫോട്ടോണിന് എന്തുണ്ടാവണം? മാസ് ഉണ്ടാവണമല്ലോ. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇക്വലൻറ്റ് മാസ്. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം E is equal to എന്താണ്? E is equal to h nu ആണ്. അതുപോലെ ഐൻസ്റ്റൈൻ്റെ മാസ് എനർജി ഇക്വലൻസ് ഉണ്ട്. E is equal to എന്താ? E is equal to mc². ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും h nu is equal to എന്തുവാന്ന്? mc² ആണെന്ന്. ഇതിൽ നിന്ന് m is equal to എന്തുവാന്ന് കിട്ടും? h nu/c² ആണെന്ന് കിട്ടും. ഇതാണ് ഇക്വലൻറ്റ് മാസ് ഓഫ് എ ഫോട്ടോൺ എന്ന് പറയുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇത് വെച്ചിട്ടൊക്കെ ഡയറക്റ്റ്ലി ന്യൂമറിക്കൽസ് ഒക്കെ ചോദിക്കാം. സോ ഇക്വലൻറ്റ് മാസ് ഓഫ് എ ഫോട്ടോൺ ഇസ് ഈക്വൽ ടു h nu/c². ഇനിയിപ്പോൾ നിങ്ങൾ ഈ ന്യൂ മാറ്റിയിട്ട് ഇവിടെ m is equal to h/c² ഇൻറ്റു ന്യൂവിന് പകരം നമുക്ക് c/λ കൊടുക്കാമല്ലോ. സോ c/λ കൊടുത്തു കഴിഞ്ഞാൽ എമ്മിൻ്റെ വാല്യൂ എന്തുവന്ന് കിട്ടും? m is equal to h/c² എന്ന് കിട്ടും. അപ്പോൾ ഇതും ആരുടെ ഇക്വേഷനാണ്? ഇതും ഫോട്ടോണിൻ്റെ ഇക്വലൻറ്റ് മാസിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, സോ ഇങ്ങനത്തെ 2 ഇക്വലൻറ്റ് മാസിൻ്റെ ഇക്വേഷൻസ് ഫോട്ടോണിനുണ്ട്. ആൻഡ് ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് നോക്കിയേ. ഒരു ഒബ്ജക്റ്റ് അതിനൊരു പെർട്ടിക്കുലർ മാസും ഉണ്ട്, അതൊരു സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അതിന് എന്തുണ്ടാവണം? മൊമെൻറ്റം ഉണ്ടാവണം അല്ലേ? നോക്കിക്കേ, ഈ ഇക്വേഷൻ ഏതാ? m is equal to h/c². ഇതാണ് മാസ് എന്ന് പറയുന്നത്.
and c is the speed of light or speed of photon. അപ്പോൾ ഞാൻ ഇവിടെ m into c ചെയ്തത് എന്തായിട്ട് മാറും? h by lambda ആയിട്ട് മാറിയില്ലേ? m into c ആണ് momentum of a photon എന്ന് പറയുന്നത്. സോ momentum of a photon എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? p is equal to h by lambda ആയിരിക്കും. ഓക്കെ ആണോ? സോ ഇതൊക്കെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻസ് ആണ്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചും ഒക്കെ പലതവണ ക്വസ്റ്റൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇതെല്ലാം പ്രോപ്പർട്ടീസ് ഓഫ് ഫോട്ടോൺസിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നമ്മളൊന്ന് റീക്യാപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. റൈറ്റ്, ദെൻ ഇനി നമുക്ക് സ്ഥിരമായി ചോദ്യം ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണിത്. നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് ബൈ എ സോഴ്സ് പെർ സെക്കൻഡ്. ഞാനിതിൻ്റെ കംപ്ലീറ്റ് ഡെറിവേഷനിലേക്കൊന്നും പോകുന്നില്ല, ഡയറക്റ്റ്ലി ഇക്വേഷൻസ് മാത്രം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് ബൈ എ സോഴ്സ് പെർ സെക്കൻഡ് ആണ്. അതായത് നമ്പർ ഓഫ് ഫോട്ടോൺസ് n ആണ്, ടൈം t ആണെങ്കിൽ n ബൈ t എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് ഇസ് p lambda by hc, വേർ p എന്ന് പറയുന്നത് എന്തായിരിക്കും? പവർ ഓഫ് ദ സോഴ്സ് ആണ്. ഓക്കെ, p is the power of the source and lambda is the wavelength of wave. നമ്മുടെ ഫോട്ടോൺ ആണെങ്കിൽ ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത്. ഓക്കെ, സോ p എന്ന് പറയുന്നത് പവർ ഓഫ് ദ സോഴ്സും ലാംഡ എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? വേവ് ലെങ്ത് ഓഫ് ലൈറ്റും ആയിരിക്കും. ആൻഡ് വേർ h is the Planck's constant and c is the speed of light. ഓക്കെ, സോ ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഈ n ബൈ ടി is equal to p by hc by lambda എന്ന് എഴുതി കഴിഞ്ഞാൽ ആരാണ് hc by lambda? അത് എനർജി അല്ലേ? അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. n ബൈ ടി എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? n ബൈ ടി എന്ന് പറഞ്ഞാൽ ഇത് p അല്ലേ? n ബൈ ടി എന്ന് പറഞ്ഞാൽ p ബൈ എന്തായിരിക്കും? എനർജി ആയിരിക്കും. പവർ ബൈ എനർജി, ഇങ്ങനെ നമുക്ക് എഴുതാം. സോ ഇതാണ് ബേസിക് ഇക്വേഷൻ. ഇതാണ് n ബൈ ടി is equal to p lambda by hc, where p is the power of the source and lambda is the wavelength of light. ഓക്കെ, ഒരു പവർ, ഏതോ ഒരു പെർട്ടിക്കുലർ പവറുള്ള സോഴ്സ് എമിറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫോട്ടോൺസ് അല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ അതിൻ്റെ പവറാണ് p എന്ന് പറയുന്നത് ആൻഡ് ലാംഡ ഇസ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ഓക്കെ, ആൻഡ് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും എഴുതാം, പവർ ബൈ എനർജി എന്ന് വേണമെങ്കിലും നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഏതാ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് ബൈ എ സോഴ്സ് പെർ സെക്കൻഡിൻ്റെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണിത്. ഇത് 2025 ജാനുവരി ചോദിച്ചൊരു ചോദ്യമാണ്. നോക്കിക്കേ, the ratio of the power of a light source is S1 to that of the light source S2 is 2. S1 is emitted 2 into 10 raised to 15 photons per second at 600 nanometer. If the wavelength of the source S2 is 300 nanometer, then the number of photons per second emitted by S2 is. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ഒരു സോഴ്സ് ഉണ്ട്, രണ്ട് സോഴ്സിൻ്റെയും പവറിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്, P1 by P2 തന്നിട്ടുണ്ട്, അത് 2 ആണ്. ആൻഡ് S1 ഒരു സെക്കൻഡിൽ 2 into 10 raised to 15 ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നു. അതിൻ്റെ വേവ് ലെങ്ത് 600 നാനോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 300 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള വേറൊരു സോഴ്സ് ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫോട്ടോൺസ് എത്രയായിരിക്കും എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ് ഇക്വേഷൻ? n ബൈ ടി is equal to p lambda by hc എന്ന ഇക്വേഷൻ അല്ലേ? ഇവിടെ ഞാനിപ്പോൾ ടിക്ക് 1 ആണെന്നങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ടി 1 ആണെങ്കിൽ ഇതൊരു സെക്കൻഡിലെയാണ് അല്ലേ? അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് കൊടുക്കുന്നേ ഉള്ളൂ. n is equal to p lambda by hc. ഞാൻ n by 1 എന്ന് വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു p lambda by hc. h സെയിം കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് വേണ്ട എന്താ? നമുക്ക് n2 അല്ലേ വേണ്ട? രണ്ടാമത്തെ സോഴ്സ് എമിറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫോട്ടോൺസ് എത്രയാണെന്നല്ലേ നമുക്ക് വേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, n2 by n1. n2 by n1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? p2 by p1 into lambda 2 by lambda 1 ആയിരിക്കില്ലേ? ഇത് ചെയ്ത് നോക്കിയാൽ പോരെ. ചോദ്യത്തിൽ എന്താ തന്നിരിക്കുന്നത്? The ratio of power of light sources S1 to that of light source S2 is 2. എന്നുവെച്ചാൽ പവറിൻ്റെ റേഷ്യോ P1 by P2 എത്രയാണെന്ന് പറയുന്നുണ്ട്? 2 ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് വേണ്ട P1 by P2 അല്ല, P2 by P1. അപ്പോൾ നമ്മൾ 2 മാറ്റി എന്തോ എഴുതും? 1 by 2 എഴുതിയാൽ പോരെ. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 by 2 അല്ലേ? ആൻഡ് lambda 2 by lambda 1. lambda 2 എത്രയാണ്? lambda 2 300ഉം lambda 1 600ഉം ആണ്. സോ ഇതെന്ന് പറയുന്നത് 300 ബൈ എന്തുവാന്ന് കിട്ടും? 600 ആണെന്ന് കിട്ടും. ഇതെന്താ? 1 by 2 ഇൻറ്റു ഇതും 1 by 2 തന്നെ അല്ലേ? അപ്പോൾ നമുക്ക് എത്രയാണെന്ന് കിട്ടി? 1 by 4 ആണെന്ന് കിട്ടിയില്ലേ? സോ n2 by n1 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 by 4 ആയി. ഇതിൽ നിന്ന് n2 എന്തുവാന്ന് കിട്ടും? n1 ഇൻറ്റു 1 by 4 ആണെന്ന് കിട്ടും. n1 എത്രയാണെന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. എത്രയായിരുന്നു n1? 2 into 10 raised to 15 അല്ലേ? സോ 2 into 10 raised to 15 into 1 by 4 അല്ലേ? അപ്പോൾ 2 by 4 എന്ന് പറഞ്ഞാൽ നമുക്ക് 0.5 ആണെന്ന് കിട്ടും. 0.5 into 10 raised to 15 ആണെന്ന് കിട്ടും, which is equal to 5 into 10 raised to 14 photons. ഓക്കെ, ചോദിച്ചേക്കുന്നത് എന്താ? എത്രയാണ്?
ഡാഷ് ഇൻറ്റു 10⁻14 അല്ലേ? സോ നമ്മുടെ ഓപ്ഷൻ എന്താണെന്ന് കിട്ടി? ഓപ്ഷൻ എന്ന് പറയുന്നത് 5 ആണ്. ഓപ്ഷൻ അല്ല, ന്യൂമറിക്കൽ ചോദ്യമാണ്. ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് ബൈ S2 വിൽ ബി ഈക്വൽ ടു 5 ഇൻറ്റു 10⁻14. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ അറിയാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് റേഷ്യോ എടുത്ത് ചെയ്യേണ്ട പോലത്തെ ചോദ്യങ്ങളാണ് ഈ പാട്ടൊന്ന് കൂടുതലായി ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ പവറിൻ്റെ റേഷ്യോ തരും, അല്ലെങ്കിൽ 2 വേവ് ലെങ്ത് സെപ്പറേറ്റ് ആയിട്ട് തരും. എന്നിട്ട് നമ്മൾ അതിൻ്റെ എന്തെടുക്കേണ്ടി വരും? റേഷ്യോ എടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് വന്നിട്ട് പവർ കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കുന്നത്. സോ എനിവേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ്, ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, സോ ദാറ്റ് വാസ് ദാറ്റ് ക്വസ്റ്റൻ. ഓക്കെ അല്ലേ? നോക്കി, ഞാൻ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്താണ്, ഫോട്ടോഫ്ലെക്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എല്ലാ എനർജി ഫോമിനും എന്തുണ്ട്? ഇൻറ്റൻസിറ്റി ഉണ്ട്. എന്താണ് ഇൻറ്റൻസിറ്റി ഓഫ് എൻ എനർജി എന്ന് പറഞ്ഞാൽ? ഒരു എനർജിയുടെ ഇൻറ്റൻസിറ്റി എന്താ? ഇറ്റ്സ് എ എമൗണ്ട് ഓഫ് എനർജി. ഇപ്പോൾ ലൈറ്റ് ആണെങ്കിൽ എമൗണ്ട് ഓഫ് ലൈറ്റ് എനർജി, സൗണ്ട് ആണെങ്കിൽ എമൗണ്ട് ഓഫ് സൗണ്ട് എനർജി. ഇപ്പോൾ ഞാൻ ലൈറ്റ് വെച്ച് പറയാണ്, എമൗണ്ട് ഓഫ് ലൈറ്റ് എനർജി ക്രോസിംഗ് പെർപെൻഡിക്കുലർ ടു എ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് എമൗണ്ട് ഓഫ് ടൈം ആണ് എന്തെന്ന് പറയുന്നത്? ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ ലൈറ്റിനെ ലൈറ്റ് എനർജി ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോഴാണ്, വേവ് ആയിട്ടൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴാണ്. പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ ലൈറ്റിനെ എന്തുമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഫോട്ടോൺ ആയിട്ടല്ലേ? അപ്പോൾ ഞാൻ ഇൻറ്റൻസിറ്റി അതുപോലെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാണ്? ഫോട്ടോണിൻ്റെ നമ്പർ വെച്ച് പറയാൻ പോവുകയാണ്. സോ ഇവിടെ ഞാൻ എമൗണ്ട് ഓഫ് എനർജി മാറ്റിയിട്ട് ആരെ കൊണ്ടുവരുന്നു? ഫോട്ടോൺസിനെ കൊണ്ടുവരുന്നു. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഫോട്ടോൺ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ഇറ്റ്സ് എ നമ്പർ ഓഫ് ഫോട്ടോൺസ്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് എനർജി ഞാൻ എന്ത് പറയുകയാണ്? നമ്പർ ഓഫ് ഫോട്ടോൺസ് പറയുകയാണ്. സോ ഇറ്റ്സ് എ നമ്പർ ഓഫ് ഫോട്ടോൺസ് ക്രോസിംഗ് പെർപെൻഡിക്കുലർ ടു എ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് എമൗണ്ട് ഓഫ് ടൈം. അതായത് ഇൻറ്റൻസിറ്റി കൂടുകയെന്ന് വെച്ചാൽ എന്ത് കൂടുകയെന്നാണ്? നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുകയെന്നാണ്. ഓക്കെ, അതൊന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. നമ്മളിനി അത് ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുമ്പോഴാണ് എന്ത് കൂടുക? ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. റൈറ്റ്. ഇനി ഇത് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ലൈറ്റ് ബീം ആണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ലൈറ്റ് ബീമിന് എന്ത് എക്സേർട്ട് ചെയ്യാൻ പറ്റുമെന്ന്? ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റുമെന്ന്. കാര്യം നമ്മൾ ലൈറ്റ് ഇടുമ്പം നമുക്ക് വേദന എടുക്കാറൊന്നുമില്ലല്ലോ. ഈ പാർട്ടികൾ നമ്മുടെ ദേഹത്ത് ഇടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേദന എടുക്കണ്ടേ? അങ്ങനെയൊന്നുമില്ല. ആ ഫോഴ്സ് ഭയങ്കര ചെറിയ ഫോഴ്സ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ ലൈറ്റിന് എന്ത് എക്സേർട്ട് ചെയ്യാൻ പറ്റും? ലൈറ്റ് ബീമിന് ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ പറഞ്ഞു ഫോട്ടോണിന് എന്തുണ്ടെന്ന്? മൊമെൻറ്റം ഉണ്ടെന്നല്ലേ? സോ ഇതൊരു സർഫസിലേക്ക് പോയി വീണ് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും ഇത് എവിടെ പോയിട്ട് എന്ത് എക്സേർട്ട് ചെയ്യും? മൊമെൻറ്റത്തിന് ചേഞ്ച് ഉണ്ടാവില്ലേ? ഒരു സർഫസിൽ പോയി വീഴുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. സോ ദർ വിൽ ബി എ ചേഞ്ച് ഇൻ മൊമെൻറ്റം. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഉണ്ടെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ് എന്തെന്ന് പറയുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത്. സോ അവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റം ചേഞ്ച് കാരണമാണ് അതിന് എന്ത് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അങ്ങനെ ഒരു ലൈറ്റ് ബീമിനകത്ത് ഫോട്ടോൺസ് ആണുള്ളത് അല്ലേ? അത് ബീം ഓഫ് ഫോട്ടോൺസ് ആണുള്ളത്. അപ്പോൾ ഈ ഫോട്ടോൺസ് ഒരു സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ റേഡിയേഷൻ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, റേഡിയേഷൻ ഫോഴ്സ്. ഈ ഫോഴ്സ് പെർ ഏരിയ ആണ്, റേഡിയേഷൻ ഫോഴ്സ് പെർ ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്? റേഡിയേഷൻ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോർമൽ ഇൻസിഡൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ സർഫസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ സർഫസിൽ ഇങ്ങനെ നോർമലി വന്ന് വീഴുന്ന കേസസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഞാൻ ഡെറിവേഷനിലേക്ക് പോകുന്നില്ല. ഇക്വേഷൻസ് ഞാൻ നിങ്ങളെ ഒന്ന് റിമെമ്പർ ചെയ്യിക്കുകയാണ്. ഒരു സർഫസ് പെർഫെക്റ്റ്ലി അബ്സോർബിങ് ആണെങ്കിൽ, പെർഫെക്റ്റ്ലി അബ്സോർബിങ് എന്ന് പറഞ്ഞാൽ എന്താ? n ഫോട്ടോൺസ് വന്ന് വീഴാണ് സർഫസിലേക്ക്. സർഫസ് n ഫോട്ടോൺസിനെ എന്ത് ചെയ്തു? അബ്സോർബ് ചെയ്തു. ആരെ എന്ത് ചെയ്തില്ല? റിഫ്ലക്റ്റ് ചെയ്തില്ല. അങ്ങനെയുള്ളൊരു സർഫസ് ആണ് പെർഫെക്റ്റ്ലി അബ്സോർബിങ് സർഫസ്. അവിടെ ഈ ലൈറ്റ് ബീം എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ റേഡിയേഷൻ ഫോഴ്സ് എന്നാണ് വിളിക്കുന്നത്. റേഡിയേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് P/c ആയിരിക്കും, വേർ P is the power of the source and c is the speed of light. ഓക്കെ, ഇനി പവറിനെ നമുക്ക് വേണമെങ്കിൽ ഇൻറ്റൻസിറ്റി ഇൻറ്റീരിയർ എന്ന് എഴുതാൻ പറ്റും. കാര്യം എന്താ? ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് പവർ ബൈ ഏരിയ ആണ്. നിങ്ങൾക്ക് ഇക്വേഷൻസ് ഓർമ്മയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? പവർ ബൈ ഏരിയ ആണ്. ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പവറിനെ എന്തുവാന്ന് എഴുതാൻ പറ്റും? ഇൻറ്റൻസിറ്റി ഇൻറ്റു ഏരിയ എന്ന് എഴുതാൻ പറ്റുമല്ലോ. അതുകൊണ്ട് നമുക്ക് റേഡിയേഷൻ ഫോഴ്സിന് 2 ടൈപ്പ് ഓഫ് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് P/c ആണ്, അതല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഇൻറ്റു ഏരിയ IA/c ആണ്. ഇത് പെർഫെക്റ്റ്ലി അബ്സോർബിങ് സർഫസിൻ്റെ കേസിൽ റേഡിയേഷൻ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, നമുക്കറിയാം പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണെന്ന് അല്ലേ? അപ്പോൾ ഇത് റേഡിയേഷൻ ഫോഴ്സ് ആണെങ്കിൽ റേഡിയേഷൻ പ്രഷർ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതിയായിരിക്കും? ഈ IA/c ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് എന്തോ കിട്ടും? I/c ആണെന്ന് കിട്ടും. ഓക്കെ, ഇതാണ് അതിൻ്റെ ബേസിക് ഇക്വേഷൻസ്. ഓക്കെ, സോ പെർഫെക്റ്റ്ലി അബ്സോർബിങ് സർഫസ് ആണെങ്കിൽ റേഡിയേഷൻ ഫോഴ്സ് നമുക്ക് പറയാം P/c ആണ്, അല്ലെങ്കിൽ I × A/c ആണ്. ഓർ റേഡിയേഷൻ പ്രഷർ എത്രയായിരിക്കും? അത് I/c ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ പറയാണ് പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് ആണെങ്കിൽ ഇത് പോയി ഇടിച്ചിട്ട് തിരിച്ച് വരും അല്ലേ? അപ്പോൾ അവിടെ ഉണ്ടെന്ന് മൊമെൻറ്റേജ് കുറച്ചും കൂടെ കൂടുതലാണ്. അവിടെ വരുന്ന ഇക്വേഷൻസ് ഇങ്ങനെയാണ്. റേഡിയേഷൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻ
p/c അല്ല, അതിൻ്റെ 2 ടൈംസ് ആയിരിക്കും, 2p/c ആയിരിക്കും. 2p/c ഓർ 2 ഇൻറ്റു IA/c. ഇനി ഇവിടുത്തെ റേഡിയേഷൻ പ്രഷറിൻ്റെ ഇക്വേഷൻ എന്തുവാ? അത് 2I/c. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്ത് കിട്ടും? ഇക്വേഷൻസ് കിട്ടും. അപ്പോൾ ഇത് പെർഫെക്റ്റ്ലി അബ്സോർബിംഗ് ആണ്, ഇത് പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ്. ഒരു വ്യത്യാസമേ ഉള്ളൂ, ഇതിൻ്റെ 2 ടൈംസ് ആണ് അവിടെ എല്ലാ ക്വാണ്ടിറ്റീസും വരുന്നത്. പക്ഷേ ഒരു സർഫസും കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റിങ്ങോ കംപ്ലീറ്റ്ലി അബ്സോർബിങ്ങോ അല്ല. എല്ലാ സർഫസും കുറച്ച് ആൾക്കാരെ, കുറച്ച് ഫോട്ടോൺസിന് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. കുറച്ച് ഫോട്ടോൺസിന് എന്ത് ചെയ്യുമായിരിക്കും? റിഫ്ലക്റ്റ് ചെയ്യുമായിരിക്കും. അതാണ് കുറച്ചും കൂടെ എന്താ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു സർഫസ് എന്ന് പറയുന്നത്. ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, പാർഷ്യലി അബ്സോർബിങ് ആൻഡ് പാർഷ്യലി റിഫ്ലക്റ്റിംഗ് സർഫസ് ആണെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെയാണ് റേഡിയേഷൻ ഫോഴ്സിൻ്റെയും റേഡിയേഷൻ പ്രഷറിൻ്റെയും ഇക്വേഷൻ എഴുതുന്നതെന്നാ. ഓക്കെ, അതിന് നമുക്കൊരു എക്സ്ട്രാ ടേമിൻ്റെ ആവശ്യമുണ്ട്. അതിൻ്റെ പേര് R എന്നാണ്, റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ്. റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സർഫസിലേക്ക് 100 ഫോട്ടോൺസ് വന്നു വീണു. ഓക്കെ, 100 ഫോട്ടോൺസ് വന്ന് എന്ത് ചെയ്യുന്നു? ഇൻസിഡൻറ്റ് ചെയ്യുന്നു. 100 ഫോട്ടോൺസും തിരിച്ചു പോയി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റിംഗ് സർഫസാണ്. ഈ 100 ഫോട്ടോൺസും അബ്സോർബ് ചെയ്തു. ഒരു ഫോട്ടോൺ പോലും റിഫ്ലക്ട് ചെയ്തില്ലെങ്കിൽ എന്തൊരു സർഫസാണ്? പെർഫെക്റ്റ്ലി അബ്സോർബിങ് സർഫസാണ്. പക്ഷേ ഇങ്ങനെയല്ല സംഭവിക്കുക. 100 ഫോട്ടോൺസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പേര് പോകും, കുറച്ച് പേര് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. അപ്പോൾ എത്ര പേരെ റിഫ്ലക്ട് ചെയ്തു, എത്ര പേരെ അബ്സോർബ് ചെയ്തു എന്ന് പറയുന്നൊരു ടേമാണ് ഈ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ്. ഫോർ എക്സാമ്പിൾ, 100 ഫോട്ടോൺസ് വന്ന് വീഴുന്നു, 50 ഫോട്ടോൺസ് എന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റിഫ്ലക്റ്റഡ് ഫോട്ടോൺസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് അല്ലേ ഈ റിഫ്ലക്ട് ചെയ്ത അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്? ആ റേഷ്യോ ആണ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ്. അതായത് നമ്പർ ഓഫ് റിഫ്ലക്റ്റഡ് ഫോട്ടോൺസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ് എന്ത്? റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ്. ഇപ്പോൾ 100 ഫോട്ടോൺസ് ഒന്ന് വീഴുന്നു, 50 ഫോട്ടോൺസ് റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് എത്രയായിരിക്കും? 50/100 ആയിരിക്കും. അത് എത്രയായിരിക്കും? 0.5 ആയിരിക്കും. സോ അത് കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ഒരു ഹിൻഡ് ചോദ്യത്തിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാർഷ്യലി അബ്സോർബിങ് ആൻഡ് പാർഷ്യലി റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ കേസിലെ റേഡിയേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് 1+R ഇൻറ്റു p/c ആണ്. ഓക്കെ, അതുപോലെ അല്ലെങ്കിൽ 1+R ഇൻറ്റു എന്തായിരിക്കും? IA/c ആയിരിക്കും. അപ്പോൾ ഇവിടെ കോഎഫിഷ്യൻ്റ് 1 ആണ്, റിഫ്ലക്റ്റിംഗ് ആകുമ്പോൾ അത് 2I, പാർഷ്യലി അബ്സോർബിങ് ആൻഡ് പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആകുമ്പോൾ എത്രയായി? 1+R എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് ആയി. അത് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയൊക്കെ സെയിം ആയിട്ടാണ് വരുന്നത്. ആൻഡ് റേഡിയേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് 1+R ഇൻറ്റു എന്തായിരിക്കും? I/c ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് ഒന്നും പോയിട്ടില്ല. ഞാൻ ഇക്വേഷൻസ് ഒന്ന് റീക്യാപ്പ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഇത് സ്ഥിരമായിട്ട് ഇത് വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇതിന് സിമിലർ ഇക്വേഷൻസ് നിങ്ങൾ എവിടെയും പഠിച്ചിട്ടുണ്ടാവണം? EM-വേവിലും പഠിച്ചിട്ടുണ്ടല്ലേ? കാര്യം രണ്ടും നമ്മൾ ലൈറ്റിനെ പറ്റി തന്നെ പറയുന്നത്. ലൈറ്റ് ബീം എക്സൈഡ് ഫോഴ്സിനെ പറ്റി തന്നെയാണ് രണ്ടിടത്തും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടല്ലോ. ആൻഡ് നോക്കിയേ, നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു ചോദ്യം ചെയ്ത് നോക്കാവേ. ദ റേഡിയേഷൻ പ്രഷർ എക്സേർട്ടഡ് ബൈ 450 watt light source on a perfectly reflecting surface placed 2 meter away from it is. എന്താ കണ്ടുപിടിക്കണ്ടേ? റേഡിയേഷൻ പ്രഷർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് പവർ തന്നിട്ടുണ്ട് 450 watts ആണ്. ലൈറ്റ് സോഴ്സ് ഓൺ എ പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് സർഫസ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ആരുടെ ഇക്വേഷൻ ആയിരിക്കും? പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ ഇക്വേഷൻ ആയിരിക്കുമല്ലോ, അതേ സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഡിയേഷൻ പ്രഷർ ഓൺ എ പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് സർഫസ്. അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? റേഡിയേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ 2I/c എന്നല്ലായിരുന്നോ? റേഡിയേഷൻ പ്രഷർ ആകുമ്പോൾ 2I/c, റേഡിയേഷൻ ഫോഴ്സ് ആണ് 2IA/c എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതിയത്. സോ 2 ഇൻറ്റു I/c എന്ന് നമുക്ക് കിട്ടും. സംശയമുണ്ടോ? പക്ഷെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്തല്ല? ഇൻറ്റൻസിറ്റി അല്ല, നമുക്ക് തന്നിട്ടുള്ളത് പവറാണ്. നമുക്കറിയാം ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അത് പവർ ബൈ ഏരിയ അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇൻറ്റൻസിറ്റി പവർ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? പവർ ബൈ ഏരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ റേഡിയേഷൻ പ്രഷർ ഇസ് ഈക്വൽ ടു 2/c ഇൻറ്റു പവർ ബൈ ഏരിയ അല്ലേ? ഈ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകൂടെ ചോദ്യം വായിച്ചു നോക്കിയേ. പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് സർഫസ് പ്ലേസ്ഡ് അറ്റ് 2 meter away from it is. അതായത് എൻ്റെ കയ്യിൽ ഇതാ ഇവിടെ ഒരു സോഴ്സ് ഉണ്ടേ, ഇതാണ് എൻ്റെ സോഴ്സ് വിചാരിക്കുക. ഈ സോഴ്സിൽ നിന്ന് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാണ്, ഫോട്ടോൺസ് ഇങ്ങനെ പോവുകയാണ്. ഫോട്ടോൺസ് പോകുമ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ട ഇവിടെ നിന്നൊരു 2 meter ദൂരത്തിലുള്ള പോയിന്റിൽ എത്ര ഇൻറ്റൻസിറ്റി ഉണ്ടെന്നാണ്. അതായത് ഒരു 2 meter ആണെന്ന് വിചാരിക്കുക. ഈ ലൈറ്റ് എല്ലാ ഭാഗത്തേക്കുമാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. അതായത്
നമ്മൾ നോക്കുമ്പം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ആ ഒരു സ്ട്രേറ്റ് ലൈൻ മാത്രമല്ല, സ്ട്രേറ്റ് ലൈൻ അല്ല ആര് ട്രാവൽ ചെയ്യുക, ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്, അത് കംപ്ലീറ്റ്ലി ഒരു സ്ഫെറിക്കൽ ഫോർമാറ്റിലല്ലേ ഇതെന്ത് ചെയ്യാൻ പോകുന്നത്, ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ പോവുമല്ലേ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഏരിയ ആരുടെ ഏരിയ ആണ്, ഇവിടെ ഇതാ ഈ ഡിസ്റ്റൻസ് 2 മീറ്റർ ആണെങ്കിൽ 2 മീറ്റർ റേഡിയസ് ഉള്ള ഒരു സ്ഫിയറിൻ്റെ ഏരിയ ആണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സ്ഫിയറിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ. എന്താണ് സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ? അത് 4πr². അപ്പോൾ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് ഏരിയ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, 4πr² നമ്മുടെ സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കൺസിഡർ ചെയ്യും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എന്താണെന്ന് വരും, ദിസ് ഇസ് ഈക്വൽ ടു 2p/c ഇൻറ്റു 4πr², where r is the distance between the source and the നമുക്ക് വേണ്ട റിക്വയർഡ് പോയിന്റ് അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻസിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു പവർ എത്രയാണ്, പവർ 450 അല്ലേ. 2 ഇൻറ്റു 450 ഡിവൈഡഡ് ബൈ സിയുടെ വാല്യൂ 3 ഇൻറ്റു 10⁻⁸ ആണ്, ആൻഡ് 4 ഇൻറ്റു പൈ ഇൻറ്റു 2ൻ്റെ സ്ക്വയർ 4 അല്ലേ. അപ്പോൾ 450 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ അത് 900 ആയി. 900 ബൈ ഇത് എത്രയാണ്, 16 അല്ലേ. അപ്പോൾ 3 ഇൻറ്റു 10⁻⁸ ഇൻറ്റു 16 പൈ എന്നാണ് നമുക്ക് കിട്ടുക. ഇത് സോൾവ് ചെയ്യുമ്പം നമുക്ക് ഏകദേശം എത്രയാണെന്ന് കിട്ടും, 900/3 300 ആണ്. 300/16 പൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം കിട്ടാൻ പോകുന്നത് 6 ഇൻറ്റു 10⁻⁻8 പാസ്കൽ എന്ന് കിട്ടും. ഓക്കെ, നോക്കി ഇത് വളരെ ചെറിയ വാല്യൂ ആണ്. 10⁻⁻6 പാസ്കൽ എന്നൊക്കെ പറഞ്ഞാൽ ആ ഫോഴ്സും ഒക്കെ വരാൻ പോകുന്ന 10⁻⁻8ൻ്റെ റേഞ്ചിലാണ്. അപ്പോൾ അത്രയും ചെറിയ ഫോഴ്സും അത്രയും ചെറിയ പ്രഷറോടെ എക്സേർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോട്ടോൺസ് അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റ് എന്ത് ചെയ്യാൻ പോകുന്നത്, എക്സേർട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമുക്കത് എന്ത് ചെയ്യാത്തത്, നമുക്ക് ഫീൽ ചെയ്യാത്തത്. ഇപ്പം ലൈറ്റ് ഒന്നും നമ്മുടെ ദേഹത്തടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യത്തില്ല, വേദന എടുക്കത്തില്ലല്ലോ. അത് അത്രയും ചെറിയ ഫോഴ്സും ചെറിയ പ്രഷറും എന്ത് ചെയ്യാം, എക്സേർട്ട് ചെയ്യാം. ഓക്കെ, സോ അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം 10⁻⁻8 പാസ്കലിൻ്റെ റേഞ്ചിലേക്കാണ് വരുന്നത്. ഓക്കെ ആണോ പറഞ്ഞത്? അപ്പോൾ അതാണ് ആ ചോദ്യം. അതിൻ്റെ ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ 4 ആണ്, 6 ഇൻറ്റു 10⁻⁻8 പാസ്കൽ. ഓക്കെ അല്ലേ. സോ അതാണ് ആ ചോദ്യം. ഇനി നോക്കി, ഇത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഇലക്ട്രോൺ എമിഷൻ എന്നാണ്. നമ്മൾ ഇനി ചാപ്റ്ററിലേക്ക് ഇങ്ങനെ വരികയാണ്. ഇതൊക്കെ അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണ്. അതിനൊക്കെ പക്ഷേ ചോദ്യം വരാറുണ്ട് അല്ലേ. നോക്കി, ഇപ്പം തന്നെ നമ്മൾ 2 ചോദ്യം ചെയ്തു ഇൻട്രൊഡക്ടറി പാർട്ട് എന്നാണ്. അപ്പോൾ ഇലക്ട്രോൺ എമിഷൻ എന്താണ്? ഇലക്ട്രോൺ എമിഷൻ മെറ്റൽ സർഫസ് നിന്ന് നമുക്ക് ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ പറ്റും, പുറത്തേക്ക് എമിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് കൊടുത്താൽ മതി, സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് എനർജി പ്രൊവൈഡ് ചെയ്താൽ മതി. അതായത് ഇലക്ട്രോൺ എമിഷൻ ഇസ് ബേസിക്കലി ദ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ മെറ്റൽ സർഫസ് വെൻ സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് എനർജി ഈസ് പ്രൊവൈഡഡ്. നമ്മൾ സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എമിറ്റ് ചെയ്യാൻ പറ്റും, ഇജക്റ്റ് ചെയ്യാൻ പറ്റും. ആ പ്രോസസ്സാണ് എന്താ, ഇലക്ട്രോൺ എമിഷൻ. ഇനി അങ്ങനെ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു നമ്മൾ സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് എനർജി കൊടുക്കണമെന്ന്. ആ കൊടുക്കേണ്ടി വരുന്ന സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് എനർജിയുടെ പേരാണ് എന്ത്, വർക്ക് ഫംഗ്ഷൻ. നമ്മൾ ഏതെങ്കിലും എനർജി കൊടുത്താൽ ഇതെന്ത് ചെയ്യത്തില്ല, ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യത്തില്ല. നമ്മൾ കൊടുക്കുന്ന എനർജിക്ക് ഒരു മിനിമം എമൗണ്ട് വേണം. നമ്മൾ മിനിമം എമൗണ്ട് എങ്കിലും കൊടുത്താലേ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റൂ, എമിറ്റ് ചെയ്യാൻ പറ്റൂ. ആ കൊടുക്കേണ്ട മിനിമം എമൗണ്ട് ഓഫ് എനർജിയാണ് എന്തെന്ന് പറയുന്നത്, വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പം ഒരു മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ ഒരു 3 ഇലക്ട്രോൺ വോൾട്ടാണെന്ന് വിചാരിക്കുക. നമ്മൾ 2 ഇലക്ട്രോൺ കൊടുത്താൽ ഇലക്ട്രോൺ ഇറങ്ങി പോകത്തില്ല. നമ്മൾ മിനിമം എത്രയെങ്കിലും കൊടുക്കണം, 3 എങ്കിലും കൊടുക്കണം. എന്നാലേ ഇലക്ട്രോൺ എന്ത് ചെയ്യൂ, എമിറ്റ് ചെയ്യൂ. അപ്പോൾ ഇത് ഓരോ മെറ്റലിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ അല്ല വേറൊരു മെറ്റലിന്. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആരുടെ പ്രോപ്പർട്ടിയാണ്, അത് മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഫ്രം മെറ്റൽ ടു മെറ്റലാണ് ഇത് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. ഓക്കെ, സോ ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കും. ഇനി നമുക്ക് വർക്ക് ഫംഗ്ഷൻ പല രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ദാ നമ്മൾ ഏത് ഫോമിലാണ്, ഏത് ഫോർമാറ്റിലാണ്, ഏത് രീതിയിലാണ് വർക്ക് ഫംഗ്ഷനെ പ്രൊവൈഡ് ചെയ്തതെന്ന് വെച്ചിട്ട് നമുക്ക് എമിഷനെ പലതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എമിഷനാണ് തെർമയോണിക് എമിഷൻ. നമുക്കത് പേര് കേൾക്കുമ്പോഴേ മനസ്സിലാവും, തെർമോ എന്ന് വെച്ചാൽ ഹീറ്റ് എന്ന് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടാവും, നമ്മൾ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യും, ഹീറ്റ് എനർജി പ്രൊവൈഡ് ചെയ്യും. സോ വർക്ക് ഫംഗ്ഷൻ ഇസ് പ്രൊവൈഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് എനർജി. മെറ്റലിനെ ചൂടാക്കും, അപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. ആൻഡ് പിന്നെ പറയുന്നത് എന്തുവാ, ഫീൽഡ് എമിഷൻ. എന്ത് ഫീൽഡ് കൊടുക്കും, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രോൺസിനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ കൂടെ എന്ത് ചെയ്യും, ആക്സിലറേറ്റ് ചെയ്യും. ഇലക്ട്രോൺ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളാണ്. ചാർജ്ഡ് പാർട്ടിക്കിളിനെ
നമ്മളൊരു ഫീൽഡിൽ കൂടെ ഒരു പൊട്ടൻഷ്യൽ ഫീൽഡിൽ കൂടെ ആക്സലറേറ്റ് ചെയ്തതിനകത്ത് അതിനെന്ത് കിട്ടും, അതിന് കൈനറ്റിക് എനർജി എക്വയർ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റും, സർഫസ് നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് എമിഷൻ ആണ്. നമുക്ക് പഠിക്കാനുള്ള എമിഷൻ എന്ത് എമിഷനാ, അത് ഫോട്ടോ ഇലക്ട്രിക് എമിഷനാണ് അല്ലേ. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ? വെൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഓഫ് suitable frequency or wavelength incident on a metal surface, electrons are emitted അല്ലേ. അതായത് ഒരു മെറ്റൽ സർഫസിലേക്ക് ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് വീഴുന്ന സമയത്ത് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ളതാണെങ്കിൽ എല്ലാ റേഡിയേഷനും കൊണ്ടും പറ്റത്തില്ല. സ്യൂട്ടബിൾ ഇപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ പറഞ്ഞ പോലെ വർക്ക് ഫംഗ്ഷൻ ഒക്കെ കൊടുക്കാൻ പറ്റണമല്ലോ. അപ്പോൾ സ്യൂട്ടബിൾ ഫ്രീക്വൻസിയോ വേവ് ലെങ്തോ ഉള്ള ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ മെറ്റലിൽ നിന്ന് എന്ത് ഇജക്റ്റ് ചെയ്യും, ഇലക്ട്രോൺസിനെ നമുക്ക് എമിറ്റ് ചെയ്യാൻ പറ്റും, ഇജക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് എന്ത്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അങ്ങനെ പുറത്തേക്ക് പോകുന്ന ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ കാരണം പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോൺസ് നമ്മൾ എന്ത് വിളിക്കും, ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് വിളിക്കും. ഫോട്ടോ ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായി, കറണ്ടായി അല്ലെ. ഇലക്ട്രോൺസ് കണ്ടിന്യൂസ്ലി എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, കറണ്ടായി. സോ ഇങ്ങനെ ഉണ്ടാവുന്ന കറണ്ടിൻ്റെ പേരെന്താണ്, ഫോട്ടോ കറണ്ട്. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്നോ നമുക്ക് അല്ലെങ്കിൽ എന്ത് പറയാം, ഫോട്ടോ കറണ്ട് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ഒക്കെ NCERT-യിലുണ്ട്, നിങ്ങളതൊന്ന് വായിച്ച് നോക്കിയാൽ മതി. നമുക്ക് കൂടുതലും എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയിൽ നല്ല ക്വസ്റ്റൻസ് ഉണ്ടാവുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്നാണ്. ഓക്കെ. ഇത് ഭയങ്കര ആക്സിഡൻ്റലി ഉണ്ടായ ഡിസ്കവറി ആയിരുന്നു. കുറേ കാലം നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് ഫീൽഡിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് നമുക്ക് കുറേ ഗ്രാഫുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്, ഈ റിസൾട്ട്സ് ഒക്കെ സെയിം ആയിട്ട് ആര് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും വരുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും നമുക്ക് വേവ് തിയറി വെച്ചിട്ട് എന്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവസാനം കുറേ കാലത്തിന് ശേഷമാണ് ആര് വരുന്നത്, ഐൻസ്റ്റീൻ ആണ് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരിക്കലും അത് കണ്ടുപിടിച്ചത് ഐൻസ്റ്റീൻ അല്ല, കണ്ടുപിടിക്കുന്ന ഹെഡ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. പക്ഷേ അവർക്കും അതിനുശേഷം ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ഡിസൈൻ ചെയ്ത ആർക്കും ഇതിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, വേവ് തിയറി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഐൻസ്റ്റീൻ വന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ത് കിട്ടുന്നത്, നോബൽ പ്രൈസ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു നോബൽ പ്രൈസ് കിട്ടിയ വർക്കാണ്. അപ്പോൾ നമ്മളതിനെ അത്രയും ഇമ്പോർട്ടൻസോടെ വേണം എന്ത് ചെയ്യാൻ, പഠിക്കാൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റൻസ് ഒന്ന് ചോദിക്കാറുമുണ്ട്, നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് ചോദിക്കാറുമുണ്ട്. നമ്മൾ പറയാൻ പോകുന്നത് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് കൊടുത്ത എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് ഐൻസ്റ്റീൻസ് എക്സ്പ്ലനേഷൻ. അപ്പോൾ ലൈറ്റ് വന്ന് വീഴുന്നു, ഇലക്ട്രോൺസ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു, ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഇതുവരെയും ആൾക്കാർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത് വേവ് തിയറി വെച്ചിട്ടായിരുന്നു. പക്ഷെ ഒരിക്കലും വേവ് തിയറി വെച്ചിട്ട് തന്നെ നമുക്ക് എഫക്റ്റീവ്ലി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ലൈറ്റിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം, പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്യാം, ഇത് ഫോട്ടോൺസ് ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. ഫോട്ടോൺസ് ആയിട്ടാണ് ഞാനിവിടെ എന്തിനെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, ലൈറ്റിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഫോട്ടോൺ വരും, ഒരു ഫോട്ടോൺ വന്നിട്ട് എവിടെ വന്ന് വീഴും, നമ്മുടെ മെറ്റൽ സർഫസിൽ വന്ന് വീഴും അല്ലേ. ഈ ഫോട്ടോൺ നേരെ വന്ന് ഒരു ഇലക്ട്രോണിനെ നോക്കൗട്ട് ചെയ്യും. അതായത് ഒരു ഫോട്ടോൺ കംപ്ലീറ്റ്, ഒരു ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ കുറച്ച് എനർജിയാണ്, ആ ഫോട്ടോൺ നേരെ വന്ന് ഫോട്ടോൺ എനർജി കംപ്ലീറ്റ്ലി ആർക്ക് കൊടുക്കുകയാണ്, ഇലക്ട്രോണിന് കൊടുക്കുകയാണ്. ഓക്കെ. ഇപ്പോൾ ഒരു ഫോട്ടോൺ ഉണ്ട്, ഫോട്ടോണിന് H nu എന്നൊരു എനർജി ഉണ്ടെന്ന് വിചാരിക്കുക. ഫോട്ടോണിന് H nu എന്നൊരു എനർജി ഉണ്ട്. ഓക്കെ. ഈ എനർജി ഇത് കംപ്ലീറ്റ്ലി ആർക്ക് കൊടുത്തു, ഇലക്ട്രോണിന് കൊടുത്തു. ഇലക്ട്രോണിന് ഇതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, അതിലൊരു വർക്ക് ഫംഗ്ഷൻ ഉണ്ടല്ലോ. എന്താണ് വർക്ക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ, ഇറ്റ്സ് മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ബൈ എൻ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം എ മെറ്റൽ സർഫസ് ആണ് അല്ലേ. നമ്മൾ കൊടുക്കേണ്ട മിനിമം എമൗണ്ട് ഓഫ് എനർജിയാണ്. അപ്പോൾ ആദ്യം ഈ എനർജി വെച്ചിട്ട് ഇലക്ട്രോൺ എന്തിനെ ഓവർകം ചെയ്യും, വർക്ക് ഫംഗ്ഷനെ അങ്ങ് ഓവർകം ചെയ്യും. ഞാൻ വർക്ക് ഫംഗ്ഷനെ ഫൈ എന്നാണ് വിളിക്കുന്നത്. വർക്ക് ഫംഗ്ഷൻ ഫൈ എന്നോ 5 എന്നോ W എന്നോ ഒക്കെ പല ടെക്സ്റ്റ് ബുക്കിലും കാണുന്നുണ്ട്. ഞാനിപ്പോൾ വിളിക്കുന്നത് ഫൈ എന്നാണ്. സോ H nu എനർജിയുടെ ഒരു പാർട്ട് ഇലക്ട്രോൺ എന്തിനു വേണ്ടി യൂസ് ചെയ്യും, വർക്ക് ഫംഗ്ഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ആൻഡ് ബാക്കി വരുന്ന എനർജി എനർജി ഉണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും, അത് നമ്മുടെ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ഓക്കെ. ഇത് ബേസിക്കലി എനർജി കൺസർവേഷനാണ്. ഫോട്ടോണിൻ്റെ എനർജി ആർക്ക് കിട്ടുന്നു, ഇലക്ട്രോണിന് കിട്ടുന്നു. ഇലക്ട്രോൺ അതിൻ്റെ ഒരു പാർട്ട് ഓഫ് എനർജി വർക്ക് ഫംഗ്ഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ആൻഡ് ദ അതർ പാർട്ട് ഓഫ് എനർജി വിൽ ബി യൂസ്ഡ് ഫോർ അക്വയറിംഗ് ദ കൈനറ്റിക് എനർജി ഫോർ ദാറ്റ് ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ ചിലപ്പോൾ വർക്ക് ഫംഗ്ഷനെ ഓവർകം ചെയ്യാനുള്ള എനർജി പോലും ഉണ്ടാവത്തില്ല. അങ്ങനെ അത്രയും വലിയ എനർജി ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും,
ഉണ്ടാവത്തില്ല, അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഒരു വാക്ക് അവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കൂടുകയെന്ന് വെച്ചാൽ എനർജി കൂടുക എന്നാണ്. അപ്പോൾ ഇതിന് സ്യൂട്ടബിൾ ഫ്രീക്വൻസി വേണം. കുറച്ചെങ്കിലും എനർജി ഉണ്ടെങ്കിലേ എന്ത് നടക്കുകയുള്ളൂ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുകയുള്ളൂ അല്ലേ. സോ എനിക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ പറയാൻ പറ്റും, H എന്ന് പറഞ്ഞാൽ 5 + കൈനറ്റിക് എനർജി മാക്സിമം ആണ് അല്ലേ. എന്തിനാണ് മാക്സിമം എന്ന് എഴുതുന്നത്? ഇവിടെ ഇലക്ട്രോണിന് ഈ എനർജി വരെ ഉണ്ടാവാം, പക്ഷേ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന എല്ലാ ഇലക്ട്രോണിനും ആ എനർജി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അത്രയും എനർജി വരെ ആർക്ക് പോസിബിൾ ആണ്? ഇലക്ട്രോണിന് പോസിബിൾ ആണ്. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ എന്താ എനർജീനെ ഇപ്പം ഈനെ നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് എഴുതാം, H nu എന്ന് എഴുതാം, അതല്ലെങ്കിൽ എന്തെന്ന് എഴുതാം, hc/λ എന്ന് എഴുതാം. അത് ഓരോ ചോദ്യത്തിലെ പോലെയാണ്. ഫ്രീക്വൻസി എന്നാൽ നമ്മൾ h nu എഴുതും, ലാംഡ ആണെങ്കിൽ വേവ് ലെങ്ത് ആണെങ്കിൽ എന്തോ എഴുതും, hc/λ എന്ന് എഴുതും. ഇനി വർക്ക് ഫംഗ്ഷൻ ഫൈ അല്ലേ, നമുക്ക് ഫൈയുടെ ഇക്വേഷൻസ് അറിയാം. എന്താ ഫൈ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ h nu0 ആയിരിക്കും, വേർ nu0 ഇത് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അതായത് ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് വന്ന് വീഴുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനുണ്ടാവേണ്ട ഏറ്റവും മിനിമം ഫ്രീക്വൻസിയാണ് എന്ത്, ത്രെഷോൾഡ് ഫ്രീക്വൻസി അല്ലേ. സോ h nu0 ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്, ഫൈ ഇസ് ഈക്വൽ ടു എന്താണ്, hc/λ0. നമുക്കറിയാം ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. അപ്പോൾ ഈ ഫ്രീക്വൻസി ഏറ്റവും ചെറിയ ഫ്രീക്വൻസി മിനിമം ഫ്രീക്വൻസി. മിനിമം ഫ്രീക്വൻസിയിൽ വേവ് ലെങ്ത് എന്തുമായിരിക്കും, വേവ് ലെങ്ത് മാക്സിമം ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ നമ്മുടെ ത്രെഷോൾഡ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ മാക്സിമം വേവ് ലെങ്ത് അറ്റ് വിച്ച് ഇലക്ട്രോൺസ് ക്യാൻ ബി എമിറ്റഡ് അല്ലേ. ഇതിനേക്കാളും വേവ് ലെങ്ത് കൂടി കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഫ്രീക്വൻസിനേക്കാളും കുറഞ്ഞ ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എമിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, സോ ഇവിടെ കൈനറ്റിക് എനർജി മാക്സിമം നമുക്ക് എന്ത് ഇക്വേഷൻ കൊടുക്കാൻ പറ്റും, ഇതിന് നമുക്ക് 12mv² എന്ന ഇക്വേഷൻ കൊടുക്കാൻ പറ്റും. സോ 12mv² 12mv മാക്സിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ പല ചോദ്യത്തിൽ നമുക്കിത് പല രീതിക്ക് എന്ത് ചെയ്യേണ്ടി വരും, അപ്ലൈ ചെയ്യേണ്ടി വരും. അതെങ്ങനെ ചെയ്യണം എന്ന് ഞാൻ ചോദ്യം ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇതാണ് ബേസിക് ഇക്വേഷൻ, h2 = 5 + കൈനറ്റിക് എനർജി മാക്സിമം. ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കുറച്ചധികം ഗ്രാഫുകളുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം, ഞാൻ ഓരോ ഗ്രാഫായിട്ടൊന്ന് മെൻഷൻ ചെയ്തു പോവാം. ഓക്കെ, നോക്കിയേ, ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പ്ലനേഷൻസ്, അതായത് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പ്ലനേഷൻസ്. ഫസ്റ്റ് ഒബ്സർവേഷൻസ് എന്ന് വെച്ചാൽ ഇങ്ങനെയായിരുന്നു, എല്ലാ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് വന്നാണെങ്കിലും എന്തും ഉണ്ടാവത്തില്ല, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവത്തില്ല. There exists a minimum frequency below which photoelectric effect does not happen. ആ മിനിമം ഫ്രീക്വൻസി ആണ് എന്ത്, ത്രെഷോൾഡ് ഫ്രീക്വൻസി. അതിനേക്കാളും കുറഞ്ഞ ഫ്രീക്വൻസി ആണെങ്കിൽ എന്തുണ്ടാവത്തില്ല, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവത്തില്ല. അപ്പം മിനിമം ഫ്രീക്വൻസി ഉണ്ട്, മാക്സിമം വേവ് ലെങ്തും ഉണ്ട്. ഇതിനേക്കാളും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവത്തില്ല, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവത്തില്ല. അതായിരുന്നു ഒന്നാമത്തെ ഒബ്സർവേഷൻ അല്ലേ. അതിനുശേഷമുള്ള ഒബ്സർവേഷൻ ഇറ്റ് വാസ് ആൻ ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് എന്നുള്ളതായിരുന്നു. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വാസ് ആൻ ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് എന്ന് വെച്ചാൽ എന്താ, അവിടെ ടൈം ലാഗ് ഇല്ല. ദർ ഇസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ദ ഇൻസിഡൻസ് ഓഫ് ഫോട്ടോൺസ് ആൻഡ് ദ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ്. എപ്പോഴാണോ ഫോട്ടോൺ വന്ന് വീഴുന്നത് അപ്പം തന്നെ അത് ഇറങ്ങി പോവുക, ഇലക്ട്രോൺ ഇറങ്ങി പോവുക. അവിടെ എന്തുണ്ടാവുന്നില്ല, ടൈം ലാഗ് ഉണ്ടാവുന്നില്ല. പ്രോസസ്സ് എങ്ങനെയാണ്, ഇൻസ്റ്റന്റേനിയസ് ആണ്. ഓക്കെ, ഇത് രണ്ടും അവർക്ക് റെഡിലി മനസ്സിലായ കാര്യങ്ങളാണ്. ആൻഡ് നോക്കിക്കേ, ഇവിടെ ആദ്യത്തെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി വേഴ്സസ് ഫോട്ടോ കറണ്ടിൻ്റെ ഗ്രാഫാണ്. ഓക്കെ, നമുക്കറിയാം ഇൻറ്റൻസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻറ്റൻസിറ്റി ഇസ് ദ എമൗണ്ട് ഓഫ് എനർജി ക്രോസിംഗ് പെർപെൻഡിക്കുലർ ടു എ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് എമൗണ്ട് ഓഫ് ടൈം. ഇൻറ്റൻസിറ്റി നമുക്ക് എന്ത് വെച്ചും പറയാം, നമ്പർ ഓഫ് ഫോട്ടോൺസ് വെച്ചും പറഞ്ഞൂടെ. അതായത് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്, ഇൻറ്റൻസിറ്റി ആർക്ക് പ്രൊപ്പോർഷണൽ ആണ്. ഇൻറ്റൻസിറ്റി കൂടാന്ന് വെച്ചാൽ എന്ത് കൂടാന്നാണ്, നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടാന്നല്ലേ. ഇൻറ്റൻസിറ്റി കൂടാന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുകയെന്നാണ്. നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുവാണെങ്കിൽ നമുക്കറിയാം ഓരോ ഫോട്ടോണും ഓരോ ഇലക്ട്രോണിനെ നോക്ക് ഔട്ട് ചെയ്യുന്ന അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും, നമ്പർ ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ് കൂടും അല്ലേ. നമ്പർ ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ് കൂടും. അങ്ങനെ നമ്പർ ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ് കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാന്ന് വെച്ചാൽ അവിടെ കൂടുതൽ കറണ്ട് ഉണ്ടാവുക എന്നല്ലേ. അപ്പോൾ നമ്പർ ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും, ഫോട്ടോ കറണ്ട് കൂടും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഇൻറ്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു ഫോട്ടോ കറണ്ട് ആണെന്ന് മനസ്സിലായി. അതായത് നിങ്ങൾ ഇൻറ്റൻസിറ്റി വേഴ്സസ് ഫോട്ടോ കറണ്ടിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത്, ഫോട്ടോ കറണ്ട് ആണ്, വൈ ആക്സിസിലെ ഫോട്ടോ കറണ്ട് ആണ്, അതല്ലേ നമ്മൾ മെഷർ ചെയ്യേണ്ടത്. ഫോട്ടോ കറണ്ട് വേഴ്സസ് ഇൻറ്റൻസിറ്റി ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ.
കാര്യം എന്താ? ഇവർ പ്രൊപ്പോർഷണൽ. ഇൻറ്റൻസിറ്റി 0 ആകുമ്പോൾ ഫോട്ടോ കറണ്ട് ഇല്ല. ആസ് ദ ഇൻറ്റൻസിറ്റി ഇൻക്രീസസ് ദ ഫോട്ടോ കറണ്ട് ഓൾസോ ഇൻക്രീസസ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രാഫ്. ദ ഗ്രാഫ് വേഴ്സസ് ഫോട്ടോ കറണ്ട് ആൻഡ് ഇൻറ്റൻസിറ്റി വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ പാരലൽ പാസിംഗ് ത്രൂ ഒറിജിൻ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ഗ്രാഫ്. ഇനി നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എഫക്റ്റ് ഓഫ് അപ്ലൈഡ് പൊട്ടൻഷ്യൽ ആൻഡ് ഫോട്ടോ കറണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നു. ആദ്യം നമ്മൾ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യാതെ മെറ്റൽ മാത്രം വെക്കുകയാണ്. മെറ്റലിലേക്ക് എന്ത് ഇൻസിഡൻറ്റ് ചെയ്യിക്കുന്നു? മെറ്റലിലേക്ക് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യിക്കുന്നു. നമ്മൾ സാധാരണ വിചാരിക്കുന്ന, അതായത് നമുക്ക് സാധാരണ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ പൊട്ടൻഷ്യൽ ഒന്നും അപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവത്തില്ല? കറണ്ട് ഉണ്ടാവത്തില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ അപ്ലൈഡ് വോൾട്ടേജ് ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും കുറച്ച് കറണ്ട് ഉണ്ടാവും. അതായത് കാര്യം എന്താ? നമ്മൾ വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്തില്ലെങ്കിലും മെറ്റലിലേക്ക് ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കും? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുമല്ലോ. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാരണം അവിടെ കുറച്ച് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇമിറ്റ് ചെയ്യും. ആ കുറച്ച് ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവണം? ആനോഡിലേക്ക് പോകുന്നുണ്ടാവണം. സോ അത് കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ 0 ആണെങ്കിൽ പോലും അവിടെ ഒരു നോൺ സീറോ എന്തോ ഉണ്ട്? ഫോട്ടോ കറണ്ട് ഉണ്ട്. അതിനുശേഷം എന്ത് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ കൂട്ടാണ്. സോ ആസ് വി ഇൻക്രീസസ് ദ ആനോഡ് പൊട്ടൻഷ്യൽ, അതായത് നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യലാണ് ആനോഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, അന്നേരം കിട്ടുന്ന കറണ്ടാണ് എന്ത്? ഫോട്ടോ കറണ്ട്. സോ ഇവിടെ നമ്മൾ ഫോട്ടോ കറണ്ടും ഇവിടെ നമ്മൾ എന്തുവാ പ്ലേസ് ചെയ്യുന്നത്? ആനോഡ് പൊട്ടൻഷ്യലാണ് പ്ലേസ് ചെയ്യുന്നത് അല്ലേ. സോ ആസ് ദ പൊട്ടൻഷ്യൽ ഇൻക്രീസസ് ദ ഫോട്ടോ കറണ്ട് ഓൾസോ ഇൻക്രീസസ്. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് അങ്ങ് മാറും. ഓക്കെ, കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ മെറ്റൽ സർഫസ് ഉണ്ട്, അതിൽ നിന്ന് അതൊരു 100 ഇലക്ട്രോണിനെ പോകാൻ പറ്റുള്ളൂ വിചാരിക്കും. നമ്മൾ പൊട്ടൻഷ്യൽ കൂട്ടുന്തോറും ആ ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും? ആനോഡിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഞാനൊരു പെർട്ടോൺ വോൾട്ടേജ് വരെ എത്തിച്ചപ്പോഴേക്കും ആകെ 100 പേർക്കേ പോകാൻ പറ്റൂ. ഈ 100 പേരും അങ്ങ് പോയി. പിന്നെ നമ്മൾ ഇനി എത്ര വോൾട്ടേജ് കൂട്ടിയിട്ടും കാര്യമില്ലല്ലോ, എക്സ്ട്രാ ഇലക്ട്രോൺ അവിടെ നിന്ന് പോകാനില്ലല്ലോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതെന്താവും? ഇതങ്ങ് സാച്ചുറേറ്റഡ് ആവും. ഇതിൻ്റെ വാല്യൂ എന്താവും? കോൺസ്റ്റൻ്റ് ആവും. അങ്ങനെ എപ്പോഴാണോ ഈ വാല്യൂ കോൺസ്റ്റൻ്റ് ആവുന്നത് അന്നേരമുള്ള കറണ്ടിൻ്റെ പേരാണ് സാച്ചുറേറ്റഡ് ഫോട്ടോ കറണ്ട്. സാച്ചുറേറ്റഡ് ഫോട്ടോ കറണ്ട്, അതായത് ഈ വാല്യൂ സാച്ചുറേറ്റഡ് ഫോട്ടോ കറണ്ടിൻ്റെ വാല്യൂയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇനി എത്ര പൊട്ടൻഷ്യൽ കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല, എന്ത് കൂടത്തില്ല? ഫോട്ടോ കറണ്ട് ഇൻക്രീസ് ചെയ്യത്തില്ല അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പം നമ്മൾ പോസിറ്റീവായിട്ടാണ് എന്ത് കൊടുക്കുന്നത്? പൊട്ടൻഷ്യൽ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നെഗറ്റീവായിട്ട് പൊട്ടൻഷ്യൽ കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ കറണ്ട് ഡിക്രീസ് ചെയ്യണ്ടേ? ഇങ്ങനെ എടുത്താൽ ഫോട്ടോ കറണ്ട് കൂടുമെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഫോട്ടോ കറണ്ട് എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നേരെ ഡിക്രീസ് ചെയ്ത് എന്തിലേക്ക് വരും? 0യിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഏതോ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ, ഏതോ ഒരു പർട്ടിക്കുലർ അപ്ലൈഡ് പൊട്ടൻഷ്യലിൽ എന്ത് 0 ആയിട്ട് മാറി? നമ്മുടെ ഫോട്ടോ കറണ്ട് 0 ആയിട്ട് മാറി അല്ലേ. സോ ഏത് അപ്ലൈഡ് പൊട്ടൻഷ്യലിനാണോ, ഇത് നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്, അതായത് നമ്മൾ നേരത്തെ പോസിറ്റീവായിട്ട് പൊട്ടൻഷ്യൽ കൊടുക്കുന്നു, ഇപ്പം നമ്മൾ പൊളാരിറ്റി അങ്ങ് റിവേഴ്സ് ചെയ്യും, അത്രയേ ഉള്ളൂ. പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുമ്പോൾ വോൾട്ടേജ് എന്തായി? നെഗറ്റീവായി, നെഗറ്റീവ് പൊട്ടൻഷ്യലായി. സോ ഏത് നെഗറ്റീവ് പൊട്ടൻഷ്യലിലാണോ ഫോട്ടോ കറണ്ട് 0 ആവുന്നത് ആ നെഗറ്റീവ് പൊട്ടൻഷ്യലിൻ്റെ പേരാണ് എന്ത്? നമ്മുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഓർ കട്ട് ഓഫ് വോൾട്ടേജ്. സോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇസ് ദ നെഗറ്റീവ് പൊട്ടൻഷ്യൽ അറ്റ് വിച്ച് ഫോട്ടോ കറണ്ട് ബിക്കംസ് 0. അപ്പോൾ ഇതാരാ? ഇതിൻ്റെ പേര് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നാണ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നോ കട്ട് ഓഫ് വോൾട്ടേജ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. സോ സാച്ചുറേറ്റഡ് ഫോട്ടോ കറണ്ട് അതിൻ്റെ മാക്സിമം വാല്യൂ ആണ്. ആൻഡ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മുടെ മിനിമം വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ അറ്റ് വിച്ച് ദ ഫോട്ടോ കറണ്ട് ബിക്കംസ് 0. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ നമുക്കത് ആ ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ. നമ്മുടെ ഇക്വേഷൻ എന്താ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഇക്വേഷൻ എന്താ? Hν = 5 + കൈനറ്റിക് എനർജി എന്നല്ലേ. നമുക്കറിയാം ഇലക്ട്രോൺ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളാണ്. ഈ ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഒരു പൊട്ടൻഷ്യൽ കൂടെ ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് സ്റ്റോർ ആവും? കൈനറ്റിക് എനർജി സ്റ്റോർ ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെയും കൂടെ എഴുതാൻ പറ്റും. Hν = 5 + eV0, where E is the charge of electron and V is the stopping potential, the potential through which electron is accelerated. അപ്പോൾ instead of kinetic energy Q into V for a charged particle. അപ്പോൾ നമുക്ക് instead of Q into V നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും? E into V0 ഒന്നും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലേ. സോ Hν = 5 + eV0. ക്ലിയർ? ഇനി ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഏതാ?
നമ്മുടെ ഫോട്ടോ കറണ്ട് വേഴ്സസ് ആനോഡ് പൊട്ടൻഷ്യലിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇനി നമ്മൾ ഇതേ ഗ്രാഫ് ഇതിനൊന്ന് മോഡിഫൈ ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ മോഡിഫൈ ചെയ്യും നോക്കിക്കേ. ഇതേ സെയിം സാധനം. ഓക്കെ, ഇവിടെ നമ്മൾ ഫ്രീക്വൻസിയും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും എന്തായിരുന്നു? ഇവിടെ രണ്ടും കോൺസ്റ്റൻ്റ് ആയിരുന്നു. എന്ത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ? അപ്ലൈഡ് വോൾട്ടേജ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫ്രീക്വൻസി അങ്ങ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നിട്ട് ആരെ മാറ്റും? ഇൻറ്റൻസിറ്റിയെ കൂട്ടി കൊണ്ടുവരും. ഓക്കെ, ഞാനൊരു 3 ഇൻറ്റൻസിറ്റിയിൽ ഇത് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഗ്രാഫ് സെയിമേ കിട്ടും. കാര്യം എക്സ് ആക്സിസ് ആനോട് പൊട്ടൻഷ്യലാണ്, വൈ ആക്സിസ് എന്തുവാ? നമ്മുടെ കറണ്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരേ ഗ്രാഫിൽ 3 പ്ലോട്ട്സ് ഉണ്ടാക്കും. ഓക്കെ, അപ്പം ഞാൻ ആദ്യം നോക്കുമ്പം എൻ്റെ ആദ്യത്തെ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കുന്നു. ഇത് ഒരു I1 ഇൻറ്റൻസിറ്റിയാണ്. ഓക്കെ, ഇത് I1 ഇൻറ്റൻസിറ്റി. ഇവിടെ ഇൻറ്റൻസിറ്റി മാത്രമേ മാറ്റുന്നുള്ളൂ. ആര് കോൺസ്റ്റൻ്റാ? ഫ്രീക്വൻസി കോൺസ്റ്റൻ്റാ. സോ ഇവിടെ ഇത് I1 ഇൻറ്റൻസിറ്റിയുടെ കർവാണ്. നോക്കിക്കേ, ഇവിടുന്ന് ഇങ്ങനെ കൂടുന്നു, എന്നിട്ട് അത് എന്താവുന്നു? സാച്ചുറേറ്റഡ് ആവുന്നു. ആൻഡ് ഇങ്ങോട്ടേക്ക് വന്ന് കുറഞ്ഞ് സ്റ്റോപ്പ് പൊട്ടൻഷ്യൽ എന്തായിട്ട് മാറുകയാണ്? 0 ആയിട്ട് മാറുകയാണ്. ആൻഡ് ഞാൻ ഇൻറ്റൻസിറ്റി കൂട്ടി, I1നേക്കാളും കൂടിയ ഇൻറ്റൻസിറ്റി I2 കൊടുത്തു. അപ്പോൾ നമുക്ക് ഗ്രാഫ് ഇങ്ങനെ കിട്ടും. ഇതാണ് I2 ഇൻറ്റൻസിറ്റി. ഇവിടെ എന്താ സംഭവിച്ചേ? ഇവിടെ സാച്ചുറേറ്റഡ് ഫോട്ടോ കറണ്ട് കൂടി, പക്ഷേ ആര് മാറിയില്ല? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറിയില്ല അല്ലേ? അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ഇൻറ്റൻസിറ്റി കൊണ്ട് കൊടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റൻസിറ്റി പിന്നെയും കൂട്ടി, ഇതാ I3 ഇൻറ്റൻസിറ്റി കൊടുത്തു. അപ്പോൾ ഗ്രാഫ് എങ്ങനെ കിട്ടി? ഗ്രാഫ് ഇങ്ങനെ കിട്ടി. ഇവിടെ I3 ഗ്രേറ്റർ ദാൻ I2 ഗ്രേറ്റർ ദാൻ I1 എന്നാണ്. അതായത് ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന എന്താ? ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ആര് കൂടുന്നുണ്ട്? സാച്ചുറേറ്റഡ് ഫോട്ടോ കറണ്ട് കൂടുന്നുണ്ട്. പക്ഷെ ആര് കൂടുന്നില്ല? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുകയോ കുറയോ ചെയ്യുന്നില്ല. അതായത് അറ്റ് എ കോൺസ്റ്റന്റ് ഫ്രീക്വൻസി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇൻറ്റൻസിറ്റി അല്ലേ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് ഇൻറ്റൻസിറ്റിയുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അതായത് ഇവിടെ ഫ്രീക്വൻസി മാറുന്നില്ലെങ്കിൽ ഇൻറ്റൻസിറ്റി മാത്രമേ മാറുന്നുള്ളൂന്നുണ്ടെങ്കിൽ ആര് മാറത്തില്ല? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യത്തില്ല. അതെന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ ആ എക്സ്പ്ലനേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കറിയാം H എന്ന് പറഞ്ഞാൽ 5 + EV0 നമ്മൾ ഇവിടെ കണ്ടതാണ്. H = 5 + E0 ആണ്. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഫ്രീക്വൻസി എന്തുവാന്ന്? ഫ്രീക്വൻസി കോൺസ്റ്റൻ്റാണ് അല്ലേ? ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ന്യൂ കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ ആര് കോൺസ്റ്റൻ്റ് ആവും? H ന്യൂ കോൺസ്റ്റൻ്റ് ആവും. എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ്റെ ആര് കോൺസ്റ്റൻ്റാ? LHS കോൺസ്റ്റൻ്റാ. LHS കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആര് മാറാൻ പാടില്ല? RHS കോൺസ്റ്റൻ്റ് ആയാലും പറ്റും, അതും ചേഞ്ച് ചെയ്യാൻ പാടുണ്ടോ? RHS ആരൊക്കെ ഉണ്ട്? ഇത് 5 ആണ്. മെറ്റൽ മാറിയില്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ മാറത്തില്ല. പിന്നെ ഇനി ആരാ ഉള്ളത്? E × V0 ഈസ് എ കോൺസ്റ്റൻറ്റ് 1.6 × 10⁻⁻19 ചാർജ് ഓഫ് ഇലക്ട്രോൺ. അത് മാറത്തില്ല. ആർക്കും മാറാൻ പറ്റത്തില്ല, V0യ്ക്ക് മാറാൻ പറ്റത്തില്ല. കാര്യം ഫ്രീക്വൻസി മാറുന്നില്ലെങ്കിൽ ഈ ടേം ആരും മാറരുത്. അപ്പോൾ V0യ്ക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ചേഞ്ച് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് V0 എന്തായിരിക്കും? അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ V0യ്ക്ക് കണക്ഷൻ ആരുമായിട്ടാണ്? ഫ്രീക്വൻസിയുമായിട്ടാണ്. അതെന്ത് ചെയ്യത്തില്ല? ഇൻറ്റൻസിറ്റി മാറുമ്പോൾ മാറത്തില്ല. സോ അറ്റ് എ കോൺസ്റ്റന്റ് ഫ്രീക്വൻസി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിൽ ബി ഇൻഡിപെൻഡന്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. അപ്പോൾ ഇൻറ്റൻസിറ്റി മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ ആര് കൂടും? സാച്ചുറേറ്റഡ് ഫോട്ടോ കറണ്ട് കൂടും. കാര്യം നമുക്കറിയാം ഫോട്ടോ കറണ്ട് പ്രൊപ്പോർഷണൽ ടു എന്തുവാന്ന്? ഇൻറ്റൻസിറ്റിയാണ്. പക്ഷേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുമോ? ഇല്ല. അപ്പോൾ അതാണ് ഈ റിലേഷൻ. ഈ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ 2 or 3 കർവ് തന്നിട്ട് ഇതിൽ ആർക്കാണ് ഇൻറ്റൻസിറ്റി കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതുക? ആർക്കാണോ സ്റ്റോപ്പിംഗ് ആർക്കാണോ നമ്മുടെ സാച്ചുറേറ്റഡ് ഫോട്ടോ കറണ്ട് കൂടുതൽ, അയാൾക്ക് എന്ത് കൂടുതലായിരിക്കും? ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഇത് നമ്മൾ നേരെ തിരിക്കാൻ പോവുക. ഇവിടെ നമ്മൾ ഇൻറ്റൻസിറ്റി മാറ്റി ആരെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു? ഫ്രീക്വൻസിയെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവുക? ഞാൻ ഫ്രീക്വൻസിയെ ചേഞ്ച് ചെയ്യും. ആരെ കോൺസ്റ്റൻ്റ് ആക്കും? ഇൻറ്റൻസിറ്റിയെ കോൺസ്റ്റൻ്റ് ആക്കും. ഓക്കെ, നോക്കിയേ, ഇവിടെ ആദ്യം ഞാൻ ഒരു ഫ്രീക്വൻസിയിൽ ഒരു ഗ്രാഫ് വരച്ചു. ഇതെൻ്റെ ν1 ഫ്രീക്വൻസി എന്ന് വിചാരിക്കുക. എൻ്റെ ν1 ഫ്രീക്വൻസിയുടെ ഗ്രാഫാണ്. ആൻഡ് ഞാൻ എന്ത് ചെയ്തു? ഇനി അടുത്ത ഫ്രീക്വൻസിയിൽ ഒരു ഗ്രാഫ് വരച്ചു. അടുത്ത ഫ്രീക്വൻസിയിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇവിടെ ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റാണ്, ഫ്രീക്വൻസി മാത്രമേ മാറുന്നുള്ളൂ. ഇൻറ്റൻസിറ്റി മാറുന്നില്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫോട്ടോ കറണ്ട് മാറരുതല്ലോ. കാര്യം അവരല്ലേ പ്രൊപ്പോർഷണലായിട്ട് വരുന്ന ആൾക്കാർ. അപ്പോൾ അടുത്ത കർവെന്ന് വെച്ചാൽ ഇങ്ങനെ. ഇവിടെ ആരാ മാറിയേ? ν2 ആയപ്പം ഇതിനെ ഞാൻ V01, ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്രീക്വൻസിയുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇതാരാ? ഇത് V02. അപ്പോൾ ഇത് ഇങ്ങോട്ട് നീങ്ങുമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒരു ഗ്രാഫും കൂടെ വരച്ച് നോക്കണം. അപ്പോൾ ഞാൻ ഫ്രീക്വൻസി പിന്നെയും കൂട്ടി. ഫ്രീക്വൻസി എത്രയാക്കി? ഫ്രീക്വൻസി ν3 ആക്കി. ഇതാണ് ν3. അപ്പോൾ ഇതെന്തായി? V03 ആയില്ലേ? ഓക്കെ ആണോ?
നോക്കിക്കേ, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ, ഇവിടെ ഞാൻ ഫ്രീക്വൻസിയാണ് ചേഞ്ച് ചെയ്തത്. ഇവിടെ ഫ്രീക്വൻസി μ3 greater than μ2 greater than μ1 എന്നാണ്. So as the frequency increases, the stopping potential becomes more and more negative. അതായത് ഇങ്ങനെ ഓർത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ 5 വോൾട്ട് അപ്ലൈ ചെയ്യുന്നു. 5 വോൾട്ട് നെഗറ്റീവായിട്ട് അപ്ലൈ ചെയ്താൽ എനിക്ക് ഫോട്ടോ കറണ്ട് എന്താക്കാൻ പറ്റും? 0 ആക്കാൻ പറ്റും അല്ലേ? ഇപ്പോൾ പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ 5 കൊടുത്താൽ പോരാ, ഒരു 10ഓ 15ഓ കൊടുക്കേണ്ടി വരും. ആരെ 0 ആക്കാൻ? നമ്മുടെ ഫോട്ടോ കറണ്ടിനെ 0 ആക്കാൻ. ഇനി കുറച്ചുകൂടെ ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ അത്രയും പോലും കൊടുത്താൽ പോരാ, കുറച്ചും കൂടെയും വോൾട്ടേജ് ഞാൻ നെഗറ്റീവായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതായത് പൊളാരിറ്റി മാറ്റിയാൽ മതി, അല്ലാതെ നമ്മൾ വോൾട്ടേജ് കൂട്ട് തന്നെയാണ്. അതിൻ്റെ സൈൻ എന്ത് ചെയ്യുന്നേ ഉള്ളൂ? റിവേഴ്സ് ചെയ്യുന്നേ ഉള്ളൂ. കാര്യം ഇപ്പോൾ 5 വോൾട്ട് നെഗറ്റീവായിട്ട് കൊടുക്കുന്നു, 10 വോൾട്ട് നെഗറ്റീവായിട്ട് കൊടുക്കുന്നു, 15 വോൾട്ട് നെഗറ്റീവായിട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? നമ്മുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മോർ ആൻഡ് മോർ നെഗറ്റീവ് ആവും. അത് കൂടുതൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലേ? സോ ആസ് ദ ഫ്രീക്വൻസി ഇൻക്രീസസ്, ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഓൾസോ ഇൻക്രീസസ്. അതെന്തുകൊണ്ടായിരിക്കും? നമുക്ക് ഇതുപോലൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്താ? h nu is equal to 5 plus ev0 എന്നല്ലേ? നോക്കിക്കേ, ഇവിടെ നമ്മൾ ആരെ കൂട്ടാണ്? ഫ്രീക്വൻസി കൂട്ടാണ്. ഇവിടെ നോക്കിയേ, ഫ്രീക്വൻസി കൂട്ടുന്നു. ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ h nu മൊത്തത്തിൽ കൂടും അല്ലേ? അതായത് നമ്മുടെ LHS എന്ത് ചെയ്യും? LHS ഇൻക്രീസ് ചെയ്യും. LHS ഇൻക്രീസ് ചെയ്താൽ കറസ്പോണ്ടിങ് ചേഞ്ച് എവിടെ ഉണ്ടാവണം? RHS ഉണ്ടായേ പറ്റൂ. RHS 2 പേരുണ്ട്. ഒന്ന് 5 5ക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, കാര്യം മെറ്റൽ മാറിയില്ലെങ്കിൽ 5 മാറത്തില്ല. ഇതൊരു കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഇതിനെ കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ഉണ്ടാകുന്ന ചേഞ്ച് ആര് മാനേജ് ചെയ്തേ പറ്റൂ? ev0 മാനേജ് ചെയ്യണ്ടേ? ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അവിടെ ആര് ഇൻക്രീസ് ചെയ്തേ പറ്റൂ? നമ്മുടെ v0 ഇൻക്രീസ് ചെയ്തല്ലേ പറ്റൂ അല്ലേ? സോ ആസ് ദ ഫ്രീക്വൻസി ഇൻക്രീസസ്, എനർജി കൂടും. അത് കൂടുമ്പോൾ ആര് കൂടും? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടും. എന്ന് വെച്ചാൽ എനർജി കൂടിയ റേഡിയേഷൻ ആണെങ്കിൽ വി ഹാവ് ടു അപ്ലൈ മോർ വോൾട്ടേജ് ഇൻ ദ നെഗറ്റീവ് സെൻസ് ടു മേക്സ് ദ ഫോട്ടോ കറണ്ട് 0 അല്ലേ? സോ ഫ്രീക്വൻസി കൂടി ആര് കൂടും? നമ്മുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടും. അതായത് ഇങ്ങനെ ഓർത്താൽ മതി, നമ്മുടെ സാച്ചുറേറ്റഡ് ഫോട്ടോ കറണ്ട് ഇൻറ്റൻസിറ്റി മാറുമ്പോഴാണ് മാറുന്നത്. അവർ തമ്മിലാണ് റിലേഷൻ. അതുപോലെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഫ്രീക്വൻസി മാറുമ്പോഴാണ് മാറുന്നത്. അവരായിട്ടാണ് കണക്ഷൻ. ഓക്കെ ആണോ പറഞ്ഞത്? അപ്പോൾ അതാണ് അടുത്ത ഗ്രാഫ്. ഓക്കെ, ആൻഡ് ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഫ്രീക്വൻസിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും പ്രപ്പോർഷണലാണ്. നമ്മുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ പ്രപ്പോർഷണൽ ടു എന്താണെന്ന്? ഫ്രീക്വൻസി ആണെന്ന്. അപ്പോൾ ഞാൻ അടുത്ത ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത് ഇത് വെച്ചിട്ടാണ്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് ഫ്രീക്വൻസി. ഓക്കെ, y ആക്സിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, x ആക്സിൽ എന്താ? ഫ്രീക്വൻസി. അപ്പോൾ ഞാൻ പല മെറ്റൽ എടുക്കാൻ പോകും. ഇനി പല മെറ്റൽ നമ്മൾ എന്ത് വരയ്ക്കുന്നു? പല ഗ്രാഫ് വരയ്ക്കുന്നു. അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രേറ്റ് ആയിരിക്കില്ലേ? കാര്യം ഇവർ ഡയറക്ട്ലി റിലേറ്റഡ് ആണല്ലേ നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പോൾ ഈ ഗ്രാഫൊക്കെ ഇപ്പം ഞാൻ ആദ്യം ഒരു മെറ്റലിൻ്റെ ഗ്രാഫ് വരച്ചേ. ഇത് എ എന്ന് പറഞ്ഞ മെറ്റലിൻ്റെ ഗ്രാഫാണ്. ഇതുപോലെ ഞാൻ വേറൊരു മെറ്റൽ എടുത്തിട്ട് അതിനും എന്ത് വരച്ചു? ഗ്രാഫ് വരച്ചു. ആ ഗ്രാഫ് എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇങ്ങനെയാണ് കിട്ടിയത്. എന്താ ഇവരുടെ പ്രത്യേകത? ഇവിടെ രണ്ടുപേരുടെ എന്ത് സെയിം ആണ്? സ്ലോപ്പ് സെയിം ആണ് അല്ലേ? അപ്പോൾ ഞാൻ ഏതൊക്കെ മെറ്റൽ എടുത്തിട്ട് ഗ്രാഫ് വരച്ചാൽ ഇവരുടെ സ്ലോപ്പ് എന്തായിട്ടേ കിട്ടൂ? സെയിം ആയിട്ടേ കിട്ടൂ. ഓക്കെ ആണോ? അതെന്തുകൊണ്ടായിരിക്കും? ഇവിടെ y ആക്സിസിൽ v0യും x ആക്സിൽ എന്തുമാണ് ഉള്ളത്? ന്യൂ ആണുള്ളത്. നമ്മുടെ ഇത് വരുന്ന ഇക്വേഷൻസ് ഉണ്ട്. എന്താ ഇക്വേഷൻ? h nu is equal to 5 plus ev0. y ആക്സിസിൽ v0 ആയതുകൊണ്ട് ഞാൻ ev0 is equal to h nu minus 5 എന്ന് എഴുതാണ്. therefore v0 എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? h by e into nu minus 5 by e ആയിരിക്കത്തില്ലേ? നോക്കിക്കേ, ഇത് എന്ത് ഫോമാ? ഇത് y ആണ്, ഇത് x ആണ്. അപ്പോൾ നമുക്കിത് എന്ത് ഫോമിലേക്ക് കിട്ടി? ഇത് y is equal to mx plus c എന്ന് പറയുന്ന ഫോമാറ്റിലേക്ക് കിട്ടിയില്ലേ? നോക്കിക്കേ, ഇവിടെ m ആണ് സ്ലോപ്പ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആരാ? ഇവിടുത്തെ സ്ലോപ്പ് m എന്ന് പറഞ്ഞാൽ അത് h by e ആണ്. h ഒരു കോൺസ്റ്റൻ്റ് ആണ്, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. e എന്ന് പറഞ്ഞാൽ അതെന്താ? e എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർജ് ഓഫ് ഇലക്ട്രോണാണ്. നമ്മളിനി ഏതൊക്കെ മെറ്റലിൻ്റെ ഗ്രാഫ് വരച്ചാലും h by എന്ന് പറയുന്ന വാല്യൂ ചേഞ്ച് ചെയ്യുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാ മെറ്റലിനും ഗ്രാഫ് വരച്ചാലും എന്ത് സെയിം ആയിരിക്കും? നമ്മുടെ സ്ലോപ്പ് സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ അതാണ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ. ഇനി അതുകൊണ്ടാണ് ഏത് മെറ്റൽ വെച്ചിട്ട് ഗ്രാഫ് വരച്ചാലും എന്ത് മാറാത്തേ? സ്ലോപ്പ് മാറാത്ത. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാം. അതായത് രണ്ട് മെറ്റൽ തരുവേ, എന്നിട്ട് അവരുടെ ഗ്രാഫും തരും, അല്ലെങ്കിൽ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പിൻ്റെ റേഷ്യോ എന്താണെന്ന് ചോദിക്കും. ഏതൊക്കെ മെറ്റൽ വെച്ച് കഴിഞ്ഞാലും അവരുടെ സ്ലോപ്പിൻ്റെ റേഷ്യോ എന്ത് ചെയ്യത്തില്ല? ചേഞ്ച് ചെയ്യത്തില്ല. കാര്യം സ്ലോപ്പിൻ്റെ റേഷ്യോ 1:1 എന്നേ വരും. എല്ലാവർക്കും എന്തോ സ്ലോപ്പ് h by e അല്ലേ സ്ലോപ്പ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിന് വേണമെങ്കിൽ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇനി
സി എന്ന് പറഞ്ഞ ആരാ? സി എന്ന് പറഞ്ഞത് വൈ ഇന്റർസെപ്റ്റാ. വൈ ഇന്റർസെപ്റ്റ് സി, അതെത്രയാണ്? -5/e. എന്താ വൈ ഇന്റർസെപ്റ്റ് എന്ന് വെച്ചാൽ ഗ്രാഫ് ഒന്ന് വൈ ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് വൈ ഇന്റർസെപ്റ്റ്. ഇവിടെ എന്തിനാ അത് നെഗറ്റീവ് ആയത്? കാര്യം ഇത് മീറ്റ് ചെയ്യുന്ന നെഗറ്റീവ് വൈ ആക്സിസിലാണ്. നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് എക്സ്ട്രാപൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ വരുമോ? ഇത് ഇങ്ങനെയല്ലേ വരുന്നത്? ഈ രണ്ട് ഗ്രാഫും നമ്മൾ ഏത് ഗ്രാഫ് വരച്ചാലും അത് ബീറ്റ് ചെയ്യാൻ പോകുന്നത് എവിടെ ആയിരിക്കും? നെഗറ്റീവ് വൈ ആക്സിസ് ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ എന്ത് കിടക്കുന്നത്? നെഗറ്റീവ് കിടക്കുന്നത്. ആൻഡ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും എന്ത്? 5/e എന്ന് പറയുന്നത്. സോ നോക്കിക്കേ, ഇതെൻ്റെ എ എന്ന് പറയുന്ന മെറ്റൽ അല്ലയോ? ഇതിൻ്റെ വൈ ഇന്റർസെപ്റ്റ് എന്തുമായിരിക്കും? 5a/e ആയിരിക്കും. ഇത് ബിയുടെ അല്ലേ? ബിയുടെ വൈ ഇന്റർസെപ്റ്റ് എന്തുമായിരിക്കും? 5b/e ആയിരിക്കും. നോക്കി, ഇവിടെ നമുക്ക് വേണമെങ്കിൽ വേറൊരു ചോദ്യം ചോദിക്കാം. ഇങ്ങനൊരു ഗ്രാഫ് തരുകയാണ്, എയും ബിയും തരുന്നു. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇതിലേത് മെറ്റലിനാണ് വർക്ക് ഫംഗ്ഷൻ കൂടുതലെന്ന്. ഇവിടെ ഈ ഒരു കോൺസ്റ്റൻ്റാണ് അല്ലേ? അപ്പോൾ ആർക്കാണോ വൈ ഇന്റർസെപ്റ്റ് കൂടുതൽ അയാൾക്ക് എന്ത് കൂടുതലായിരിക്കും? വർക്ക് ഫംഗ്ഷൻ കൂടുതലായിരിക്കും. സോ വൈ ഇന്റർസെപ്റ്റ് 5/e ആണ്, ഈസ് എ കോൺസ്റ്റന്റ്. ദെയർഫോർ വൈ ഇന്റർസെപ്റ്റ് ആർക്കാണോ കൂടുതൽ അയാൾക്ക് എന്ത് കൂടുതലായിരിക്കും? അയാൾക്ക് വർക്ക് ഫംഗ്ഷൻ കൂടുതലായിരിക്കും. ആൻഡ് തിരിച്ച് ചോദിക്കാം, ചിലപ്പോൾ ചോദിക്കും ഇതേ ഗ്രാഫ് വന്നിട്ട് ചോദിക്കും ഇവരിൽ ആർക്കാണ് ഏറ്റവും പെട്ടെന്ന് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന്. ആർക്കാണ് എമിറ്റ് ചെയ്യാൻ പറ്റുന്നത്? വർക്ക് ഫംഗ്ഷൻ കുറവുള്ള ആൾക്കാണ് ഏറ്റവും നന്നായിട്ട് ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ പറ്റുക? എമിറ്റ് ചെയ്യാൻ പറ്റുക അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ഫംഗ്ഷൻ കൂടുതൽ ബിക്കാണ്. അതായത് ഇലക്ട്രോണിനെ ഏറ്റവും വേഗം എമിറ്റ് ചെയ്യാൻ പറ്റുന്ന ആർക്കായിരിക്കും? അത് എയ്ക്കായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ തിയറിറ്റിക്കൽ ആൻഡ് ഗ്രാഫ് വൈസ് ക്വസ്റ്റൻസ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയയാണിത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് ഒരുപാട് ചോദ്യം ചോദിക്കാറുണ്ട്. അതായത് ന്യൂമറിക്കൽ ചോദ്യങ്ങൾ ചോദിക്കാം, അതല്ലെങ്കിൽ ഗ്രാഫ് തന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് തരാം, ഇതിലേതാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അങ്ങനെ കുറേ ക്വസ്റ്റൻസിന് പോസിബിലിറ്റുള്ള ഏരിയയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വിശദമായിട്ട് ഇത് പറഞ്ഞത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഇതിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ പല രീതിക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഏരിയ നന്നായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ ആണോ? സോ ഇത്രയാണ് നമ്മുടെ ആരുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് 4 ഗ്രാഫുകളാണുള്ളത്. ഇൻറ്റൻസിറ്റി വേഴ്സസ് ഫോട്ടോ കറണ്ടിൻ്റെ ഗ്രാഫ്, അത് ഡയറക്ട്ലി റിലേറ്റഡ് ആണെന്നുള്ള ഗ്രാഫ്. ആൻഡ് അപ്ലൈഡ് പൊട്ടൻഷ്യൽ ആൻഡ് ഫോട്ടോ കറണ്ട്. അവിടെ തന്നെ നമ്മൾ ആദ്യം ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആക്കുന്നു, ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതിനുശേഷം ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആക്കുന്നു, ആര് ഇൻക്രീസ് ചെയ്യുന്നു? ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് വരച്ചു? ഗ്രാഫ് വരച്ചു നോക്കി. അതായത് നമ്മൾ ഇനി ഏത് മെറ്റലിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ് വരച്ചു കഴിഞ്ഞാലും അതിൻ്റെ സ്ലോപ്പ് സെയിം ആയിരിക്കും, വൈ ഇന്റർസെപ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ആർക്കാണോ വൈ ഇന്റർസെപ്റ്റ് കൂടുതൽ അയാൾക്ക് വർക്ക് ഫംഗ്ഷൻ കൂടുതലായിരിക്കും, ആർക്കാണോ വൈ ഇന്റർസെപ്റ്റ് കുറവ് അയാൾക്ക് വർക്ക് ഫംഗ്ഷൻ കുറവായിരിക്കും. അയാൾക്ക് ഏറ്റവും പെട്ടെന്ന് ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ പറ്റും? എമിറ്റ് ചെയ്യാനും പറ്റും അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മളിവിടെ പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ ആൻഡ് ഗ്രാഫിക്കൽ അനാലിസിസ് ആയിട്ട് പറയുന്നത്. നമുക്ക് 1-2 ഇത് വരുന്ന കുറച്ച് ചോദ്യങ്ങളൊന്ന് ചെയ്തു നോക്കാം. ഇനി നോക്കിയേ, ലൈറ്റ് സോഴ്സ് ഓഫ് വേവ് ലെങ്ത് ലാംഡ illuminates a metal surface and electrons are ejected with maximum kinetic energy of 2 electron volt. If the same surface is illuminated by a light source of wavelength lambda by 2, then the maximum kinetic energy of ejected electrons will be. The work function of the metal എത്രയെന്ന് പറയുന്നുണ്ട്? 1 electron volt ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന സാധാരണ ചോദിക്കുന്ന ന്യൂമറിക്കൽ ചോദ്യങ്ങൾക്ക് ഒരു പാറ്റേൺ ഉണ്ട്. ഇതിപ്പോൾ അങ്ങനെ ഒരു പാറ്റേൺ വന്നിരിക്കുന്ന ചോദ്യമാണ്. നമുക്ക് 2 കേസസ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ മെറ്റലിൻ്റെ വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി മാറ്റാം, ഇൻറ്റൻസിറ്റി മാറ്റാം, വേവ് ലെങ്ത് മാറ്റാം. അതായത് എനർജി ഡിഫറെൻ്റ് ആയിരിക്കും 2 സമയത്തും. ഓക്കെ, എനർജി മാറി കഴിയുമ്പോൾ ഇവരുടെ കൈനറ്റിക് എനർജിയും കാര്യങ്ങളൊക്കെ മാറും. നമുക്ക് 2 കേസ് ഉണ്ടാവും. നമ്മൾ 2 കേസിന് 2 ഇക്വേഷൻ ഫോം ചെയ്യും. എന്നിട്ട് ചോദിച്ചിരിക്കുന്ന എന്താണോ അത് കിട്ടാൻ വേണ്ടി ഈ 2 ഇക്വേഷൻ കൂടെ എന്ത് ചെയ്യും? സോൾവ് ചെയ്യും. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു പാറ്റേൺ ഓഫ് ഡൂയിങ് ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്. 2 കേസസ് ഉണ്ടാവും, 2 കേസസിന് 2 ഇക്വേഷൻ ഉണ്ടാക്കും. ഈ 2 ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും? സോൾവ് ചെയ്യും. ഇവിടെ അത് തന്നെ സംഭവിക്കുന്നത്. നോക്കിക്കേ, ലൈറ്റ് സോഴ്സ് ഓഫ് വേവ് ലെങ്ത് ലാംഡ ഇല്യൂമിനേറ്റ്സ് എ മെറ്റൽ സർഫസ് ആൻഡ് ഇലക്ട്രോൺസ് ഡിറ്റക്റ്റഡ് വിത്ത് മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് 2 ഇലക്ട്രോൺ വോൾട്ട്. നമുക്ക് ആദ്യം ബേസിക് ഇക്വേഷൻ എഴുതാം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ. അതെന്തുവാ? h nu is equal to 5 plus kinetic energy എന്നല്ലേ? ഇവിടെ തന്നിരിക്കുന്ന വേവ് ലെങ്ത്. അപ്പോൾ ഞാൻ h nu എന്ന് എഴുതിയാൽ പോരെ, എന്ത് എഴുതണം? hc/λ എഴുതണം. സോ hc/λ is equal to 5 plus kinetic energy. ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ.
ഇനി ഞാൻ കേസ് 1നും കേസ് 2നും രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കാൻ പോകും. ഓക്കെ, കേസ് 1ൽ എന്തോ പറയുന്നത്, ലാംഡയാണ് വേവ് ലെങ്ത് ആൻഡ് ലാംഡ എന്നുള്ള ലൈറ്റ് യൂസ് ചെയ്തപ്പം അവിടെ പുറത്തേക്ക് വന്ന ഇലക്ട്രോണിൻ്റെ മാക്സിമം കറണ്ട് എനർജി എത്ര, 2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇവിടെ ഫൈ എത്ര എന്ന് പറയുന്നുണ്ട്, രണ്ട് കേസിൽ ഒരു ഫൈ അല്ലേ ഉള്ളൂ, രണ്ട് സെയിം മെത്തലല്ലേ, ഫൈയുടെ വാല്യൂ എത്ര, ഫൈ ഈസ് ഈക്വൽ ടു 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസിൽ ലാംഡ അല്ലേ വേവ് ലെങ്ത്, hc/λ is equal to 1 ഇലക്ട്രോൺ വോൾട്ട് ആണ് ആൻഡ് അവിടുത്തെ മാക്സിമം കൈനറ്റിക് എനർജി എത്ര, 2 ആണെന്നല്ലേ പറയുന്നത്. അപ്പോൾ എനിക്ക് എന്ത് പറയാൻ പറ്റും, hc/λ is equal to 3 ആണെന്ന് പറഞ്ഞൂടെ. ഇതാണ് എനിക്ക് ഫസ്റ്റ് കേസിൽ നിന്ന് കിട്ടുന്ന ഇക്വേഷൻ, 3 ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് എനിക്ക് ഫസ്റ്റ് കേസിൽ നിന്ന് കിട്ടുന്ന ഇക്വേഷൻ അല്ലേ. ഇനി എന്താ പറയുന്നത്, സെക്കൻഡ് കേസിൽ വേവ് ലെങ്ത് എത്രയായി, വേവ് ലെങ്ത് λ/2 ആയി. അതായത് സെക്കൻഡ് കേസിൽ hc/λ/2 ഉള്ളൂ എനർജി. ദിസ് ഇസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അല്ലേ. ഇനി അവിടുത്തെ കൈനറ്റിക് എനർജി ഞാൻ എന്ത് വിളിക്കുകയാണ്, കൈനറ്റിക് എനർജി എന്ന് തന്നെ വിളിക്കുകയാണ്, കെ എന്ന് വിളിക്കേണ്ടതാണ് എനിക്ക് സോൾവ് ചെയ്യേണ്ടത്. നോക്കിക്കേ, λ/2 ആയി. വേവ് ലെങ്ത് കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടുക ചെയ്യുന്നത്. അതായത് hc/λ/2 എന്ന് പറഞ്ഞാൽ 2 hc/λ എനർജി കൂടുക ചെയ്തത്. നമുക്കറിയാം വേവ് ലെങ്ത് കുറയാന്ന് വെച്ചാൽ ഫ്രീക്വൻസി കൂടുക, ഫ്രീക്വൻസി കൂടുമ്പോൾ എന്ത് കൂടും, എനർജി കൂടും. അപ്പം നേരത്തെ ഉണ്ടായിരുന്നിട്ട് 2 ടൈംസ് എന്തുണ്ട് ഇപ്പം എനർജി ഉണ്ട്. അപ്പോൾ 2 hc/λ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു 1ന് വ്യത്യാസമില്ല പ്ലസ് കൈനറ്റിക് എനർജി. നമ്മൾ ഓൾറെഡി പഠിച്ചു, നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചു hc/λ എത്രയാണെന്ന്, 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ഇതിന് പറഞ്ഞ് ഞാൻ എന്ത് കൊടുക്കുന്നു, 3 കൊടുക്കുന്നു. അപ്പോൾ 2 × 3 is equal to 1 പ്ലസ് കൈനറ്റിക് എനർജി. എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി എത്രയാണെന്ന് കിട്ടും, 6 - 1 ആണെന്ന് കിട്ടും. 6 - 1 is equal to 5 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് കിട്ടും. ഓക്കെ ആണോ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. യെസ്, 5 ഇലക്ട്രോൺ വോൾട്ട്. അതായത് നോക്കിക്കേ, ആദ്യം hc/λ എനർജി ഉള്ളൂ, അന്നേരം പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണിന് എത്ര എനർജി ഉള്ളൂ, 2 ഇലക്ട്രോൺ വോൾട്ടേ ഉള്ളൂ. ഞാൻ ലാംഡ പകുതിയാക്കി എനർജി 2 ടൈംസ് ആവും. എനർജി 2 ടൈംസ് ആയി കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ എനർജി എങ്ങോട്ടാണ് പോകുന്നത്, ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ടാണ് പോകുന്നത്. കാര്യം വർക്ക് ഫംഗ്ഷൻ മാറത്തില്ല, വർക്ക് ഫംഗ്ഷൻ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ നമ്മുടെ റേഡിയേഷൻ്റെ എനർജി കൂടിക്കഴിഞ്ഞാൽ അത് ആർക്കാണ് പോവുക, അത് കൈനറ്റിക് എനർജി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ത് കൂടി, കൈനറ്റിക് എനർജി കൂടി അല്ലേ. അപ്പോൾ എൻ്റെ വാല്യൂ എത്ര നമുക്ക് കിട്ടി, 5 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് കിട്ടി. ഓക്കെ ആണല്ലോ അല്ലേ. ഇവിടെ നോക്കി നമ്മൾ രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കി അതിനെ എന്ത് ചെയ്തു, സോൾവ് ചെയ്തു അല്ലേ. അടുത്ത നോക്കിയേ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യമാണ്. നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന ന്യൂമറിക്കൽ ചോദ്യങ്ങളും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസും ഒരുപോലെ ചോദിക്കാറുണ്ട്. ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണിത്. അപ്പോൾ തിയറി നന്നായിട്ട് പഠിക്കണം, അതുപോലെ തന്നെ പ്രോബ്ലം ചെയ്യാനും പഠിക്കണം. ഓക്കെ, രണ്ടും ഒരുപോലെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. നോക്കിയേ, ഇൻ എക്സ്പെരിമെൻറ്റ് വിത്ത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് വെച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതും 2015 ചോദ്യമാണേ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇസ് 1/e ടൈംസ് ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ്. നമുക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കൈനറ്റിക് എനർജിയുടെ റിലേഷൻ അറിയാം. എന്തായിരുന്നു, കൈനറ്റിക് എനർജി മാക്സിമം എന്ന് പറഞ്ഞാൽ അത് eV0 അല്ലേ. നോക്കിയേ, കൈനറ്റിക് എനർജി മാക്സിമം പറഞ്ഞാൽ അത് eV0 ആണ്. ഇവിടെ പറയുന്നത് എന്തുവാ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 1/e ടൈംസ് ദ മാക്സിമം കൈനറ്റിക് എനർജി ആണല്ലേ. നോക്കിക്കേ, V0 എന്ന് പറഞ്ഞാൽ 1/e ഇൻറ്റു കൈനറ്റിക് എനർജി മാക്സിമം നമുക്ക് ഇക്വേഷൻ കിട്ടത്തില്ലേ. ഇതല്ലേ ഈ പറഞ്ഞിരിക്കുന്നത്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇസ് 1/e ടൈംസ് ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ നമുക്കിതൊരു സിംഗിൾ കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ അതാണ് ആൻസർ വരേണ്ടത്. നമുക്ക് ബാക്കി കൂടെ വായിച്ചു നോക്കാം, എന്തുകൊണ്ട് തെറ്റായെന്നും കൂടെ അറിയണമല്ലോ. നോക്കിയേ, ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. അല്ല, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള റിലേഷൻ, അതിന് ആരുമായിട്ട് റിലേഷൻ, ഫ്രീക്വൻസി ആയിട്ടാണ്. ഇൻറ്റൻസിറ്റി മാത്രം മാറ്റിക്കഴിഞ്ഞാൽ ആര് മാറത്തില്ല, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറത്തില്ല. അപ്പോൾ ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അത് റോങ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല, അത് വരത്തില്ല. അടുത്ത എന്താ, ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻറ്റൻസിറ്റി. ഡിക്രീസും ചെയ്യത്തില്ല, ഇൻക്രീസും ചെയ്യത്തില്ല. ദർ ഇസ് നോ റിലേഷൻ ബിറ്റ്വീൻ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്ത എന്തോ നോക്കിയേ, ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. വേവ് ലെങ്ത് ഡിപ്പെൻഡൻസ് ഉണ്ട്, ശരിയാ. കാര്യം ഫ്രീക്വൻസി ഡിപ്പെൻഡൻസ് ഉണ്ടെങ്കിൽ ആരും ഡിപ്പെൻഡൻസ് ഉണ്ടാവണം, വേവ് ലെങ്ത് ഡിപ്പെൻഡൻസ് ഉണ്ടാവണം. നമുക്കറിയാം, നമ്മൾ പഠിച്ചത് ഫ്രീക്വൻസി കൂടുമ്പോൾ എന്ത് കൂടുമെന്നാ, ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുമെന്നാ അല്ലേ. ഇവിടെ ആര് കൂടുമെന്നാണ് പറയുന്നത്, വേവ് ലെങ്ത് കൂടുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം വേവ് ലെങ്തും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. സോ
വേവ് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി കുറയുക ചെയ്യുന്നത് അല്ലേ? വേവ് ലെങ്ത് കൂടിയാൽ ഫ്രീക്വൻസി കുറയും. ഫ്രീക്വൻസി കുറഞ്ഞാൽ ആര് കുറയും? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കുറയത്തല്ലേ ഉള്ളൂ. ഫ്രീക്വൻസി കുറയുന്നു, അപ്പോൾ ആര് കുറയുന്നു? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കുറയും. അതായത് ഇവിടെ പറയുന്നത് വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുവല്ല ചെയ്യുന്നത്. എന്താ ചെയ്യേണ്ടത്? കുറയും എന്ന് പറഞ്ഞെങ്കിൽ അത് ശരിയായേനെ. പക്ഷേ ഇവിടെ കുറയും എന്നാണോ പറയുന്നത്? കൂടും എന്നാണ് പറയുന്നത്. ദെർഫോർ ഈ സ്റ്റേറ്റ്മെൻറ്റും എന്തായിരിക്കും? റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇവിടുത്തെ ഓപ്ഷൻ എന്തായിരിക്കും? ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ ആണോ പറഞ്ഞത്? സോ അതാണ് ആ ചോദ്യം. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസിൻ്റെ പോസിബിലിറ്റീസ് ഉണ്ട്. നിങ്ങൾ നന്നായിട്ട് തിയറിയും കൂടെ ഒന്ന് വായിച്ച് വെക്കണം. കാര്യം നമ്മൾ തിയറി വായിക്കുമ്പോൾ ചിലപ്പോൾ തിയറിയിലാണ് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവുക. പ്രോബ്ലം ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. തിയറി വായിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് ഒരുപോലെ തോന്നും. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ കറക്റ്റായിട്ട് എന്ത് പഠിച്ച് വെച്ചേക്കുക? തിയറി വായിച്ച് തറവാക്കി വെച്ചേക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് എ മെറ്റൽ ഇസ് F0. അപ്പം നമ്മൾ സാധാരണ ന്യൂ സീറോ എന്ന് പറയാറുണ്ട്. ഇവിടെ ന്യൂ സീറോയ്ക്ക് പകരം എന്തോ പറഞ്ഞിരിക്കുന്നത്? F0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, when the light of frequency 2F0, threshold frequency F0 ആണെങ്കിൽ അതിൻ്റെ 2 times ഫ്രീക്വൻസി ഉള്ള ലൈറ്റ്. ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ എന്തായാലും എനർജി കൂടും. അപ്പോൾ എന്തായാലും ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് പോസിബിൾ ആണ്. അപ്പോൾ ഫ്രീക്വൻസി 2F0 is incident on a metal surface. The maximum velocity of photoelectrons is V1. ഓക്കെ, അപ്പോൾ 2F0 ഉള്ള ലൈറ്റ് വന്ന് വീണപ്പോഴേക്കും വെലോസിറ്റി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് V1 ആണ്. when the frequency of incident radiation is increased to 5F0, എനർജി കൂട്ടി. ഫ്രീക്വൻസി കൂടുമ്പോൾ എനർജി കൂടുകയാണ് ചെയ്യുക. അത് 5 times വർക്ക് ഫംഗ്ഷൻ ആക്കി. അന്നേരം എന്തോ കിട്ടും? മാക്സിമം വെലോസിറ്റി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഇസ് V2. what is the ratio of V1 to V2? നമുക്ക് ഇതും നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കണ്ടീഷനാണ്. നമ്മൾ രണ്ട് കണ്ടീഷന് രണ്ട് ഇക്വേഷൻ ഫോം ചെയ്യും. ആ ഇക്വേഷൻ എന്ത് ചെയ്യും? സോൾവ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് കേസിൽ നമ്മളോട് പറയാണ്, കേസ് 1 നമുക്കറിയാം എച്ച് ന്യൂ അല്ലേ? എച്ച് ന്യൂ is equal to 5 plus kinetic energy maximum എന്നാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. അപ്പോൾ ഞാനിവിടെ ന്യൂവിന് പകരം എന്ത് കൊടുക്കുന്നു? 2F0 കൊടുക്കുന്നു. സോ എച്ച് ഇൻറ്റു 2F0 is equal to ഇവിടുത്തെ നമ്മുടെ ത്രെഷോൾഡ് ഫ്രീക്വൻസി F0 അല്ലയോ? അപ്പോൾ ഞാനിതിന് എന്തെന്ന് എഴുതി? HF0. കാര്യം എച്ച് ന്യൂ 0 ആണ്. അതുമായിട്ട് ഞാൻ എന്ത് കൊടുത്തു? HF0 കൊടുത്തു പ്ലസ് ഹാഫ് എം V1 സ്ക്വയർ. കൈനറ്റിക് എനർജി മാക്സിമം പറഞ്ഞാൽ ഹാഫ് എം V സ്ക്വയർ അല്ലേ? അപ്പോൾ ഫസ്റ്റ് കേസിൽ വെലോസിറ്റി V1 ആയതുകൊണ്ട് 2HF0 is equal to HF0 plus half എം V1 സ്ക്വയർ. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഇവിടെ എനിക്ക് 2HF0 is equal to HF0 plus half എം V1 സ്ക്വയർ എന്ന് കിട്ടും. ഇതിൽ നിന്ന് ഹാഫ് എം V1 സ്ക്വയർ എന്തുവന്ന് കിട്ടും? 2HF0 minus HF0 എത്രയാണ്? അത് HF0 ആണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ. ഫസ്റ്റ് കേസിൽ നിന്ന് ഫോം ചെയ്ത ഫസ്റ്റ് ഇക്വേഷൻ അല്ലേ? സെക്കൻഡ് കേസിൽ നമ്മളോട് പറയുന്നത് എന്താ? കേസ് 2 എനർജി എത്രയാക്കി? എനർജി അല്ല, ഫ്രീക്വൻസി 5 times F0 ആക്കി അല്ലേ? അപ്പോൾ സെക്കൻഡ് കേസിൽ എനിക്ക് പറയാൻ പറ്റും H ഇൻറ്റു 5F0 ആണ് എനർജി. അതിലാണ് വ്യത്യാസം ഉണ്ടായത്. സോ ദിസ് ഇസ് ഈക്വൽ ടു HF0. അതിൽ വ്യത്യാസമില്ല, അത് വർക്ക് ഫംഗ്ഷനാ. ത്രെഷോൾഡ് ഫ്രീക്വൻസി ഇൻറ്റു എച്ചാ. HF0 പ്ലസ് ഹാഫ് എം V2 സ്ക്വയർ. ഹാഫ് എം V2 സ്ക്വയർ. ഇതിൽ നിന്ന് ഇത് 5HF0 മൈനസ് HF0. ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് എം V2 സ്ക്വയർ. സോ ഹാഫ് എം V2 സ്ക്വയർ നിങ്ങൾക്ക് എത്രയാണെന്ന് കിട്ടും? 5HF0 മൈനസ് HF0 അത് എത്രയായി? 4HF0 എന്ന് കിട്ടും അല്ലേ? ദിസ് ഇസ് ദ സെക്കൻഡ് ഇക്വേഷൻ അല്ലേ? നമുക്ക് വേണ്ട എന്താ? നമുക്ക് വേണ്ടത് V1/V2 ആണ്. V1/V2 വേണമെങ്കിൽ നിങ്ങൾ 1/2 ചെയ്ത് നോക്കിയാൽ പോരെ? ഇക്വേഷൻ 1/ഇക്വേഷൻ 2 ചെയ്താൽ പോരെ? അപ്പം ഇക്വേഷൻ 1/ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ ഹാഫ് എം V1 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹാഫ് എം V2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 അല്ലല്ലോ, HF0 ഡിവൈഡഡ് ബൈ 4HF0. ഹാഫ് എം കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് V1/V2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/4 ആണെന്ന് കിട്ടും. ഇതിൽ നിന്ന് V1/V2 എന്തുവാന്ന് കിട്ടും? 1/2 ആണെന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഇത് തന്നെ ചെയ്തേ. രണ്ട് കേസിന് രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കി. ആ രണ്ട് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റൻസ് ന്യൂമറിക്കൽ ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ അല്ലാതെ ചെയ്ത ചോദ്യങ്ങളും ഉണ്ട്. പക്ഷേ ഇതൊരു സ്ഥിരം ചോദിച്ചു വരുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കും, അതിന് എന്ത് ചെയ്യും?
സോൾവ് ചെയ്ത് നമുക്ക് വേണ്ട സാധനത്തിനെ കണ്ടുപിടിക്കും. ഓക്കെ, സോ ഹിയർ ദ ആൻസർ ഇസ് V1/V2 is equal to 1/2. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചോദ്യങ്ങൾ നമുക്കിനി ചെയ്യാം. ടോട്ടൽ തിയറി പറഞ്ഞതിന് ശേഷം ബാക്കി ചോദ്യങ്ങൾ ചെയ്യാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒന്നും ബാക്കി എല്ലാതൊന്നും ഉള്ള ചോദ്യങ്ങൾ ഇനി വരുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 ചോദ്യം നമ്മളിപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിച്ചപ്പോൾ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇതുവരെ നമ്മൾ പറഞ്ഞത് നമ്മുടെ ലൈറ്റിൻ്റെ, അതായത് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെന്ന് കരുതിയ ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചറായിരുന്നു അല്ലേ? ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷനാണ് പറഞ്ഞത്. ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ, അതായത് നമ്മൾ വേവ് ആണെന്ന് വിചാരിച്ച ആൾക്കാരുടെ പാർട്ടിക്കിൾ നേച്ചറിനെ പറ്റിയാണ് ഈ പറഞ്ഞത്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ കറസ്പോണ്ടിങ് പാർട്ടിക്കിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായപ്പോൾ ഉറപ്പായിട്ട് നേച്ചറിൻ്റെ സിമെട്രി ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ വേവ് ആണെന്ന് വിചാരിച്ച ആൾക്കാർക്ക് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പാർട്ടിക്കിൾ ആണെന്ന് കരുതുന്ന ആൾക്കാർക്ക് എന്ത് നേച്ചർ ഉണ്ടാവണം? വേവ് നേച്ചർ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ഒരു തോട്ടിൽ നിന്നാണ് പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വേവ് എന്നൊരു കൺസെപ്റ്റ് വരുന്നത്. അതായത് ദ വേവ് അസോസിയേറ്റഡ് വിത്ത് മാറ്റർ. അതിൻ്റെ പേരെന്താ? അതിൻ്റെ പേര് മാറ്റർ വേവ് അല്ലേ? സോ ദ വേവ് നേച്ചർ ഓഫ് മാറ്റർ, ദ വേവ് അസോസിയേറ്റഡ് വിത്ത് മാറ്റർ ഇസ് കോൾഡ് മാറ്റർ വേവ്. മാറ്റർ വേവ് അല്ലേ? അല്ലെങ്കിൽ നമ്മളതിനെ എന്ത് പേര് വിളിക്കും? ഡി ബ്രോഗ്ലി വേവ് എന്ന് വിളിക്കും. ഡി ബ്രോയി എന്നാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ, പക്ഷെ നമ്മൾ ഡി ബ്രോയിന്നോ ഡി ബ്രോഗ്ലിന്നോ എന്താണെന്ന് വെച്ചാൽ പറയാം. ഓക്കെ, സോ ഒരു മൂവ് ചെയ്യുന്ന ബോഡിക്കാണ് നമ്മൾ ഡി ബ്രോഗ്ലി വേവ് പറയുന്നത്, അല്ലെങ്കിൽ മാറ്റർ വേവ് പറയുന്നത്, മാറ്റർ വേവ് ലെങ്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മൂവിങ് പാർട്ടിക്കിളിന് പി എന്ന് പറയുന്ന മൊമെൻറ്റം ഉണ്ടെങ്കിൽ ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് പാർട്ടിക്കിൾ ലാംഡ എന്ന് പറഞ്ഞാൽ h/p ആയിരിക്കും അല്ലേ? സോ ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾ ഓഫ് മൊമെൻറ്റം p is equal to ലാംഡ എന്ന് പറയുന്നത് എത്രയാണ്? h/p ആണ് അല്ലെ? ലാംഡ is equal to h/p. ഇതാണ് അതിൻ്റെ ബേസിക് ഇക്വേഷൻ. ഏറ്റവും ബേസിക് ഇക്വേഷൻ ഇതാണ്, ലാംഡ is equal to h/p. h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, p എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെൻറ്റം ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ ആണ്. ഓക്കെ, അതായത് എല്ലാ പാർട്ടിക്കിളും കംപ്ലീറ്റ്ലി പാർട്ടിക്കിളിൽ എന്ത് നേച്ചർ ഉണ്ട്? വേവ് നേച്ചർ ഉണ്ട്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേവ് നേച്ചറിനെ പറയുന്ന സാധനമാണ് അല്ലേ? അപ്പോൾ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ഒരു മാറ്ററിൻ്റെ, ഒരു പാർട്ടിക്കിളിൻ്റെ? അത് h/p ആയിരിക്കും. നോക്കി, h എന്ന് പറഞ്ഞാൽ 10⁻34 ആണ്. അപ്പോൾ ഈ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ വളരെ 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 ചെറിയ വാല്യൂ ആയിരിക്കും അല്ലേ? അപ്പോൾ എന്നാലും നമുക്ക് എന്ത് പറയാന്നുള്ളൂ? വേവ് നേച്ചർ പറയാന്നുള്ളൂ. ഇറ്റ് വിൽ ബി എ വെരി 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 സ്മോൾ വാല്യൂ അല്ലേ? ഓക്കെ, ഇതിന് നമുക്ക് പല ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. പല രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ ലാംഡ is equal to h/p മാറ്റി എനിക്ക് എന്ത് കൊണ്ടുവരാം? h/mv കൊണ്ടുവരാം അല്ലേ? ലാംഡ is equal to h/mv. അത് വേറൊരു ഇക്വേഷനാണ്. ഇനി നമുക്കറിയാം പി എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ആണ്. മൊമെൻറ്റവും കൈനറ്റിക് എനർജിയായിട്ട് റിലേഷൻ ഉണ്ട്. അതേതാ? k is equal to p²/2m. അങ്ങനെയാണെങ്കിൽ ഇതിന്ന് p² എന്ന് പറഞ്ഞാൽ 2mk ആണെന്നും p is equal to √2mk ആണെന്നും കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഈ p മറ്റേ ഡയറക്റ്റ്ലി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? h/√2mk സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ലാംഡ is equal to എന്തായി? ലാംഡ is equal to h/√2mk എന്ന റിലേഷൻ ആർക്കുണ്ട്? നമ്മുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്തിന് ഉണ്ട്. ഓക്കെ, അതൊരു റിലേഷനാണ്. ഇനി ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. ഇനി എൻ്റെ പാർട്ടിക്കിൾ ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ ഏതാ? ഇലക്ട്രോൺ, പ്രോട്ടോൺ, അതുപോലെ ന്യൂട്രോൺ, ആൽഫ പാർട്ടിക്കിൾ, അങ്ങനെയൊക്കെയുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ നമുക്കറിയാം നമ്മളൊരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ, ക്യൂ ചാർജ് ഉള്ള ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ വി പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ കൂടെ ആക്സലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര കൈനറ്റിക് എനർജി അക്വയർ ചെയ്യും? Q into V എന്ന് പറയുന്ന കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? അക്വയർ ചെയ്യും. സോ ഇഫ് ദ പാർട്ടിക്കിൾ ഇസ് ചാർജ്ഡ്, എനിക്ക് എന്ത് പറയാൻ പറ്റും? K is equal to Q into V ആന്ന് പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ലാംഡ എന്തുവാന്ന് കിട്ടി? ലാംഡ is equal to h/√2mk മാറി ഞാൻ എന്തെഴുതും? Q എഴുതും. സോ √2mqv എന്ന് കിട്ടും. അപ്പോൾ ഈ റിലേഷൻസ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം വെച്ചിട്ട് സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ 4 റിലേഷൻ അറിയെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ മാറ്റർ വേവ് എന്ന് വരുന്ന, ഡി ബ്രോഗ്ലി വേവ് എന്ന് വരുന്ന ഓൾമോസ്റ്റ് ഇക്വേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ കൈനറ്റിക് എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? h/√2mk യൂസ് ചെയ്യും. ഇനിയിപ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിളാണ്, ചാർജും അതിനെ ആക്സലറേറ്റ് ചെയ്യിച്ച പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? h/√2mqv എന്ത് ചെയ്യും? യൂസ് ചെയ്യും. ഇവിടെ എല്ലാം നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ എല്ലാം മാസ് എവിടാ? ഡിനോമിനേറ്ററിലാണ്. അതായത് പാർട്ടിക്കിളിൻ്റെ മാസ് കുറയുന്തോറുമാണ് വേവ് ലെങ്ത് എന്ത് ചെയ്യുന്നത്? കൂടുന്നത് അല്ലേ? അതായത് നമ്മുടെ
വേവ് നേച്ചർ മോർ പ്രോമിനൻ്റ് ആവുന്നത് വെരി 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 ലൈറ്റർ പാർട്ടിക്കിൾസിലായിരിക്കും. മാസ് കൂടുമ്പോൾ എന്ത് കുറയാണ്? വേവ് ലെങ്ത് കുറയാണ്, വേവ് നേച്ചർ കുറയാണ് അല്ലേ. സോ അത് കുറച്ച് ഇക്വേഷൻസ് ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അസോസിയേറ്റ് എടുത്ത് ചാർജ്ഡ് പാർട്ടിക്കിൾസ്, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ആൽഫ പാർട്ടിക്കിൾ, ഇതിനൊക്കെ നമ്മുടെ കോമൺ ഇക്വേഷൻ ഇതാ. എന്ത് വരുന്ന ഇക്വേഷൻ? ലാംഡ ഇസ് ഈക്വൽ ടു h/√2mq v. അപ്പോൾ ഞാൻ ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ കേസിൽ മാസും കോൺസ്റ്റൻ്റ് ആണ്, ചാർജും കോൺസ്റ്റൻ്റ് ആണ്. സോ ഇൻഫാക്ട് h കോൺസ്റ്റൻ്റ്, 2 കോൺസ്റ്റൻ്റ്, m കോൺസ്റ്റൻ്റ്, q കോൺസ്റ്റൻ്റ്. ഇതിനകത്ത് ആകെ ആര് മാത്രമേ മാറുന്നുള്ളൂ? അതിനെ ആക്സിലറേറ്റ് ചെയ്യിക്കുന്ന പൊട്ടൻഷ്യൽ മാത്രമല്ലേ മാറുന്നുള്ളൂ. അതായത് ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു √v മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് പഠിച്ചു വെച്ചാൽ അതൊന്നുകൂടെ എളുപ്പമായില്ലേ, കൺവീനിയൻ്റ് ആയില്ലേ. നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എത്ര? 9.1 × 10⁻⁻31 കിലോഗ്രാമാണ്. ചാർജ് E ആണ് 1.6 × 10⁻⁻19 ആണ് അല്ലേ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ലാംഡ E is equal to 12.27/√v ആംസ്ട്രോം എന്നായിരിക്കും. ലാംഡ is equal to 12.27/√v ആംസ്ട്രോം. ഇത് പഠിച്ചു വെച്ചാൽ കുറച്ചും കൂടി എളുപ്പമാണ്. കാര്യം ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ അത്രയും സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാഭിക്കാൻ പറ്റും. ഓക്കെ, സോ ലാംഡ is equal to 12.27/√v ആംസ്ട്രോം. ഇതുപോലെ ഞാൻ എന്ത് പറയാണ്? പ്രോട്ടോൺ പറയാണ്. പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തുവാ? മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം MP എന്ന് പറഞ്ഞാൽ ഏകദേശം 1.67 × 10⁻⁻27 കിലോഗ്രാമാണ്. ആൻഡ് അതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അത് ഈ തന്നെയാണ് അല്ലേ, 1.6 × 10⁻⁻19 ആണ്. ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ലാംഡ P എന്ന് പറയുന്നത് 0.286/√v ആംസ്ട്രോം എന്നാണ്. ഇതും പഠിച്ചു വെച്ചാൽ നല്ലതാണ്. നോക്കിക്കേ, ഇലക്ട്രോണിൻ്റെ 12.27/√v ആണ്, മറ്റേ 0.286 ഉള്ളൂ. നിങ്ങൾ ഇതിനെ രണ്ടുപേരുടെയും സെയിം വോൾട്ടേജ് ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കായിരിക്കും വേവ് ലെങ്ത് കൂടുതൽ? ഇലക്ട്രോണിനാണ്. കാര്യം എന്താ? അതിൻ്റെ മാസ് ഒരുപാട് കുറവല്ലേ. പ്രോട്ടോണിനെ വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് ഒരുപാട് കുറവല്ലേ. അതുകൊണ്ട് തന്നെ എന്ത് കൂടുതലായിരിക്കും? വേവ് ലെങ്ത് കൂടുതലായിരിക്കും അല്ലേ. അടുത്ത ആരാ? അടുത്ത ഡ്യൂട്രോണാണ്. ആരാ ഈ ഡ്യൂട്രോൺ എന്ന് പറഞ്ഞാൽ? ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം അല്ലേ. അതിൻ്റെ അതായത് ഹൈഡ്രജനിൽ എന്തോ ഇല്ല, ന്യൂട്രോൺ ഇല്ല. പ്രോട്ടിയത്തിൽ ന്യൂട്രോൺ ഇല്ല. അതിനകത്ത് ഒരു ന്യൂട്രോൺ കൂടെ ആഡ് ചെയ്യുമ്പോൾ അതായി ഡ്യൂട്ടീരിയമായി. ഈ ഡ്യൂട്ടീരിയത്തിൽ നിന്ന് ഇലക്ട്രോൺ അങ്ങ് എടുത്ത് കളയാണ്. അപ്പോഴാണ്, അതായത് നമ്മുടെ ഡ്യൂട്ടീരിയത്തിൻ്റെ ന്യൂക്ലിയസ് ആണ് ആര്? ഡ്യൂട്രോൺ എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ അതൊരു 2 പാർട്ടിക്കൽ സിസ്റ്റം. അതിനകത്ത് ഒരു പ്രോട്ടോൺ ഉണ്ട്, എന്തുകൊണ്ട്? ഒരു ന്യൂട്രോൺ ഉണ്ട്. നമ്മൾ സാധാരണ പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ മാസ് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടല്ലേ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡ്യൂട്രോണിൻ്റെ മാസ് ഓഫ് ഡ്യൂട്രോൺ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി അത് 2 × മാസ് ഓഫ് പ്രോട്ടോൺ ആയിരിക്കത്തില്ലയോ. ആൻഡ് ഇവിടുത്തെ ചാർജ് എന്തുമായിരിക്കും? അത് 1 ഇലക്ട്രോൺ അല്ലേ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അതിൻ്റെ ചാർജ് എന്തോന്ന് വരും? E ആന്ന് വരത്തില്ലേ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് ലാംഡ D is equal to എന്തോന്നായിരിക്കും? 0.202/√v ആംസ്ട്രോം എന്നായിരിക്കും. നോക്കിയേ, ഡ്യൂട്രോണിന് മാസ് കൂടുതലാണ്. മാസ് കൂടിയപ്പോൾ പിന്നെ എന്ത് കുറഞ്ഞു? വേവ് ലെങ്ത് കുറഞ്ഞില്ലേ. അതാണ് ഡ്യൂട്രോണിൻ്റെ കേസിൽ വരുന്ന ഇക്വേഷൻ. പഠിച്ചു വെച്ചേക്കുക. അടുത്ത ആരാ? ആൽഫ പാർട്ടിക്കിളാണ്. ആരാ ആൽഫ പാർട്ടിക്കിൾ? അത് ഹീലിയം ന്യൂക്ലിയസ് ആണ്. He2+ ആണ് അല്ലേ. അല്ലേ, ഹീലിയം 2+ അല്ലേ ഇത്? ഹീലിയം 2+ ആണ്. ഹീലിയം 2+ ആണ് അല്ലേ. ഇവിടെ ഇതിൻ്റെ മാസം എന്ന് പറഞ്ഞാൽ എന്തുവാ? മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ. അതിനകത്ത് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മാസം എന്ന് പറഞ്ഞാൽ 4 × മാസ് ഓഫ് പ്രോട്ടോൺ ആയിരിക്കും. പ്രോട്ടോൺ ന്യൂട്രോൺ ഓൾമോസ്റ്റ് സെയിം മാസം എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 4 × മാസ് ഓഫ് പ്രോട്ടോൺ ആയിരിക്കും. ഇവിടെ 2+ അല്ലയോ ചാർജ്. അപ്പോൾ മാസ് ഓഫ് ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്തായിരിക്കും? Q ആൽഫ എന്ന് പറഞ്ഞാൽ അത് 2 × V ആയിരിക്കും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്. ലാംഡ D is equal to ലാംഡ ആൽഫ എന്ന് പറഞ്ഞാൽ 0.101/√v ആംസ്ട്രോം. നോക്കിയേ, ഞാനിപ്പോൾ ചാർജ് അല്ല, ഇവിടെ മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഇവരെ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു മാസ് കൂടുന്തോറും എന്ത് കുറഞ്ഞു വരുവാ ചെയ്യുന്നത്? വേവ് ലെങ്ത് കുറഞ്ഞു വരും. ഇപ്പം ഞാൻ ഇവരെ എല്ലാവരെയും സെയിം പൊട്ടൻഷ്യലി ആക്സലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉണ്ടാവുക? അത് ഇലക്ട്രോണിന്. ആൻഡ് ആസ് ദ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസസ് എന്ത് കുറഞ്ഞു വരും? വേവ് ലെങ്ത് കുറഞ്ഞു വരും അല്ലേ. ഓക്കെ ആണല്ലോ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ട് തിയറി ആയിട്ട് പറയാനുള്ളത്.
അതായത് നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു, ഇനീഷ്യലി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും അതിൻ്റെ ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻസും അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റൻസുമാണ്. പിന്നെ അതുപോലെ എന്താണ്, ഡി ബ്രോഗ്ലി വേവ് ലെങ്തിൻ്റെ പല പല ഇക്വേഷൻസ് ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എന്താണോ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ട വരും, യൂസ് ചെയ്യേണ്ട വരും. ഓക്കെ, നോക്കിയേ ഒരു ചോദ്യം നോക്കിയേ. The de Broglie wavelength of a proton and an alpha particle are lambda and 2 lambda respectively. The ratio of the velocities of proton and alpha particle will be. പ്രോട്ടോണും ഉണ്ട് ആൽഫ പാർട്ടിക്കിളും ഉണ്ട്, അവരുടെ വേവ് ലെങ്ത് ലാംഡ ആൻഡ് 2 ലാംഡയാണ്. നമുക്ക് റേഷ്യോ ഓഫ് വെലോസിറ്റി കണ്ടുപിടിക്കണം. വേവ് ലെങ്ത് ഉണ്ട്, വെലോസിറ്റിയുടെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഇക്വേഷൻ എന്താ, വെലോസിറ്റി എടുത്ത ഇക്വേഷൻ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം വി എന്നാണ്. അപ്പോൾ വി എന്തുവാന്ന് കിട്ടും, വി ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം ലാംഡ എന്ന് കിട്ടത്തില്ലേ. നമുക്ക് വേണ്ട എന്താണ്, വെലോസിറ്റി ഓഫ് പ്രോട്ടോൺ ബൈ വെലോസിറ്റി ഓഫ് ആൽഫ പാർട്ടിക്കിൾ, വെലോസിറ്റി ഓഫ് പ്രോട്ടോൺ ബൈ വെലോസിറ്റി ഓഫ് ആൽഫ പാർട്ടിക്കിൾ അല്ലേ. ഇവിടെ എം ഡിനോമിനേറ്ററല്ല, അപ്പോൾ എനിക്കിവിടെ എന്താ എഴുതാൻ പറ്റും, എം ആൽഫ ബൈ എം പി ഇൻറ്റു ലാംഡ ആൽഫ ബൈ ലാംഡ പി എന്ന് എഴുതാൻ പറ്റത്തില്ലേ. ഈ റേഷ്യോ കണ്ടുപിടിച്ചാൽ പോരെ. എം ആൽഫ ബൈ എം പി എന്താ, നമുക്കറിയാം പ്രോട്ടോണിൻ്റെ മാസിൻ്റെ 4 ടൈംസ് ആണ് ആരുടെ മാസ്, ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസ്. അപ്പം ഇതിൻ്റെ റേഷ്യോ വേണമെങ്കിൽ എന്ന് എഴുതാൻ പറ്റും, 4/1 എന്ന് എഴുതാൻ പറ്റൂലേ. സംശയമുണ്ടോ? ഇതിപ്പം നമുക്ക് മാസൊന്നും അറിയണ്ട, നമുക്കതിൻ്റെ എന്ത് മാത്രം അറിഞ്ഞാൽ, റേഷ്യോ മാത്രം അറിഞ്ഞാൽ മതി. ഇത് മാസ് വരേണ്ട ചോദ്യങ്ങൾ അധികം ചോദിച്ച് കണ്ടിട്ടില്ല, റേഷ്യോ എടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആ റേഷ്യോ വെച്ചിട്ട് തന്നെ ആ ഇക്വേഷൻസ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി 4/1. ആൻഡ് ഇവിടെ പറയുന്നുണ്ട് റേഷ്യോ ഓഫ് വേവ് ലെങ്ത് ഓഫ് പ്രോട്ടോൺ ആൻഡ് ആൽഫ പാർട്ടിക്കിൾ ലാംഡ ആൻഡ് 2 ലാംഡയാണ്. പ്രോട്ടോൺ ബൈ ആൽഫ ആകുമ്പോൾ അത് 1/2 ആണ്. പക്ഷെ ഇവിടെ വേണ്ട എന്താ, ആൽഫ ബൈ പ്രോട്ടോൺ അല്ലേ, അപ്പോൾ അത് എത്രയാണെന്ന് വരും, 2 ലാംഡ ബൈ ലാംഡ എന്ന് വരും അല്ലയോ. 2 ലാംഡ ബൈ ലാംഡ എന്തുവാ, ഇത് 2 അല്ലയോ. അപ്പോൾ നമുക്ക് എത്രയാണ്, വെലോസിറ്റി ഓഫ് പ്രോട്ടോൺ ബൈ വെലോസിറ്റി ഓഫ് ആൽഫ പാർട്ടിക്കിൾ എത്രയാണെന്ന് കിട്ടി, 8/1 ആണെന്ന് കിട്ടിയില്ലേ. ഓക്കെ ആണോ? സോ നമുക്കതിൻ്റെ ഓപ്ഷൻ എന്താണെന്ന് കിട്ടും, ഓപ്ഷൻ ബി ആണ്, 8/1 ആണെന്ന് കിട്ടും. സംശയമുണ്ടോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, എന്തെടുത്താൽ മതി, റേഷ്യോ എടുത്ത് ചെയ്യേണ്ട ചോദ്യങ്ങളാണ് ഇതൊന്ന് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് മാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വരത്തില്ല. മാസിൻ്റെ എന്ത് കൊടുത്താൽ മതിയാവും, റേഷ്യോ കൊടുത്താൽ മതിയായിരിക്കും. അത് നമുക്ക് ചെയ്യാൻ പറ്റൂലേ. മാസിൻ്റെ റേഷ്യോ നമുക്കറിയാം, ഇവരുടെ എല്ലാം ചാർജിൻ്റെ റേഷ്യോ നമുക്കറിയാം, അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വരിക കൂടുതലും. ഓക്കെ ആണോ പറഞ്ഞത്? സോ ദാറ്റ് വാസ് ക്വസ്റ്റൻ, ഒരു ചോദ്യമായിരുന്നു, അതിൻ്റെ ആൻസർ നമുക്ക് 8:1 ആണെന്ന് കിട്ടി. അടുത്ത നോക്കി, the de Broglie wavelength of a molecule in a gas at room temperature 300 Kelvin is lambda 1. If the temperature of the gas is increased to 600 Kelvin, then the de Broglie wavelength of the same gas molecules becomes. നമ്മൾ ഒരിക്കലും ടെമ്പറേച്ചർ മാറുമ്പോൾ ഉള്ള ഡി ബ്രോഗ്ലി വേവ്ലെങ്തിൻ്റെ ചേഞ്ച് പറഞ്ഞിട്ടില്ല അല്ലേ. അത് വരുന്ന ഒരു ചോദ്യമാണിത്. അതെങ്ങനെ ചെയ്യാൻ നമുക്കൊന്ന് നോക്കാവേ. നമുക്കറിയാം ഗ്യാസ് ആകുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ മാറുമ്പോൾ എന്തുവാ മാറുന്നത്, കൈനറ്റിക് എനർജി മാറുന്നുണ്ട്, കൈനറ്റിക് എനർജി മാറുന്നുണ്ടല്ലേ. നോക്കിയേ, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞൂടെ, നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ, കൈനറ്റിക് എനർജി കെ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇക്വേഷൻ എന്താ, കൈനറ്റിക് എനർജി വരുന്ന ഇക്വേഷൻ എന്താ, ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ √2mk ആണ്. ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ √2mk ആണ്. ഇവിടെ കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോളിക്യൂളിൻ്റെ എന്താ, മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജി അല്ലേ. ഇപ്പോൾ ഒരു മോളിക്യൂൾ, ആ മോളിക്യൂളിന് ഒരു സിംഗിൾ മോളിക്യൂളാണ്, ഒരു മോളിക്യൂളല്ലേ പറയുന്നത്, ഗ്യാസിൽ ഒരു മോളിക്യൂൾ എടുക്കുക നിങ്ങൾ. ഒരു മോളിക്യൂൾ, ഒരു സിംഗിൾ മോളിക്യൂൾ ആണെങ്കിൽ അതിന് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട് അല്ലേ. അതായത് നമുക്ക് എന്താ, മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു സ്പെസിഫൈ ദ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും, 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും. അക്കോർഡിംഗ് ടു ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി, ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലും എത്ര കൈനറ്റിക് എനർജി ഉണ്ട്, ½ kBt കൈനറ്റിക് എനർജി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഇവിടെ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ ടോട്ടൽ കൈനറ്റിക് എനർജി കെ എന്ന് പറഞ്ഞാൽ 3 × ½ kBt ആണ്. അതെത്ര, അത് 3/2 kBt അല്ലേ.
അപ്പോൾ നമുക്ക് എടുത്ത കൈനറ്റിക് എനർജി എത്രയാണെന്ന് കിട്ടും? K is equal to 3/2 kBT ആണ് കിട്ടും അല്ലേ? അപ്പോൾ ഒരു മോളിക്യൂളിന് ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ ഒരു DOF-ൽ ഹാഫ് kBT ആണെങ്കിൽ അങ്ങനെ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളതുകൊണ്ട് 3 × ½ kBT എത്രയാണെന്ന് കിട്ടും? 3/2 kBT ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ പറയാൻ പറ്റും ഈ കെക്ക് വരെ ഞാൻ എന്ത് കൊടുക്കാൻ പോവാ? 3/2 kBT കൊടുക്കാൻ പോവാ. KB എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൈനറ്റിക് തിയറി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് രണ്ടും കൂടെ റിലേറ്റ് ചെയ്തിട്ടൊരു ചോദ്യമാണ് ഇത്. അപ്പോൾ ഇവിടെ ലാംഡ എന്ന് പറഞ്ഞാൽ h/√2m × 3/2 kBT അല്ലേ? 2 × 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ is equal to h/√3m kBT എന്ന് കിട്ടത്തില്ലേ? √3m kBT. KB is a constant, ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് ആണ്, H ഒരു കോൺസ്റ്റന്റ് ആണ്, ആൻഡ് M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദാറ്റ് മോളിക്യൂൾ ആണ്. അതിന് ചേഞ്ച് ഉണ്ടാവുന്നില്ലല്ലോ, ടെമ്പറേച്ചർ മാത്രമല്ലേ മാറുന്നുള്ളൂ. സോ നമുക്കിവിടെ വേണ്ടത് ബാക്കിയൊന്നും വേണ്ട, ലാംഡയും ടെമ്പറേച്ചറുമായിട്ടുള്ള റിലേഷൻ മാത്രം പോരെ. അതായത് ലാംഡ പ്രപ്പോർഷണൽ ടു 1/√T ആയിരിക്കും. സംശയം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തോ പറയാൻ പറ്റും, ലാംഡ 1/λ2 is equal to √T2/T1 ആണെന്ന് പറഞ്ഞൂടെ? ലാംഡ 1/λ2 is equal to √T2/T1. നമുക്ക് വേണ്ട എന്താണ്? ലാംഡ 2നെ നമുക്ക് ലാംഡ 1ന്റെ ടേംസിൽ എന്ത് ചെയ്യാൻ പറ്റണം? എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. Therefore ലാംഡ 2/λ1 is equal to എന്തെന്ന് കിട്ടും? T1/T2 എന്നല്ലേ കിട്ടുന്നത്? അങ്ങനെയാണെങ്കിൽ ലാംഡ 2 എന്ന് പറയുന്നത് √T1 എത്രയാ? ഫസ്റ്റ് ടെമ്പറേച്ചർ 300ഉം സെക്കൻഡ് ടെമ്പറേച്ചർ 600ഉം അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു √300/600 ഇൻറ്റു എന്തുവാന്ന് കിട്ടും? ലാംഡ 1 എന്ന് കിട്ടും. √300/600 എത്രയാണ്? അത് 1/√2 അല്ലേ? നോക്ക്, 1/2 √, അപ്പോൾ 1/√2. സോ 1/√2 ഇൻറ്റു ലാംഡ 1 എന്ന് കിട്ടും. അതായത് ലാംഡ 2 എന്ന് പറയുന്നത് ലാംഡ 1 എത്രയാണ്? √2 ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഈ റിലേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ടെമ്പറേച്ചർ മാറുമ്പോൾ നമ്മുടെ ഡി ബ്രോഗ്ലി വെവ്ലെങ്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് അതിങ്ങനെയാണ്, ലാംഡ പ്രപ്പോർഷണൽ ടു 1/√T ആണ്. ലാംഡ പ്രപ്പോർഷണൽ ടു 1/√T. ഓക്കെ ആണോ പറഞ്ഞത്? സോ ലാംഡ പ്രപ്പോർഷണൽ ടു 1/√T. നമ്മുടെ ഓപ്ഷൻ എന്താണെന്ന് കിട്ടി? നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് 1/√2 ഇൻറ്റു ലാംഡ 1 ആണെന്ന് കിട്ടി. അപ്പോൾ ഇതൊരു നല്ല ചോദ്യമാണ്. നല്ല ചോദ്യം എന്ന് വെച്ചാൽ ആ റിലേഷൻ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത് ഡയറക്റ്റ്ലി കെൽവിനിലായിരുന്നേ, ചിലപ്പോൾ ഇത് കെൽവിനിലായിരിക്കില്ല തരുക, പകരം എന്തിൽ തരും? കെൽവിനിൽ തരാതെ എന്തിൽ തരും? ഡിഗ്രി സെൽഷ്യസിൽ തരും. പക്ഷേ ഇവിടെ നമ്മൾ ഇടേണ്ടത് എന്തില്ല? കെൽവിനിലാണ്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്ത് കെൽവിനിലേക്ക് ആക്കിയിട്ടാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം, മറന്നു പോകരുത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. An electron accelerated through a potential difference V1 has a de Broglie wavelength of lambda. When the potential is changed to V2, its de Broglie wavelength increases by 50%. The value of V1/V2 is. അപ്പോൾ V1ഉം V2 ഒക്കെ പൊട്ടൻഷ്യൽ ഡിഫറൻസുകളാണ്. ആദ്യം V1ൽ ആക്സലറേറ്റ് ചെയ്യിക്കുന്നു ആൻഡ് ദ ഇലക്ട്രോൺ വിൽ ഹാവ് എ de Broglie wavelength of lambda. അതിനുശേഷം നമ്മൾ എന്ത് ചേഞ്ച് ചെയ്തു? പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്തു, V2 ആക്കി. അപ്പോൾ നമ്മുടെ de Broglie wavelength എത്രയായിട്ട് മാറി? 50% എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു എന്നല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാ ഞാൻ പറയാണ്, നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരുന്നു? V1 ആയിരുന്നു. ആൻഡ് ലാംഡ 1 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയായിരുന്നു? ലാംഡ തന്നെയായിരുന്നു അല്ലേ? ഇനി ഇത് മാറ്റി ഞാൻ എന്താക്കി? V2 ആക്കിയപ്പം ലാംഡ 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 50%. എന്ന് വെച്ചാൽ ലാംഡ 2 എന്ന് പറഞ്ഞാൽ ലാംഡയുടെ കൂടെ എന്തും കൂടെ കൂട്ടിയതാ? 50% ഓഫ് ലാംഡയും കൂടെ കൂട്ടിയതല്ലേ? എന്ന് വെച്ചാൽ ഇതെന്തുവാ? ലാംഡ പ്ലസ് എന്താണ്? 50% ഓഫ് ലാംഡ. അത് ലാംഡ ഇൻറ്റു 50/100 ആണത് ലാംഡ/2 ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ലാംഡ 2 എത്ര? ലാംഡ 2 എന്ന് പറഞ്ഞാൽ അത് 3 ലാംഡ/2 ആണ്. ഓക്കെ ആണോ? സോ ലാംഡ 1 ലാംഡയാണ്, ലാംഡ 2 എത്രയാണ്? 3 ലാംഡ/2 ആണ്. ഇതാണ് നമുക്ക് കിട്ടുന്ന റിലേഷൻ, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ? വാല്യൂ ഓഫ് V1/V2 ആ. ഇവിടെ ഇപ്പം ലാംഡയും ഉണ്ട്, എന്തുകൊണ്ട്? ഇതിനെ ആക്സിലറേറ്റ് ചെയ്യിച്ച പൊട്ടൻഷ്യലും ഉണ്ട്. ഇത് രണ്ടും വരുന്ന റിലേഷൻ ഏതാ? ലാംഡ ഇസ് ഈക്വൽ ടു h/√2m QV അല്ലേ? നമുക്ക് V1/V2 ആ വേണ്ട, അപ്പം നമ്മൾ ഇതിന് എന്ത് ചെയ്യേണ്ട വരും? സ്ക്വയർ ചെയ്യേണ്ട വരും. സോ സ്ക്വയർ ചെയ്യുമ്പോൾ ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു h² /2m ഇൻറ്റു QV എന്ന് കിട്ടും അല്ലേ?
ഇവിടെ നമുക്കറിയാം ഇതാരാ, ഇത് ഇലക്ട്രോണാണ്. ഇലക്ട്രോൺ ആകുമ്പം അതിൻ്റെ മാസും കോൺസ്റ്റൻ്റ് ആണ്, ആരും കോൺസ്റ്റൻ്റ് ആണ്, ക്യൂവും കോൺസ്റ്റൻ്റ് ആണ്, എച്ച് സ്ക്വയറും ടൂവും എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ദെയർഫോർ എനിക്ക് എന്ത് പറയാൻ പറ്റും, ലാംഡ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു 1/v ആന്ന് പറഞ്ഞൂടെ. അതല്ലെങ്കിൽ ഇവിടുന്ന് എനിക്ക് ഇങ്ങനെ പറയാം, v പ്രൊപ്പോർഷണൽ ടു 1/λ² ആന്ന് പറയാം. ഇതിൽ നിന്ന് നമുക്ക് എന്തുവാ വേണ്ടേ, v1/v2 അല്ലയോ വേണ്ടത്. v1/v2 എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തുവാന്ന് കിട്ടും, λ2/λ1 സ്ക്വയർ ആന്ന് കിട്ടും അല്ലേ. λ2 എത്രയാ, λ2 3λ/2 ആ. λ1 എന്ന് പറഞ്ഞാൽ ലാംഡയാ. അപ്പോൾ നമുക്ക് എന്തുവാന്ന് കിട്ടും, 3λ/2 ഇൻറ്റു ലാംഡ എന്ന് കിട്ടും. ലാംഡയും കട്ട് ചെയ്തു ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പം v1/v2 എന്തുവാന്ന് കിട്ടും, v1/v2 is equal to 3/2 സ്ക്വയർ എത്രയാണ്, 9/4 ആണ്. സോ ഹിയർ v1/v2 നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കിട്ടും, 9/4 ആണെന്ന് കിട്ടും. ഓക്കെ ആണോ പറഞ്ഞത്? അപ്പോൾ നല്ലൊരു ചോദ്യമാണ്. അതായത് ഇത്രയും മാത്രമേ ചെയ്യേണ്ടൂ. ഇതെല്ലാം ഒരു കറക്റ്റ് പാറ്റേൺ ഉണ്ട്. അതായത് നമ്മുടെ ചോദ്യത്തിൽ വന്നിരുന്ന ക്വാണ്ടിറ്റീസ് അത് എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതെല്ലാം കൂടെ വരുന്ന ഡി ബ്രോഗ്ലി വരുന്നിട്ട് ഇക്വേഷൻ ഏതാണെന്ന് എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യാം. ആ ഇക്വേഷൻ എഴുതുക, എന്നിട്ട് എന്താണ് വേണ്ടത് അതിൻ്റെ കറസ്പോണ്ടിങ് എന്തെടുക്കുക, റേഷ്യോ എടുക്കുക, കഴിഞ്ഞു. ഇതെല്ലാം നമ്മൾ ആ ഒരു ഫോർമാറ്റിലല്ലേ ചെയ്തത് അല്ലേ. നോക്കിയേ, an electron in the ground state of hydrogen atom has an orbital radius of 5.3 into 10 raised to minus 11 meter, while therefore the electron in the third excited state is 8.48 into 10 raised to minus 10 meter. The ratio of the de Broglie wavelengths of electron in the ground state and that of the excited state is. Electron in the ground state la radius പറയുന്നുണ്ട്, third excited state la radius പറയുന്നുണ്ട്. എന്താണ് ഈ third excited state? നമ്മുടെ ഫസ്റ്റ് n=1 എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലേ. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് n=2 ആണ്. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് n=3 ആണ്. സോ തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്നിൻ്റെ വാല്യൂ എന്തുമായിരിക്കും, എന്നിൻ്റെ വാല്യൂ 4 ആയിരിക്കത്തില്ലേ. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റും ഉണ്ട്, n=1 ഉണ്ട്, പിന്നെ എന്തുണ്ട് n=4 ഉണ്ട്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. നമുക്ക് വേണ്ട എന്തുവാ, ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് അല്ലേ. നമുക്കറിയാം ലാംഡ എന്ന് പറഞ്ഞാൽ എന്തുവാന്ന്, ലാംഡ എന്ന് പറഞ്ഞാൽ h/mv ആണ്. നമുക്ക് ഓരോ ഓർബിറ്റിലും ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടിസേഷൻ ഉണ്ട്. അതായത് നമുക്കിതാ ഈ ഇക്വേഷൻ അറിയാം, mvr എന്ന് പറഞ്ഞാൽ അതെന്തുവാ, nh/2π. mvr is equal to nh/2π. ഇവിടെ റേഡിയസും ഉണ്ട് എന്നും ഉണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ mv is equal to എന്തുവാന്ന് എഴുതാൻ പറ്റും, nh/2πr ആണെന്ന് എഴുതാൻ പറ്റത്തില്ലേ. mv is equal to nh/2πr. ഈ എം വിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കാൻ പോവാ, nh/2πr സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ. സോ ഹിയർ ലാംഡ is equal to h/nh into 2πr. h വെച്ചും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ is equal to എന്തുവാന്ന് കിട്ടും, 2πr/n ആണെന്ന് കിട്ടത്തില്ലേ. ലാംഡ is equal to 2πr/n. കണ്ടുപിടിക്കേണ്ട എന്താണ്, റേഷ്യോ ഓഫ് ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഞാൻ ലാംഡ ഏതാ, ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ലേ. സോ ഞാൻ λ1/λ4 എന്നങ്ങ് എഴുതുക. കാര്യം ഫോർത്ത് സ്റ്റേറ്റ് ആണ് ഈ തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ λ1/λ4 എന്ന് പറഞ്ഞാൽ 6 മുകളിലാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ r1/r4 എന്ന് എഴുതാൻ പറ്റും. ഇൻറ്റു n4/n1 എന്ന് എഴുതുമെന്ന് വെച്ചാൽ അത് 4/1 എന്ന് തന്നെ അല്ലേ. നമ്മുടെ തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റെസ്പോൺസ് ഈക്വൽ ടു 4 ആണ്. അങ്ങനെയാണെങ്കിൽ λ1/λ4 എന്തുവാന്ന് വരും, r1/r4 ഇൻറ്റു 4/1 എന്നല്ലേ വരുന്നത്. നോക്കിക്കേ, r1ഉം r4ഉം ചോദ്യത്തിലുണ്ട്. r1 എന്താ, 5.3 ഇൻറ്റു 10⁻⁻11 ഡിവൈഡഡ് ബൈ ഫോർത്ത് ഓർബിറ്റിൻ്റെ റേഡിയസ് കുറച്ചുകൂടെ കൂടുതലാണ്, 8.48 ഇൻറ്റു 10⁻10 ഇൻറ്റു 4/1. നിങ്ങളിത് ചെയ്യുമ്പം അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 1/16 എന്ന് കിട്ടും. 1/16 ഇൻറ്റു 4/1 എന്ന് പറഞ്ഞാൽ അത് എന്തുവാ, ഇത് 1/4 അല്ലേ. സോ ദ റേഷ്യോ ഓഫ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ദിസ് ഓർബിറ്റൽ ഇലക്ട്രോൺസ് വിൽ ബി 1/4. അപ്പോൾ നല്ലൊരു ചോദ്യമാണ്, ഒന്ന് ഓർത്ത് വെച്ചേക്കണം. നമ്മൾ h/mv എടുത്തു, mv എവിടെ നമ്മൾ കണ്ടുപിടിച്ചു, mvr is equal to nh/2π എന്ന് കണ്ടുപിടിച്ചു അല്ലേ. അത് നമ്മുടെ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടിസേഷനാണ്. ആംഗുലാർ മൊമെൻറ്റം ഇസ് ദ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ്
h/2π. അപ്പോൾ അത് നമുക്ക് റേഷ്യോ എന്താണെന്ന് കിട്ടി, ലാംഡ 1/λ4 is equal to 1/4 ആണെന്ന് കിട്ടി. ക്ലിയർ? നോക്കിയേ, if lambda and k are de Broglie wavelength and kinetic energy respectively of the particle with constant mass, the correct graphical representation for the particle will be. ഇവിടെ de Broglie wavelength വേഴ്സസ് 1/k ആണ്. k എന്ന് പറഞ്ഞാൽ ആരാ? k എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ്. അതായത് നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുന്ന 1/k വേഴ്സസ് ലാംഡ എന്നാണ്. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജിയും ലാംഡയും കൂടെ വരുന്ന എന്തോ വേണം, റിലേഷൻ വരുന്ന ഇക്വേഷൻ വേണം. അത് ഏത് ഇക്വേഷനാ? നമുക്കറിയാം അത് ഏത് ഇക്വേഷൻ ആണ്. ഏതാ? ലാംഡ ഇസ് ഈക്വൽ ടു h/√2mk എന്നല്ലേ? ഇതല്ലേ റിലേഷൻ? നമുക്ക് വേണ്ട 1/k വേഴ്സസ് ലാംഡയാണ്. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഞാനൊന്ന് സ്ക്വയർ ചെയ്യാൻ പോവാം. ലാംഡ സ്ക്വയർ എന്ന് പറഞ്ഞാൽ h²/2m × k എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് k അല്ല 1/k. അതായത് ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു h²/2m × 1/k. ഇവിടെ എല്ലായിടത്തും 1/k ആണ് y ആക്സിസിൽ, ലാംഡയാണ് x ആക്സിസിൽ. സോ ഞാൻ y ഇസ് ഈക്വൽ ടു എന്ന് വേണ്ടേ ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. സോ 1/k എന്ന് പറഞ്ഞാൽ ഇതങ്ങ് അപ്പുറത്തെ എല്ലുമ്പം 2m/h² ആവും. 2m/h² × ലാംഡ സ്ക്വയർ. 1/k ആണ് y. y എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് മാസ് ആണ് പാർട്ടിക്കിളിൽ നിന്ന്. സോ ഈ 2m/h² എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ y ഇസ് ഈക്വൽ ടു k × x² എന്ന് കിട്ടൂലേ? നോക്ക്, ഇവിടെ ലാംഡയാ, അപ്പം ലാംഡയുടെ സ്ക്വയർ. ഇതാരാ? ഇത് y പ്രപ്പോർഷണൽ ടു x² എന്ന് പറയുന്ന ഗ്രാഫ് അല്ലേ? അതായത് ബേസിക്കലി ഇത് y ഇസ് ഈക്വൽ ടു x²ൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് y ഇസ് ഈക്വൽ ടു x²ൻ്റെ ഗ്രാഫ് നോക്കിയാൽ പോരെ? y ഇസ് ഈക്വൽ ടു x² ഇസ് ആൻ അപ്വേർഡ് പരാബോള അല്ലേ? ഇതിൽ ആരാണ് അപ്വേർഡ് പരാബോള? ഇതാണ് നമ്മുടെ അപ്വേർഡ് പരാബോള. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരിക? ഇതാണ് ഓപ്ഷൻ വരിക. ഓക്കെ ആണോ പറഞ്ഞേ? അതായത് ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ കറസ്പോണ്ടിങ് റിലേഷൻ എടുക്കുക, എന്നിട്ട് അതിനെ ഈ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഗ്രാഫിൻ്റെ ഫോർമാറ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്തു വരുമ്പോൾ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ y = mx + c കിട്ടിയെങ്കിൽ ഇതായിരുന്നതിന് ഇക്വേഷൻ അല്ലേ? ഇതെന്ത് പരാബോളയാ? ഇത് y = x², അത് x = y²ൻ്റെ പരാബോളയാ. അപ്പോൾ അതങ്ങനെ വന്നേനെ. ഇതെന്താ? ഇത് റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാ. ആ ഇക്വേഷൻ വന്നെങ്കിൽ ഇതിങ്ങനെ വന്നേനെ. ഓക്കെ ആണോ പറഞ്ഞത്? അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. അതിൻ്റെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അടുത്ത നോക്കിയേ. വർക്ക് ഫങ്ഷൻസ് ഓഫ് സീഷ്യം ആൻഡ് ലിഥിയം മെറ്റൽസ് ആർ 1.9 electron volt and 2.5 electron volt respectively. If we incident a light of wavelength 550 nanometer on these two metal surfaces, then photoelectric effect is possible for the case of. ഇവിടെ വർക്ക് ഫംഗ്ഷൻ ഫോർ സീഷ്യം ഉണ്ട്, എന്തുകൊണ്ട്? ലിഥിയം ഉണ്ട്. അത് 1.9 2.5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ലൈറ്റ് ഓഫ് വേവ് 550 നാനോമീറ്റർ. നമുക്ക് വന്ന് ഇവിടെ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ലാംഡ = എത്രയാണ്? 550 നാനോമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പോസിബിൾ ആവില്ലെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം, നമുക്ക് വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ആരെക്കാളും കൂടുതലായിരിക്കണം? വർക്ക് ഫംഗ്ഷനേക്കാളും കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് പോസിബിൾ ആവുള്ളൂ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പോസിബിൾ ആവുള്ളൂ. അതായത് ലാംഡ 550 നാനോമീറ്റർ വേലുള്ള ലൈറ്റിന് എത്ര എനർജി ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചാൽ പോരെ? നമുക്കറിയാം എനർജി ഈസ് ഈക്വൽ ടു എന്തുവാണ്? hc/λ. ഇതിൽ നിന്ന് നമുക്ക് ലാംഡ ഈസ് ഈക്വൽ ടു, ലാംഡ അല്ലല്ലോ വേണ്ടത്, എനർജി തന്നെയല്ലേ വേണ്ടത്. എനർജി ഈസ് ഈക്വൽ ടു എന്തുവാന്ന് കിട്ടും? hc/λ നാനോമീറ്ററിലാണെങ്കിൽ എനിക്ക് പറയാം ഈ hc മാറ്റി ഞാൻ 1240/λ എന്ത് കൊടുത്താൽ മതി? നാനോമീറ്റർ കൊടുത്താൽ നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലേ? സോ 1240/550 നാനോമീറ്റർ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ കൊടുത്താൽ എനിക്ക് കിട്ടാൻ പോകുന്നത് അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ വാല്യൂ ഒരു 2.25 ഇലക്ട്രോൺ വോൾട്ടാണ് കിട്ടും. ഓക്കെ, അതായത് 550 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 2.25 ഇലക്ട്രോൺ വോൾട്ടാണ്. ഓക്കെ, 2.25 ഇലക്ട്രോൺ വോൾട്ടുള്ള ലൈറ്റ് വന്നിട്ട് സീഷ്യത്തിൽ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് ഫംഗ്ഷൻ എത്രയേ ഉള്ളൂ? 1.9 ഉള്ളൂ. വർക്ക് ഫംഗ്ഷനെ ഓവർകം ചെയ്ത് കഴിഞ്ഞാലും പിന്നെ എനർജി ബാക്കിയുണ്ട്. ഇലക്ട്രോണിന് എന്ത് ചെയ്യാൻ പറ്റും? എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ സീഷ്യത്തിലാണ് ഈ ലൈറ്റ് വന്ന് വീഴുന്നതെങ്കിൽ എന്ത് പോസിബിൾ ആയിരിക്കും? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പോസിബിൾ ആയിരിക്കും. പക്ഷേ ലിഥിയത്തിൻ്റെ വർക്ക് ഫംഗ്ഷൻ എത്ര? അത് 2.5 ആണ്. ഇവിടെ നമ്മുടെ ലൈറ്റിന് എത്ര എനർജി ഉള്ളൂ? 2.25 ഇലക്ട്രോൺ വോൾട്ട് അല്ലേ ഉള്ളൂ.
So here the energy of incident radiation is lesser than the work function. നമ്മൾ വന്ന് വീഴുന്ന ലൈറ്റിന് വർക്ക് ഫംഗ്ഷനേക്കാളും എനർജി കുറവാണെങ്കിൽ ഉറപ്പായിട്ടും വർക്ക് ഫംഗ്ഷനെ ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. വർക്ക് ഫംഗ്ഷനെ ഓവർകം ചെയ്യാൻ ഇവിടെ എന്തുണ്ടാവത്തില്ല? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവത്തില്ല. സോ ഒരിക്കലും 550 നാനോമീറ്റർ വരുന്നുള്ള ലൈറ്റിന് ലിഥിയത്തിൽ നിന്ന് ആരെ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല? ഇലക്ട്രോണിനെ പുറത്തേക്ക് വിടാൻ പറ്റത്തില്ല. സോ അവിടെ എന്ത് നടക്കത്തില്ല? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കത്തില്ല. സോ അതാണ് ഫ്രം മെറ്റൽ ടു മെറ്റൽ ഈ സഫിഷ്യൻറ്റ് ഫ്രീക്വൻസി വരുന്നുള്ള സാധനം എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. സോ ഹിയർ സീഷ്യത്തിൽ പോസിബിളാണ് അല്ലേ? സീഷ്യത്തിൽ പോസിബിളാണ്, പക്ഷെ എവിടെ പോസിബിൾ അല്ല? ലിഥിയത്തിൽ പോസിബിൾ അല്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ലിഥിയം ഉൺലി അല്ല. ഏതാണ് ഓപ്ഷൻ? സീഷ്യം ഉൺലി ആണ് ഓപ്ഷൻ. ക്ലിയർ ആണോ? അപ്പം നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി. ത്രഷോൺ നമ്മുടെ വർക്ക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വന്നു വരുന്ന ലൈറ്റിന് വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതൽ എനർജി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതെന്തായിരിക്കും? പോസിബിൾ ആയിരിക്കും. പക്ഷേ എനർജി വർക്ക് ഫംഗ്ഷനിൽ കുറവാണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കത്തില്ല? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പോസിബിൾ ആയിരിക്കത്തില്ല. ക്ലിയർ? സോ അതായിരുന്നു നമ്മുടെ ആ ചോദ്യം. അപ്പം അതിൻ്റെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ 4 ആണ്. ഓക്കെ. A proton of mass mp has the same energy as that of a photon of wavelength lambda. If the photon is moving at a non-relativistic speed, then the ratio of de Broglie wavelength to the wavelength of photon is. എന്താണ് ഈ നോൺ റിലേറ്റിവിസ്റ്റിക് സ്പീഡ് എന്ന് വെച്ചാൽ? എന്നുവെച്ചാൽ ലൈറ്റിന് കമ്പയറബിളായിട്ട് വരുന്ന സ്പീഡിലല്ല അത് ട്രാവൽ ചെയ്യുന്നത്. അതിൻ്റെ സ്പീഡ് എസ് കമ്പയർഡ് ടു ലൈറ്റ് വളരെ 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 കുറവാണെന്നാണ് ഈ നോൺ റിലേറ്റഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്. ഓക്കെ. അപ്പോൾ നമ്മളോട് പറയാണ് ഫോട്ടോണിനും പ്രോട്ടോണിനും സെയിം എനർജി ആണെന്ന്. അപ്പോൾ ഞാനത് രണ്ടും എഴുതാൻ പോവാം. പ്രോട്ടോണും ഉണ്ട്, ആരും ഉണ്ട്? ഫോട്ടോണും ഉണ്ട്. ഫോട്ടോണും ഉണ്ട്. പ്രോട്ടോണിൻ്റെ കേസിൽ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അല്ലേ? സെയിം എനർജി ആസ് ദാറ്റ് ഓഫ് ഫോട്ടോൺ ഓഫ് വേവ് ലെങ്ത് ലാംഡ. പ്രോട്ടോണിൻ്റെ എന്താ വേണം നമുക്ക്? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. അതിൻ്റെ എനർജിയാണ്. രണ്ടുപേരുടെ എനർജി സെയിം ആണ്. രണ്ടിനും ഇ എന്ന് പറയുന്ന എനർജി ഉണ്ട്, ഇതിനും ഈ എനർജി ഉണ്ട്, ഇതിനും എന്തോ ഉണ്ട്? ഈ എനർജി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് ലാംഡ പി എന്ന് പറഞ്ഞാൽ ലാംഡ പി എന്നല്ല, ലാംഡ പ്രോട്ടോൺ എഴുതുക. കാര്യം ഇത് പ്രോട്ടോൺ വരെ ഇത് ഫോട്ടോൺ അല്ലേ? പി എന്ന് എഴുതിയാൽ പോരല്ലോ. സോ ലാംഡ പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ h/√2mE ആയിരിക്കുമല്ലോ അല്ലേ? ഇപ്പം എം അല്ല എം പി എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ വേണമെങ്കിൽ എം പി എന്ന് എഴുതാം. mp × E ആയിരിക്കുമല്ലോ അല്ലേ? ഇനി ഇതേ എനർജി ആർക്കും ഉള്ളേ? ഫോട്ടോണിനുള്ള. ഫോട്ടോൺ എനർജി എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു എന്തുവാ? hc/λ ലാംഡ ഫോട്ടോൺ. ഇതിൽ നിങ്ങൾക്ക് ലാംഡ ഫോട്ടോൺ എന്തുവാന്ന് കിട്ടും? ലാംഡ ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ hc/E ആണെന്ന് കിട്ടും. നമുക്ക് വേണ്ട എന്താണ്? റേഷ്യോ ഓഫ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് പ്രോട്ടോൺ ബൈ ഫോട്ടോണാണ് വേണ്ടത്. അതായത് ലാംഡ PR ബൈ ലാംഡ PH വേണം. ലാംഡ പ്രോട്ടോൺ എത്രയാണ്? h/√2mp × E ആണ്. ആൻഡ് ഇതിന് ഞാൻ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ E ബൈ എന്തുവാന്ന് കിട്ടും? hc ആന്ന് കിട്ടും. നമുക്ക് h വെച്ചും ക്യാൻസൽ ചെയ്യാം. ആൻഡ് ഇവിടെ ഒരു E ഉണ്ട്, ഇവിടെ ഒരു എന്തോ ഉണ്ട്? √E ഉണ്ട്. സോ E/√E എന്താ? അത് √E അല്ലേ? അപ്പോൾ നമുക്കിത് എന്തുവാന്ന് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു ഒരു C ഉണ്ട്. സോ 1/c × √E/2mp അല്ലേ? അപ്പോൾ ഇവരുടെ എനർജി സെയിം ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ എന്ത് കിട്ടും? 1/c × E/√mp എന്ന് കിട്ടും. ഏതാണ് ഓപ്ഷൻ? 4th ഓപ്ഷൻ ആണ്. 1/c × E/√mp അല്ലേ? സോ അതാണ് ആ ചോദ്യം. ഇതൊരു ഫോട്ടോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? നോക്കിയേ. Given below are two statements. One is labeled as assertion and the other is labeled as reason. In photoelectric effect, assertion ആണ്. In photoelectric effect, on increasing the intensity of light, കാണാൻ പറ്റുമല്ലോ അല്ലേ? On increasing the intensity of incident light, the stopping potential increases. നമ്മളോട് പറയാണ് വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ എന്ത് കൂടുമെന്ന്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുമെന്ന്. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ആര് മാത്രമേ കൂടൂ? ഫോട്ടോ കറണ്ട് മാത്രമേ കൂടൂ. സാച്ചുറേറ്റഡ് ഫോട്ടോ കറണ്ട് മാത്രമേ കൂടൂ. ഇൻറ്റൻസിറ്റി റിലേഷൻ ആരുമായിട്ടാണ്? ഫോട്ടോ കറണ്ടുമായിട്ടാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്തുവാ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടാൻ ആര് കൂടണം? ഫ്രീക്വൻസി കൂടണം. ഇവിടെ ഫ്രീക്വൻസി കൂടുന്നതാണോ പറയുന്നത്? അല്ല, ഇൻറ്റൻസിറ്റി കൂടുന്നതാണ്. അപ്പോൾ അത് ശരിയാണോ ആ സ്റ്റേറ്റ്മെൻറ്റ്? അല്ല, ഈ അസേർഷൻ തന്നെ റോങ് ആണ്. അടുത്ത എന്താ പറയുന്നത്? റീസൺ എന്താ?
increase in intensity of light increases the rate of photoelectrons emitted, provided the frequency of the incident light is greater than threshold frequency. നമുക്കറിയാം ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ആര് കൂടുമെന്ന്? ഫോട്ടോ കറണ്ട് കൂടും. ഫോട്ടോ കറണ്ട് കൂടുന്ന ആര് കൂടുമ്പോഴാണ്? ഫോട്ടോ ഇലക്ട്രോൺസ് കൂടുമ്പോഴല്ലേ? അതായത് ഇൻറ്റൻസിറ്റി പ്രൊപ്പോർഷൻ ടു ഫോട്ടോ ഇലക്ട്രോൺസ് ലിമിറ്റഡ് ആണ്. ശരിയാണ്. ഗിവൺ ദാറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് ഫ്രീക്വൻസി. നമുക്കറിയാം ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കണം എന്നുണ്ടെങ്കിൽ ദ ഫ്രീക്വൻസി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് ഫ്രീക്വൻസി. അങ്ങനെ ഒരു കണ്ടീഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ എന്ത് കൂടും? ഫോട്ടോ കറണ്ട് കൂടും. ഓർ ദ റേറ്റ് ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ സാധനം ശരിയാ അല്ലേ? അസേർഷൻ റോങ് ആണ്. റീസൺ എന്താണ്? കറക്റ്റ് ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? എ ഈസ് ഫാൾസ് ബട്ട് ആർ ഇസ് ട്രൂ അല്ലേ? അതാണ് ഓപ്ഷൻ. ഓക്കെ ആണോ പറഞ്ഞത്? അപ്പോൾ ഇവിടെ അസേർഷൻ റോങ് ആണ്, റീസൺ പക്ഷേ എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് വാസ് ദാറ്റ് ക്വസ്റ്റൻ. അപ്പോൾ അസേർഷൻ റീസൺ നമുക്ക് കുറേ ചോദ്യം ഇവിടെ വരാം കേട്ടോ. ഇതുപോലെ നമ്മുടെ ഗ്രാഫിൽ നമ്മൾ പഠിച്ച ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരും. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് അറിയത്തില്ലെങ്കിൽ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആണുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ തെറ്റിക്കരുത്. അത് കൃത്യമായിട്ട് എന്തോ ചെയ്ത് വെച്ചേക്കണം, പഠിച്ചു വെച്ചേക്കണം. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കിയേ. ഇലക്ട്രോൺ വിത്ത് മാസ് m വിത്ത് ആൻ ഇനിഷ്യൽ വെലോസിറ്റി t = 0 v എന്ന് പറയുന്നത് v0 i ക്യാപ്പ് ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, അതിന് ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? v0 i ക്യാപ്പ് ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിന് ഇതാ ഇങ്ങനൊരു എന്തോ ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. ഇതാണ് ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി. ഇത് ഇലക്ട്രോൺ ആണ്. അതിൻ്റെ വെലോസിറ്റി എന്താണ്? v എന്ന് പറയുന്നത് v0 i ക്യാപ്പ് ആണ്. ഓക്കെ. ഇറ്റ് എൻറ്റേഴ്സ് എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് b = b0 j ക്യാപ്പ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നിന്ന് ഇങ്ങനെ b0 j ക്യാപ്പ് എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് b എന്ന് പറഞ്ഞാൽ b = വെക്റ്റർ b എന്ന് പറഞ്ഞാൽ b0 j ക്യാപ്പ് അല്ലേ? അങ്ങല്ലേ ജി ക്യാപ്പ് വരയ്ക്കുന്നത്? ചോദിച്ചിരിക്കുന്നത് എന്താ? ഇഫ് ദ ഇനിഷ്യൽ ഡി ബ്രോഗ്ലി വേലെന്ത് t = 0 is lambda 0. t = 0 വെലോസിറ്റി എത്ര? v0 അല്ലയോ? അപ്പോൾ ഇനിഷ്യൽ ഡി ബ്രോഗ്ലി വേലെന്ത് ലാംഡ 0 എന്ന് പറഞ്ഞാൽ അത് എത്ര ആയിരിക്കും? അത് h/mv0 ആയിരിക്കും. കാര്യം നമുക്കറിയാം h/mv ആണ് എന്തുവാന്ന്? ഡി ബ്രോഗ്ലി വേലെന്ത് എന്ന് അല്ലേ? ചോദിച്ചിരിക്കുന്നത് എന്തുവാ? t സമയം കഴിയുമ്പോൾ എൻ്റെ ഡി ബ്രോഗ്ലി വേലെന്ത് എന്തായിട്ട് ചേഞ്ച് ചെയ്യും എന്നാണ്. അതായത് ഇതിൻ്റെ സ്പീഡ് എങ്ങനെ മാറും നോക്കിയാൽ പോരെ? h ഒരു കോൺസ്റ്റൻറ്റാണ്, m കോൺസ്റ്റൻറ്റാണ്. വെലോസിറ്റി മാറിയാലാണ് ആര് ചേഞ്ച് ചെയ്യേണ്ടത്? ഡി ബ്രോഗ്ലി വേലെന്ത് ചേഞ്ച് ചെയ്യേണ്ടത്. നോക്കിക്കേ, ഇവിടെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അത് വന്ന് കയറിയത്, ഇലക്ട്രോൺ വന്ന് കയറിയത്. നമുക്കറിയാം ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒന്ന് കയറിക്കഴിഞ്ഞാൽ ദാറ്റ് ചാർജ്ഡ് പാർട്ടിക്കിൾ വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് അല്ലേ? അത് പെർപെൻഡിക്കുലറായിട്ട് ഒന്ന് കയറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമുക്ക് ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് വെലോസിറ്റി. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് കിട്ടുക? ഫോഴ്സ് കിട്ടേണ്ടത് ഇറ്റ്സ് ഫോർ പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ആരാണത്? ഇലക്ട്രോൺ ആണ്. സോ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തോ കിട്ടും? ഫോഴ്സ് കിട്ടും. അപ്പോൾ ടുവേർഡ്സ് എന്താ? അകത്തേക്ക് ഇൻടു ദ പ്ലെയിനിൽ എന്തോ കിട്ടും? ഫോഴ്സ് കിട്ടും. പക്ഷേ ഇവിടുത്തെ വെലോസിറ്റി എങ്ങനെയാ? വെലോസിറ്റി എലോങ് ദ പ്ലെയിനും എലോങ് ദ ബോർഡും മറ്റേത് ഇൻടു ദ ബോർഡും അല്ലേ? സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ആണെന്നാണ് വരുന്നത്? 90 ഡിഗ്രി എന്നല്ലേ? ഇവിടെ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് ആൻഡ് വെലോസിറ്റി അവർ പെർപെൻഡിക്കുലർ ആണ്. എന്നുവെച്ചാൽ ഇവിടെ ഈ പാർട്ടിക്കിൾ സർക്കുലാർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ആ ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പാർട്ടിക്കിൾ വന്ന് കയറിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ എക്സിക്യൂട്ട് യൂണിഫോം സർക്കുലാർ മോഷൻ അല്ലേ? കാര്യം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇവരുടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതറാണ്. അപ്പോൾ ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യത്തില്ല? വർക്ക് ചെയ്യത്തില്ല. ഇത് യൂണിഫോം സർക്കുലാർ മോഷൻ. അവിടെ ഈ ഫോഴ്സ് എന്തായിട്ടാണ് മാറുന്നത്? സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇതിന് ഒരിക്കലും എന്ത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല? സ്പീഡിനെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. വെലോസിറ്റി മാറും. കാര്യം സ്പീഡിൻ്റെ ഡയറക്ഷൻ, വെലോസിറ്റി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അവിടെ എന്തോ ഉണ്ട്? ഡയറക്ഷന് ചേഞ്ച് ഉണ്ട്. പക്ഷെ ആർക്ക് ചേഞ്ച് ഇല്ല? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ഇല്ല. അപ്പോൾ ഈ v0 ഇനി എത്ര നേരം കഴിഞ്ഞാലും അതിൻ്റെ സ്പീഡ് എത്ര തന്നെ? v0 തന്നെ. കാര്യം വർക്ക് ചെയ്യാത്തതുകൊണ്ട് കൈനറ്റിക് എനർജിക്ക് എന്ത് ചെയ്യത്തില്ല? ചേഞ്ച് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് സ്പീഡ് എന്ത് ചെയ്യത്തില്ല? ചേഞ്ച് ചെയ്യത്തില്ല. സോ ആഫ്റ്റർ ടൈം t ആണെങ്കിലും ആഫ്റ്റർ ടൈം ടിയും v എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? v0 തന്നെയാണ്. v0 മാറുന്നില്ലെങ്കിൽ, നമ്മുടെ പാർട്ടിക്കിളിൻ്റെ സ്പീഡ് മാറുന്നില്ലെങ്കിൽ എന്ത് മാറത്തില്ല? ഡി ബ്രോഗ്ലി എന്ത് മാറത്തില്ല? എന്ന് വെച്ചാൽ ലാംഡ എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയായിരിക്കും? അത് h/mv0 തന്നെയായിരിക്കും. അതെന്ന് വെച്ചാൽ എന്ത് തന്നെയായിരിക്കും? ലാംഡ 0 തന്നെയായിരിക്കും.
അതായത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലേക്കാണ് ഇത് വന്ന് കയറുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡിനൊന്നും ഉണ്ടാവത്തില്ല, ചേഞ്ച് ഉണ്ടാവത്തില്ല. സ്പീഡിന് ചേഞ്ച് ഉണ്ടായില്ലെങ്കിൽ ആർക്ക് ചേഞ്ച് ഉണ്ടാവത്തില്ല? ഡി ബ്രോഗ്ലി വേവ്ലെങ്തിന് ചേഞ്ച് ഉണ്ടാവത്തില്ല. ഓക്കെ ആണോ പറഞ്ഞേ? സോ അതിൻ്റെ ഓപ്ഷൻ ഏതാണ്? എൻ്റെ ഓപ്ഷൻ λ0 തന്നെയാണ്. ഇവിടെ വലിയ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതുമല്ല ആണോ ആൻസർ? അല്ല. എന്താണ് ഓപ്ഷൻ? λ0 ആണ് ഓപ്ഷൻ. ക്ലിയർ ആണോ? സോ അതാണ് ആ ചോദ്യം. അടുത്ത നോക്കിയേ. ഫോർ ദ photoelectric effect, the maximum kinetic energy of the photoelectrons is plotted against the frequency v of the incident photoelectrons as shown in the figure. The slope of the graph gives. ഇത് എന്ത് വേഴ്സസ് എന്ത് ഗ്രാഫാണെന്ന് ആദ്യം നോക്കുക. എന്ത് വേഴ്സസ് എന്ത് ഗ്രാഫാണ്? മാക്സിമം കൈനറ്റിക് എനർജി വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫാണ്. അപ്പോൾ നമ്മൾ അത് വരുന്ന ഇക്വേഷൻ വേണമല്ലോ എഴുതാൻ. h nu is equal to 5 plus kinetic energy maximum. y ആക്സിസിൽ എന്താ? y ആക്സിസിലാണ് കൈനറ്റിക് എനർജി മാക്സിമം. ഈ കെ എന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെ അല്ലേ. സോ h nu is equal to 5 plus e k. ഇതല്ലേ? ഇവിടെ y ആക്സിസിൽ ഇ കെ, എക്സ് ആക്സിസിൽ ന്യൂ ആണ്. സോ അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി, ഇ കെ എന്ന് പറയുന്നത് h nu മൈനസ് 5 ആണ് എഴുതി. എനിക്ക് ഇതിനെ എന്തിലേക്ക് കൊണ്ടുവരുന്നത്? സ്ട്രേറ്റ് ലൈൻ ഗ്രാഫാണ് എന്തായാലും. അപ്പോൾ ഇതിനെ y = mx+c കൊണ്ടുവരാനാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ ഇ കെ എന്ന് പറഞ്ഞാൽ h nu - 5 ആണെന്ന് കിട്ടി. ഇ കെ ആണ് y. സോ y is equal to mx+c ആണെന്ന് കിട്ടിയില്ലേ? നോക്കിക്കേ, ഇവിടെ എമ്മിന് പകരം എന്തുവാ കിടക്കുന്നത്? സ്ലോപ്പ് എന്നൊന്നല്ലേ ചോദിച്ചേക്കുന്നത്? എം ആണ് സ്ലോപ്പ്. എമ്മിന് വരെ എന്തുവിടെ കിടക്കുന്നത്? എം എന്ന് പറഞ്ഞാൽ ആരാ? അത് എച്ച്. എച്ച് ആരാ? എച്ച് നമ്മുടെ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ് സ്ലോപ്പ് എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? കറസ്പോണ്ടിങ് ഇക്വേഷൻ എടുക്കുക. ആ ഇക്വേഷൻ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് വേണ്ട സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് ആണെങ്കിൽ ആ സ്ട്രേറ്റ് ലൈൻ ഗ്രാഫിൻ്റെ ഫോമിലേക്ക് എന്ത് ചെയ്യാൻ നോക്കുക? കൺവേർട്ട് ചെയ്യാൻ നോക്കുക. എന്നിട്ട് നമുക്ക് അതിന് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും? സ്ലോപ്പ് വേണമെങ്കിൽ സ്ലോപ്പോ, ഇവിടുത്തെ വർക്ക് ഫംഗ്ഷൻ ആണ് അതിൻ്റെ, ഫൈ ആണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, ഫൈ ഇൻ്റർസെപ്റ്റ്. സംശയമുണ്ടോ? നമുക്ക് ഒരു ചോദ്യം കൂടി ചെയ്യാനുള്ള ടൈം ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. വർക്ക് ഫംഗ്ഷൻ ഓഫ് എ മെറ്റൽ is 3 electron volt. The color of the visible light that is required to cause the emission of photoelectrons is. ഒരു മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ എത്രയാണ്? 3 electron volt ആണ്. The color of the visible light that is required to cause the emission of photoelectrons is. നമുക്കറിയാം വർക്ക് ഫംഗ്ഷൻ ഫൈയുടെ ഇക്വേഷൻ എന്തുവാ? h nu 0 ആണ്, അല്ലെങ്കിൽ hc by λ0 ആണ്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന, ഇപ്പോൾ നമുക്ക് വേവ് ലെങ്ത് വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഫൈ ഇസ് ഈക്വൽ ടു എന്തുവാ? ഫൈ ഇസ് ഈക്വൽ ടു hc by λ0. ഇതിൽ നമുക്ക് λ0 എന്തുവാന്ന് കിട്ടും? λ0 എന്ന് പറഞ്ഞാൽ hc by 5 ആണെന്ന് കിട്ടത്തില്ലേ? നോക്കിക്കേ, നമ്മൾ പറഞ്ഞത് എനർജി ഇലക്ട്രോൺ വോൾട്ട് വേണമെങ്കിൽ വേവ് ലെങ്ത് അങ്ങനെ കൊടുക്കുന്നതാണ്, നാനോമീറ്റർ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ എനർജി അല്ലേ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതാരാ? അത് ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ നമുക്ക് ഇത് എന്തുവാന്ന് കിട്ടും? നമുക്ക് ഏത് ഫോമിൽ കിട്ടും? ഇത് നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിൽ നമ്മുടെ എവിടെ കിട്ടും? നാനോമീറ്റർ കിട്ടും അല്ലേ? സോ എച്ച് എന്ന് പറഞ്ഞാൽ 1240. 1240 by 5 എത്രയാണ്? 5 ആണ് 3. സോ 1240 by 3 ചെയ്താൽ ഇത് അപ്രോക്സിമേറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു 413 സംതിങ് നാനോമീറ്റർ. അപ്രോക്സിമേറ്റ്ലി ഒരു 413 എന്നായിരിക്കും. ഓക്കെ, ഈ ത്രെഷോൾഡ് വേവ് എന്ന് പറഞ്ഞാൽ മാക്സിമം വേവ് ലെങ്താണ്. 413 നാനോമീറ്റർ വരെയേ എന്തുണ്ടാവുള്ളൂ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനേക്കാളും താഴെയുള്ള എന്തോ എടുക്കണം? വേവ് ലെങ്ത് എടുക്കണം. കാര്യം ഫ്രീക്വൻസി കൂടുകയാണ് വേണ്ടത്. അപ്പോൾ വേവ് ലെങ്ത് എന്തോ ചെയ്യണ്ടേ? കുറയുമല്ലേ വേണ്ടത്. അപ്പോൾ ഇതിനേക്കാൾ കുറഞ്ഞ വേവ് ലെങ്ത്, ഒരു 413ക്കാളും കുറഞ്ഞ വേവ് ലെങ്ത് ഇവിടെ ആർക്ക് മാത്രമേ ഉള്ളൂ? ഗ്രീനിനും യെല്ലോയ്ക്കും റെഡിനും ഒന്നുമില്ല. അത് പോസിബിൾ ആവുന്നത് ആർക്ക് മാത്രമായിരിക്കും? നമ്മുടെ ബ്ലൂ ലൈറ്റിന് മാത്രമായിരിക്കത്തില്ലേ? ഓക്കെ ആണോ പറഞ്ഞത്? സോ അങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റൻ എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. അതിൻ്റെ ആൻസർ എന്തായിരിക്കും? അതിൻ്റെ ആൻസർ ബ്ലൂ ആയിരിക്കും. ക്ലിയർ ആണോ? ഇത് കുറച്ച് ചെയ്യാനുണ്ട്. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ when a metal surface is illuminated by light of wavelength lambda, the stopping potential is 8 volt. When the same surface is illuminated by light of wavelength 3 lambda, the stopping potential is 2 volt. The threshold wavelength for the surface is, നമ്മൾ ഇതും കൂടെ ചെയ്യുന്നുള്ളൂ, ഇതും കൂടെ ചെയ്യാനുള്ള ടൈമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ when a metal surface is illuminated by light of wavelength lambda, അപ്പോൾ ലാംഡയാണ് വേവ്ലെങ്ത് എങ്കിൽ സ്റ്റോപ്പ് പൊട്ടൻഷ്യൽ എത്രയാണ്? 8 വോൾട്ട് ആണ്. ഈ സെയിം സർഫസിൽ നമ്മൾ 3 ലാംഡ വേവ്ലെങ്ത് കൊടുക്കുന്നു. അപ്പോൾ സ്റ്റോപ്പ് പൊട്ടൻഷ്യൽ എത്രയായി? 2 വോൾട്ടായി. ത്രെഷോൾഡ് വേവ്ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്. hc by lambda is equal to 5 പ്ലസ് എന്തുവാന്നാ? 5 പ്ലസ് ev0 എന്നല്ലേ? അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ആദ്യം ഞാൻ കേസ് 1ൽ, ഫസ്റ്റ് കേസിൽ
HC/λ is equal to 5 ഞാൻ HC/λ 0 കൊടുത്തു. HC/λ 0 പ്ലസ് 8 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ 8 ഇലക്ട്രോൺ വോൾട്ട് ആയി. വോൾട്ട് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും? വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. സോ ഇതെന്തായി? ഇത് 8 ആയി. 8 EV0 അല്ലെങ്കിൽ EV എന്ന് കിട്ടും. അതെൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ ആണേ. സെക്കൻഡ് കേസിൽ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് കേസിൽ HC/3λ HC/3λ എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്ക് വ്യത്യാസമില്ല? വർക്ക് ഫംഗ്ഷൻ വ്യത്യാസമില്ല. HC/λ 0 എത്രയാണെന്ന് കിട്ടും? HC/λ 0 പ്ലസ് 2 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് കിട്ടാൻ പോകുന്നത്. ഞാൻ ഇലക്ട്രോൺ വോൾട്ടും കളഞ്ഞിട്ട് 8 എന്നും 3 എന്നും മാത്രം എഴുതുന്നതേ ഉള്ളേ. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ. ഇത് നമുക്ക് സോൾവ് ചെയ്താൽ പോരെ. സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? ഈ രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു? ഒരു 4 വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തോ കിട്ടും? 4HC/3λ എന്ന് പറഞ്ഞാൽ 4HC/λ 0 പ്ലസ് 8 ആണെന്ന് കിട്ടത്തില്ലേ? ഇതിനെ ഞാൻ തേർഡ് ഇക്വേഷൻ ആക്കി. തേർഡ് ഇക്വേഷൻ. ഇനി നമുക്ക് 8 അങ്ങ് കളയുന്നതല്ലേ എളുപ്പം. കാര്യം നമുക്ക് λ 0 λ ആയിട്ടുള്ള റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? 3 1 അങ്ങ് 3 ഏത് മൈനസ് ചെയ്യുന്നു? 1 അങ്ങ് മൈനസ് ചെയ്യുന്നു. ഓക്കെ, ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 1. അപ്പോൾ നമുക്ക് എത്രയാണെന്ന് കിട്ടും? 4HC/3λ മൈനസ് HC/λ is equal to 4HC/λ 0 മൈനസ് എത്രയാണ്? HC/λ 0 അല്ലേ? എല്ലായിടത്തും എനിക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം? HC ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 4/3λ മൈനസ് 1/λ എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് കിട്ടും? 4/λ 0 മൈനസ് 1/λ 0 എന്ന് കിട്ടത്തില്ലേ? ഈ 4/3λ മൈനസ് 1/λ എത്ര? ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4/3λ മൈനസ് 3/3λ ആയി. അതെന്തായി? അത് 1/3λ ആയി. 1/3λ is equal to 3/λ 0. ഇതിൽ നിന്ന് നമുക്ക് λ 0 എന്ന് വന്ന് കിട്ടും. 3 × 3λ 9λ ആണെന്ന് കിട്ടും. സോ ഇവിടെയും നമ്മൾ എന്ത് തന്നെയാണ് ചെയ്തത്? നമുക്ക് 2 കണ്ടീഷൻ ഉണ്ടായിരുന്നു. 2 കണ്ടീഷൻ നമ്മൾ എന്ത് ഉണ്ടാക്കി? 2 ഇക്വേഷൻസ് ഫോം ചെയ്തു അല്ലേ? ഈ 2 ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ മിക്കവാറും എല്ലാ ചോദ്യത്തിലും ഇത് തന്നെ ചെയ്യാൻ പോകുന്നത്. 2 കണ്ടീഷൻ ഉണ്ടാവും. ഈ 2 കണ്ടീഷൻ നമ്മൾ എന്തുണ്ടാക്കും? 2 ഇക്വേഷൻ ഉണ്ടാക്കും. ആരെയാണോ നമുക്ക് സോൾവ് ചെയ്യേണ്ടത് വെച്ചിട്ടുള്ള എന്ത് കണ്ടുപിടിക്കും? 2 ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് വേണ്ട കാര്യത്തിനെ കണ്ടുപിടിക്കും. ഓക്കെ, നമുക്കപ്പം ഇത്രയും ടൈമേ ഉള്ളൂ. കുറച്ചും കൂടെ ക്വസ്റ്റൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു, നമുക്കത് ചെയ്യാനുള്ള ടൈമില്ല. സോ എനിവേ നിങ്ങൾ നോട്ട് ഷെയർ ചെയ്യുമ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത്രയാണ്. നമുക്ക് ഓൾമോസ്റ്റ് തിയറിയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിച്ച് നല്ലപോലെ എക്സാം എഴുതി നല്ല സ്കോർ ചെയ്യുക, നല്ല പെർസെൻറ്റേജ് മേടിക്കുക. സോ എനിവേ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. Study Center, India's #1 coaching center for NEET and JEE.